Hi all, myself Adira. So Pathways Academy നടത്തിയ ഓൾ ഇന്ത്യ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റിന്റെ ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഏൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ വൺസ് അഗൈൻ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നിങ്ങൾക്ക് തന്നിരുന്ന ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യനകത്തുള്ള ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 40ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലെ 40th ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് വൺ എമംഗ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദി ആസ്തിക സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസ്? ഓക്കെ, തന്നിരിക്കുന്നവയിൽ ആസ്തിക സ്കൂൾ ഓഫ് ഫിലോസഫിക്കൽ സ്കൂളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, ഡസ് നോട്ട് ബിലോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ ചാർവക, യോഗ, സാഖ്യ ആൻഡ് വേദാന്ത. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ചാർവക സ്കൂളാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂളുകൾ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊരു ഏൻഷ്യൻ കാലഘട്ടം മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഇന്ത്യയുടെ ഫിലോസഫിക്കൽ സ്കൂൾസ് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഇസ് ഓർത്തഡോക്സ് സ്കൂൾസ്. ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു 6 സ്കൂളുകളുണ്ട്. അവയാണ് ആസ്തിക സ്കൂൾസ് എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഓർത്തഡോക്സ് ആയിട്ടുള്ള വേറെ കുറച്ച് സ്കൂളുകളുണ്ട്. അവയാണ് നാസ്തിക സ്കൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഫിലോസഫിയിൽ മെയിൻലി 2 ടൈപ്പ് ഓഫ് സ്കൂൾസ് ഉണ്ട്. ആസ്തിക സ്കൂൾസും നാസ്തിക സ്കൂൾസും. ആസ്തിക സ്കൂൾസ് ഓർത്തഡോക്സ് ആണ്. ഓക്കെ, ഓർത്തഡോക്സ് ആയിട്ടുള്ള റിലീജിയസ് ഫിലോസഫീസ് ആണ്. ആൻഡ് നാസ്തികാസ് ഹെറ്ററോഡോക്സ് ആണ്. ഓക്കെ, ഹെറ്ററോഡോക്സ് ഫിലോസഫീസ് ആണ്. ശരിക്കും ആസ്തിക സ്കൂൾസിനെ എതിർത്ത് വന്ന ഒരു സ്കൂളാണ് നാസ്തിക. ഓക്കെ, ആസ്തിക സ്കൂൾസിൽ 6 എണ്ണം ഉണ്ട്. സാഖ്യ, യോഗ, ന്യായ, വൈശേഷിക, പൂർവമീംസ, ഉത്തരമീംസ. ഉത്തരമീംസയ്ക്ക് മറ്റൊരു പേരാണ് വേദാന്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാസ്തിക സ്കൂൾസിൽ വരുന്ന ഒരുപാടുണ്ട്. അതിൽ 1-2 എണ്ണമാണ് ലോകായത അഥവാ ചാർവക ഫിലോസഫി. പിന്നെ നമ്മൾ പറയുന്നത് ബുദ്ധിസം, ജൈനിസം. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അജീവികാസ് എന്ന് പറയുന്ന ഒരു സെക്ട് ഉണ്ട്. ഓക്കെ, എത്തീസ്റ്റിക് ഗ്രൂപ്പ്സ് ആണ്. ഇവരൊന്നും ദൈവങ്ങളെ വിശ്വസിക്കാത്ത ഗ്രൂപ്പ്സ് ആണ്. സോ അങ്ങനെയുള്ള ഹെറ്ററോക്സ് അഥവാ അൺഓർത്തഡോക്സ് സ്കൂൾസ് ആണ് നാസ്തിക സ്കൂൾസ്. ചോദ്യം ചോദിച്ചത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ആസ്തിക സ്കൂൾസ് ആണ്. ഓക്കെ, ആൻസർ ഈസ് ചാർവക. ചാർവക ആസ്തികയല്ല, അത് നാസ്തികയാണ്. ഓക്കെ, അപ്പൊ നോക്കുക. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ചാർവക സ്കൂൾസ് ആണ് ആസ്തികയിൽ പെടാത്തത്. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. 42ാമത്തെ ചോദ്യമായിരുന്നു. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Chronologically, the minor rock edicts were erected after the major rock edicts. ഇതായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. The second statement, ഫിറോസ് ഷാ തുഗ്ലക് shifted the Topra pillar to Delhi. And Dhauli rock edict is in West Bengal. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചില സമയങ്ങളിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ക്രോണോളജിക്കലി ദ മൈനർ റോക്ക് എഡിക്ട്സ് വെർ ഇറക്റ്റഡ് ആഫ്റ്റർ ദി മേജർ റോക്ക് എഡിക്ട്സ്. നമുക്ക് മൗര്യൻ പീരീഡ് പഠിക്കുന്ന സമയത്ത്, നമ്മൾ അശോകന്റെ കാലഘട്ടമൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന പോലെ ഒരുപാട് റോക്ക് ഇഡിക്റ്റുകളും അതുപോലെ തന്നെ പില്ലർ ഇഡിക്റ്റുകളും അശോകൻ ഇറക്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻസിനായിട്ടാണ് ഈ റോക്ക് ഇഡിക്റ്റുകളെല്ലാം തന്നെ ഇറക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അശോകന്റെ ഇഡിക്റ്റ് നോക്കുന്ന സമയത്ത് മൈനർ റോക്ക് ഇഡിക്റ്റ് വരുന്ന ചില സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ മേജർ റോക്ക് ഇഡിക്റ്റുകൾ വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഈ മൈനർ മേജർ കാറ്റഗറൈസേഷൻ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ചില റോക്ക് ഇഡിക്റ്റ് നോക്കുമ്പോൾ, റോക്ക് ഇഡിക്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഒരു കല്ലിൽ എഴുതപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് ആണ് റോക്ക് ഇഡിക്റ്റുകൾ എന്ന് പറയും. അപ്പോൾ ഈ മൈനർ റോക്ക് ഇഡിക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം ഞാൻ മേജർ റോക്ക് ഇഡിക്റ്റ് പറയാം, എന്നിട്ട് മൈനറിലേക്ക് കിടക്കാം. മേജർ റോക്ക് ഇഡിക്റ്റ് എന്ന് പറയുന്നത് ഒരു കല്ലിനകത്ത് 1 മുതൽ 14 വരെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, 1 മുതൽ 14 വരെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് അടങ്ങുന്ന റോക്ക് ഇഡിക്റ്റുകളെയാണ് നമ്മൾ മേജർ റോക്ക് ഇഡിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു റോക്ക് ഇഡിക്റ്റ് കണ്ടാൽ അത് മേജർ ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 മുതൽ 14 വരെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് അതിനകത്ത് ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. ഇനി മൈനർ ഇഡിക്റ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മൈനർ റോക്ക് ഇഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ 1 മുതൽ 14 വരെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് കാണത്തില്ല.
ചിലതൊക്കെ മിസ്സിംഗ് ആയിരിക്കും. ഓക്കെ, മിസ്സിംഗ് ആയതുകൊണ്ടാണ് അതിനെ മൈനർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചില ഇൻസ്ക്രിപ്ഷൻസ് 1 മുതൽ 14 വരെയുള്ള ഇൻസ്ക്രിപ്ഷൻസും അതിനകത്ത് കാണണമെന്നില്ല, ചിലത് മിസ്സിംഗ് ആയിരിക്കും. അവയൊക്കെയാണ് മൈനർ റോക്ക് എഡിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മിസ്സിംഗ് ആവുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ മൈനർ റോക്ക് എഡിക്റ്റ് ആണ് ഏർലിയസ്റ്റ് കാലഘട്ടങ്ങൾ, അതായത് അശോകന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അശോകൻ എഴുതിയ അല്ലെങ്കിൽ ഇറക്ട് ചെയ്തിട്ടുള്ള ഇഡിക്റ്റുകളാണ് മൈനർ റോക്ക് എഡിക്റ്റ്. അപ്പൊ അത് അത്ര കോംപ്രിഹെൻസീവ് ആയിരുന്നില്ല, അത്ര എക്സോസ്റ്റീവ് ആയിരുന്നില്ല, 1, 2, 3 ഇൻസ്ക്രിപ്ഷൻസ് മാത്രമേ കാണുള്ളൂ. പക്ഷെ അങ്ങോട്ടോട്ട് പോകും തോറും, അശോകന്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് പോകും തോറും കൂടുതൽ ഇൻസ്ക്രിപ്ഷൻസ് അത് ആഡ് ചെയ്ത് അവസാനം 14 ഇൻസ്ക്രിപ്ഷൻസ് വരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ലേറ്റർ കാലഘട്ടങ്ങളാണ്. അപ്പൊ 14 നമുക്ക് നോർമലി കാണാൻ സാധിക്കുന്ന മേജർ റോക്ക് എഡിക്റ്റ് എന്ന് പറയുന്നത് അശോകന്റെ അവസാന കാലഘട്ടങ്ങളിൽ നിന്ന് ഇറക്ട് ചെയ്തതും 1-2 ഇൻസ്ക്രിപ്ഷൻസ് മാത്രം കാണാൻ സാധിക്കുന്ന മൈനർ റോക്ക് എഡിക്റ്റ് അശോകന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഏർലി ഫേസിൽ ഇറക്ട് ചെയ്തിട്ടുള്ള ഇഡിക്റ്റുകളാണ്. ഓക്കെ, ഇപ്പൊ മൈനർ റോക്ക് എഡിക്റ്റ് കാണാൻ സാധിക്കുന്ന 1-2 സ്ഥലങ്ങളാണ് നമ്മുടെ ബീഹാറിലെ സസാരം, ബഹാപൂർ, ബാബ്രു, ബൈറാത്ത്, ഗുജാര, റൂപ്നാഥ്, സാറുമാറു, എറാഗുണ്ടി, മാസ്കി, ഇങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് മൈനർ റോക്ക് എഡിക്റ്റ്. അത് അവിടെ ഇഡിക്റ്റുകൾ 1, 2, 3 മാത്രമേ കാണുള്ളൂ, 14 ഉണ്ടാവില്ല. മേജർ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ കാണ്ഡഹാർ ഉണ്ട്, അതുപോലെ ഖൽസി ഉണ്ട്, ഗിർനാർ ഉണ്ട്, സോപ്പാര, സന്നതി, ജൗഗാദ, ദൗളി, ഇങ്ങനെയുള്ളതൊക്കെയാണ് മേജർ റോക്ക് എഡിക്റ്റ്. നിങ്ങൾക്ക് തന്ന സ്റ്റേറ്റ്മെന്റിൽ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് വാസ് എന്തായിരുന്നു? ദൗളി റോക്ക് എഡിക്റ്റ് വെസ്റ്റ് ബംഗാൾ ആണെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് തെറ്റാണ്. ദൗളി വെസ്റ്റ് ബംഗാൾ അല്ല, ഇറ്റ് ഈസ് ഇൻ ഒഡീഷ. ഓക്കെ, ഇന്നത്തെ ഒഡീഷയുടെ ഭാഗമാണ് ദൗളി. അപ്പൊ വെസ്റ്റ് ബംഗാളിൽ അല്ല. ഓക്കെ, ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത്രയും ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്രോണോളജിക്കലി മൈനർ റോക്ക് എഡിക്ട്സ് വെയർ ഇറക്റ്റഡ് ആഫ്റ്റർ ദി മേജർ റോക്ക് എഡിക്റ്റ് എന്നാണ്, അല്ലെ? അല്ല, മേജർ ആണ് അവസാനം വരുന്നത്, മൈനർ ആണ് ആദ്യം വരുന്നത്. ഓക്കെ, മൈനർ റോക്ക് എഡിക്റ്റ് വെയർ ഇറക്റ്റഡ് ബിഫോർ ദി മേജർ റോക്ക് എഡിക്റ്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ആഫ്റ്റർ അല്ല, ബിഫോർ ആണ്. ഇനി ഫിറോസ് ഷാ തുഗ്ലക് ഷിഫ്റ്റഡ് ദി തോപ്ര പില്ലർ ടു ഡൽഹി. അശോകന് റോക്ക് എഡിക്റ്റുകൾ മാത്രമല്ല പില്ലർ എഡിക്റ്റുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതില് തോപ്ര, നമ്മുടെ ഇന്നത്തെ ഡൽഹി UP ബോർഡർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പില്ലറാണ് തോപ്ര പില്ലർ എന്ന് പറയുന്നത്. ആക്ച്വലി തോപ്ര പില്ലർ നമ്മുടെ UP ഭാഗത്ത് നിന്ന് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. തോപ്ര പില്ലർ മാത്രമല്ല, വേറൊരു പില്ലർ ഉണ്ട്, മീററ്റ് പില്ലർ എന്ന് പറയും. ഓക്കെ, മീററ്റ് പില്ലർ, ഇതും തുടക്ക കാലഘട്ടത്തിൽ മീററ്റിലായിരുന്നു. പിന്നീട് ഫിറോസ് ഷാ തുഗ്ലക് ആണ് മീററ്റിൽ നിന്ന് മാറ്റി അതിനെ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പൊ ചില ബുക്കുകൾ വായിക്കുന്ന സമയത്ത് ഡൽഹി തോപ്ര പില്ലർന്നോ ഡൽഹി മീററ്റ് പില്ലർന്നോ ഒക്കെയാണ് സാധാരണ പറയാറ്, കാരണം അത് ഷിഫ്റ്റഡ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്ത് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് വെസ്റ്റ് ബംഗാൾ, ഇറ്റ് ഇസ് ഒഡീഷ. ഓക്കെ, അപ്പോ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിനകത്ത് കറക്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇസ് only 1. 1ാമത്തെ 3ാമത്തെ തെറ്റാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. 43ാമത്തെ ചോദ്യമായിരുന്നു, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് രാജേന്ദ്ര ചോള. ഓക്കെ, രാജേന്ദ്ര ചോള എന്ന് പറയുന്ന ഇംപീരിയൽ ചോള രാജാവിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. Statements are: he built the Shiva temple at Tanjavur. He assumed the title of Gangaikonda Cholan. He maintained and expanded his control over Southeast Asian maritime trade routes. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, രാജേന്ദ്ര ചോള എന്ന് പറയുന്നത് ഇംപീരിയൽ ചോളന്മാരിൽ പെടുന്നതാണ്, അല്ലെ? ഇംപീരിയൽ ചോള രാജാക്കന്മാരുടെ 2ാമത്തെ ഫേസിൽ എമേർജ് ആയി വന്നിട്ടുള്ള ചോളാണ് രാജേന്ദ്ര ചോള. രാജേന്ദ്ര ചോളയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് രാജരാജ ചോള, അഥവാ പൊന്നിയൻ സെൽവനെന്നോ അരുൾമൊഴി വർമ്മൻ എന്നൊക്കെ നോർമലി പറയാറുള്ള രാജരാജ ചോളയ്ക്ക് ശേഷമാണ് രാജേന്ദ്ര ചോള വരുന്നത്. ശ്രദ്ധിക്കുക, ഈ തഞ്ചാവൂരിലെ ശിവ ടെമ്പിൾ, ഈ ചോളന്മാരെല്ലാവരും തന്നെ ഷൈവൈറ്റ്സ് ആയിരുന്നു മേജർലി. ഓക്കെ, ശിവഭക്തന്മാരായിരുന്നു. അപ്പം ഇവരുണ്ടാക്കുന്ന അമ്പലങ്ങളെല്ലാം തന്നെ ശിവ ടെമ്പിൾസ് ആണ്. അപ്പൊ തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന ശിവ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ബൃഹദേശ്വര ശിവക്ഷേത്രമാണ്. ബൃഹദേശ്വര ശിവ ടെമ്പിൾ ആണ്. ദിസ് ബൃഹദേശ്വര ശിവ ടെമ്പിൾ വാസ് ബിൽഡ് ബൈ രാജരാജ ചോള. ഓക്കെ, രാജരാജ ചോള നിർമ്മിച്ച ക്ഷേത്രമാണ് ബൃഹദേശ്വര ശിവ ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ. അത് രാജേന്ദ്ര ചോള അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഓക്കെ,
ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഹി അസ്യൂംഡ് ദി ടൈറ്റിൽ ഓഫ് ഗംഗൈകൊണ്ട ചോളം. അത് കറക്റ്റ് ആണ്. ഗംഗൈകൊണ്ട ചോളപുരം എന്നൊക്കെ പറയുന്ന ഒരു ക്യാപിറ്റൽ സിറ്റി രാജേന്ദ്ര ചോളൻ നിർമ്മിക്കുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1022 1022 AD കാലഘട്ടത്തിൽ നമ്മുടെ സൗത്തിൽ ഉണ്ടായിരുന്ന ചോള രാജ്യത്തുണ്ടായിരുന്ന ഗംഗൈകൊണ്ട ചോളൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജേന്ദ്ര ചോളൻ പുള്ളി കുറെ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് നമ്മുടെ ബംഗാൾ വരെ ചെല്ലുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി ഒക്കെയാണ്. അപ്പൊ അത്തരത്തിൽ രാജ്യങ്ങളെയൊക്കെ തോൽപ്പിച്ച് പുള്ളി ബംഗാൾ വരെ ചെല്ലുന്നു. അവിടെ അന്ന് ഭരിച്ചിരുന്ന മഹിപാല എന്ന് പറയുന്ന ഒരു പാല രാജാവ്, ഓക്കെ, അന്ന് ബംഗാൾ ഭാഗം ഭരിച്ചിരുന്ന പാല കിങ്ഡം, അതൊരു രാജാവാണ് മഹിപാല. പുള്ളി തോൽപ്പിക്കുന്നുണ്ട്. തോൽപ്പിച്ചിട്ട് ആ പ്രദേശങ്ങളെല്ലാം അതിന്റെ ഒരു അധീനം അല്ലെങ്കിൽ നമ്മുടെ രാജേന്ദ്ര ചോളയുടെ അണ്ടറിൽ കൊണ്ടുവരുന്നുണ്ട്. ഡയറക്ട്ലി എന്ന് ഞാൻ പറയുന്നില്ല, ഇൻഡയറക്ട്ലി രാജേന്ദ്ര ചോളയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പുള്ളി തിരിച്ചു വന്ന സമയത്ത്, തിരിച്ച് ചോള കിങ്ഡത്തിൽ വരുന്ന സമയത്ത് അവിടുത്തെ ഗംഗാ നദിയിൽ നിന്ന് വെള്ളവും കൂടി എടുത്തുകൊണ്ടാണ് പുള്ളി വന്നു എന്നാ പറയുന്നത്. ആ വെള്ളമാണ് ഈ ഗംഗൈകൊണ്ട ചോളപുരം എന്ന ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ആദ്യമായിട്ട് പുള്ളി ഒഴിക്കുന്നത്. അപ്പൊ ഗംഗൈകൊണ്ട ചോളപുരം അല്ലെങ്കിൽ ചോളൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹം നിർമ്മിച്ച ക്യാപിറ്റൽ തഞ്ചാവൂരിന്റെ അടുത്ത് തന്നെയാണ് നിർമ്മിച്ച ക്യാപിറ്റലാണ് ഗംഗൈകൊണ്ട ചോളപുരം. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹി മെയിൻറ്റെയിൻഡ് ആൻഡ് എക്സ്പാൻഡഡ് ഹിസ് കൺട്രോൾ ഓവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. നമ്മുടെ ഈ ഒരു ചോളമാരുടെ കാലഘട്ടത്തിൽ എസ്പെഷ്യലി രാജരാജ ചോളയുടെയും രാജേന്ദ്ര ചോളയുടെ കാലഘട്ടമൊക്കെ നോക്കുവാണെങ്കിൽ, ഇതിപ്പോ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ സദേൺ പെനിൻസുലർ ഭാഗമാണെങ്കിൽ ഇവിടെയുള്ള ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മലയി ഭാഗങ്ങളെല്ലാം പണ്ട് ചോളന്മാരുടെ അണ്ടറിലായിരുന്നു. ഇവർക്ക് ഇടയിലുള്ള നമ്മുടെ ബേ ഓഫ് ബംഗാളില്ലേ, ഇതിനെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് ചോള ലേക്ക് എന്നാണ്. ചോള ലേക്ക്. കാരണം അപ്പുറത്തും ചോള കിങ്ഡം, ഇപ്പുറത്തും ചോള കിങ്ഡം, ഇടയ്ക്കുള്ള പ്രദേശം ബേ ഓഫ് ബംഗാൾ ഭാഗത്ത് ചോള ലേക്ക് എന്നാണ് വിളിച്ചിരുന്നത്. അത്രമാത്രം നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസ് ഈ രാജേന്ദ്ര ചോളയ്ക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, 2, 3 ശരിയാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് only 2. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 44ാമത്തെ ചോദ്യമായിരുന്നു. വിത്ത് റെഫറൻസ് ടു വേദിക് പീരീഡ് which of the given options closely explains what ഗോമാത് was? ഗോമാത് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി നമ്മൾ വേദങ്ങളിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ വേദങ്ങളിൽ കാണുന്ന ഗോമാത് എന്ന് പറയുന്ന ടേം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് ആർ എ വെൽത്തി ഇൻഡിവിജ്വൽ, ഹെഡ് ഓഫ് എ ട്രൈബ്, heir to the throne, sacrificer of cows. Answer is a wealthy individual. നമ്മൾ ഈ വേദിക് കാലഘട്ടത്തിൽ ഒരുപാട് വാക്കുകൾ ഗ, ഗോ അല്ലെങ്കിൽ ദു എന്ന് പറഞ്ഞ ചില വാക്ക് അല്ലെങ്കിൽ ചില ലെറ്റേഴ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഗ, ഗോ, ദു ഇതെല്ലാം തന്നെ somehow it is related to cows അഥവാ cattle. ഓക്കെ, ഈ പറഞ്ഞ ഗ, ഗോ, ദു എന്ന് പറയുന്ന വാക്കുകളെല്ലാം തന്നെ വാക്കുകളിലാണ് മേജർ ആയിട്ടുള്ള വാക്കുകളും ആ കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വാക്കുകളെല്ലാം somehow it is related to cattle. കാരണം വേദിക് കാലഘട്ടത്തിലെ പ്രൈമറി ഓക്കുപ്പേഷൻ, എസ്പെഷ്യലി ഋഗ്വേദിക് കാലഘട്ടത്തിലെ പ്രൈമറി ഓക്കുപ്പേഷൻ വാസ് കാറ്റിൽ റെയറിംഗ്. നമ്മൾ ഗാവ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഗാവ് ഗ്രാമം അല്ലെ, ഗാവ് ഓക്കെ ഗ്രാമം. അതുപോലെ ഗായ്, ഗായ് എന്ന് വെച്ചാൽ പശു അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഗോമാത്, ഗോമാത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ്. വേദിക് കാലഘട്ടത്തിൽ കാറ്റിലിന് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ കൗസ് അഥവാ കാറ്റിൽസ് കയ്യിൽ വെക്കുന്ന വ്യക്തിയാണ് വെൽത്തിയസ്റ്റ് പേഴ്സൺ. സോ അങ്ങനെ ഏറ്റവും കൂടുതൽ കാറ്റിൽസ് കൈവശമുള്ള ഏറ്റവും വെൽത്തി ആയിട്ടുള്ള വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഗോമാത്. അങ്ങനെ ടേം ആണ് ഗോമാത്. അതുപോലെ ഇതുപോലെ വേറെ വാക്കുകളുണ്ട്. ഗവിഷ്ടി, ഗവിഷ്ടി, ഗവേഷ്ണ ഇതെല്ലാം വേദിക് കാലഘട്ടത്തിൽ ഈ കാറ്റിൽസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാക്കുകളാണ്. ദുഹിത്രി, ദൂത്ത് ഓക്കെ ഇതെല്ലാം ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാം. പിന്നെ ഇതിനകത്ത് ഹെയർ ടു ദ ത്രോണും സാക്രിഫൈസർ ഓഫ് കൗസിനും പ്രത്യേകം നമ്മൾ എടുത്ത് പേരുകളൊന്നും പറയുന്നില്ല. ഈ ഹെഡ് ഓഫ് ദി ട്രൈബ് എന്ന് പറയുന്നത് അന്ന് രാജൻ എന്നാണ് കേട്ടോ. നമ്മളിന്ന് രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ രാജനെയാണ് ഹെഡ് ഓഫ് എ ട്രൈബ് എന്ന് പറയുന്നത്. കാരണം ഒരു ട്രൈബ് എന്ന് വെച്ചാൽ വേദിക് പീരീഡിൽ ട്രൈബ് എന്ന് വെച്ചാൽ ജനയാണ്. ഓക്കെ, ജന മീൻസ് ട്രൈബ്. സോ ജനയെ കൺട്രോൾ ചെയ്യുന്ന ഹെഡ് രാജന അല്ലെങ്കിൽ രാജൻ. രാജനാണ് ഹെഡ് ഓഫ് ദി ട്രൈബ്. ഓക്കെ,
ശ്രദ്ധിക്കുക, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 45ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സൺ ടെമ്പിൾസ്. നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സൺ ടെമ്പിൾസ്, മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, സൺ ടെമ്പിൾസും അതിന്റെ സ്റ്റേറ്റും. മൊധേറ ഗുജറാത്ത്, കൊണാർക്ക് ഒഡീഷ, ദക്ഷിണ അർക്ക തെലങ്കാന, മാർത്താണ്ഡ് ജമ്മു കാശ്മീർ. ഓക്കെ, കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്ന എത്ര പെയേഴ്സ് ഇതിനകത്ത് ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കുക, മൊധേറ സൺ ടെമ്പിൾ അത് ഗുജറാത്തിൽ തന്നെയാണ്. ഓക്കെ, മൊധേറ സൺ ടെമ്പിൾ എന്ന് പറയുന്നത് സോലങ്കി രാജാക്കന്മാര് ഗുജറാത്തിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. സോ ഇറ്റ് ഇസ് ഇൻ ഗുജറാത്ത്, കറക്റ്റ് ആണ്. കൊണാർക്ക് സൺ ടെമ്പിൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇറ്റ് ഇസ് ഇൻ ഒഡീഷ, ഒഡീഷ തന്നെയാണ്. മാർത്താണ്ഡ് സൺ ടെമ്പിൾ ഇസ് ഇൻ കാശ്മീർ. ഓക്കെ, മാർത്താണ്ഡ് സൺ ടെമ്പിൾ ഇസ് ഇൻ കാശ്മീർ, അത് കറക്റ്റ് ആണ്. പക്ഷെ ദക്ഷിണ അർക്ക എന്ന് പറയുന്ന ക്ഷേത്രം, ഓക്കെ, അത് സൺ ടെമ്പിൾ തന്നെയാണ്, പക്ഷെ അത് തെലങ്കാനയിലല്ല, പകരം ബീഹാറിലാണ്. ഓക്കെ, ഇറ്റ് ഇസ് ഇൻ ബീഹാർ സ്റ്റേറ്റ്, ബീഹാറിലെ ഗയ എന്ന് പറയുന്ന ഭാഗത്ത്, ഗയ എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിലായിട്ടാണ് ദക്ഷിണ അർക്ക സൺ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ സൺ ടെമ്പിൾ പല പ്രാവശ്യം UPSC പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ലൊക്കേഷൻ ഉൾപ്പെടെ പല പ്രാവശ്യം PYQs ആയിട്ടൊക്കെ കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കുക. ഓക്കെ, സോ ഇതിനകത്ത് 1, 2 and 4 മൂന്നെണ്ണം ശരിയാണ് അല്ലേ, ദക്ഷിണ അർക്ക മാത്രമാണ് തെറ്റ്. ഇതുപോലെ വേറെയും കുറച്ച് സൺ ടെമ്പിൾസ് ഉണ്ട്, ആ പേരുകളും സ്റ്റേറ്റുകളും നിങ്ങൾക്ക് ഒന്ന് നോക്കി വെക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് കുഡ് ബി ബെറ്റർ. ഓക്കെ, മൊധേറ നമ്മൾ ഡിസ്കസ് ചെയ്തു, കൊണാർക്ക് സൺ ടെമ്പിൾ ഒഡീഷ ഡിസ്കസ് ചെയ്തു, മാർത്താണ്ഡ് സൺ ടെമ്പിൾ കാശ്മീരിൽ ഡിസ്കസ് ചെയ്തു, കതർമാൾ സൺ ടെമ്പിൾ ഇസ് ഇൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, കതർമാൾ സൺ ടെമ്പിൾ. പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ദക്ഷിണ അർക്ക ടെമ്പിൾ, ഇറ്റ് ഇസ് ഇൻ ബീഹാർ. ഓക്കെ, ബ്രാഹ്മണ്യ ടെമ്പിൾ അത് മധ്യപ്രദേശിലാണ്. സൂര്യപ്രഹാർ ടെമ്പിൾ ഇറ്റ് ഇസ് ഇൻ ആസാം. സൂര്യനാർ കോവിൽ ടെമ്പിൾ, സാധാരണ നമ്മുടെ സൗത്തിലൊക്കെ നിൽക്കുന്നവർക്ക് കണ്ട് അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് സൂര്യനാർ കോവിൽ, കുംഭകോണം തമിഴ്നാട്. സൂര്യനാരായണ ടെമ്പിൾ ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇപ്പൊ മേജർ ആയിട്ടുള്ള സൺ ടെമ്പിൾസിന്റെ പേരും അതിന്റെ സ്റ്റേറ്റുകളും ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, പണ്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്, സോ അതുകൊണ്ട് നോക്കിയിരിക്കാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പീട്രാഡൂറ ഇസ് എ ടെക്നിക് കോമൺ ടു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ wherein precious stone decorations are inlaid into walls. Arabesque technique അല്ലെങ്കിൽ Arabesque style relates to a design on monuments modeled on patterns that resemble an extension of parts of a plant. Jali works were introduced in India by the Chalukyas. Construction of Qutub Minar was completed by Qutbuddin Aibak. How many of the above statements are correct എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കണ്ടു പരിചയമുള്ള പീട്രാഡൂറ വിട്ടേക്കുക, അറാബെസ്ക് ടെക്നിക് വിട്ടേക്കുക, ജാലി വർക്ക്സ് വിട്ടേക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ആർട്ട് ആൻഡ് കൾച്ചർ കുറച്ച് ബേസിക്സ് എങ്കിലും പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും. കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് കുത്തബുദ്ദീൻ ഐബക്ക് തന്നെയാണ്. ഓക്കെ, ഐബക്ക് ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി. ഒരു സൂഫി സെയിന്റ് ആണ് കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ഡിസൈപ്പിൾ ആയിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. അങ്ങനെ കുത്തബുദ്ദീൻ ഐബക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർമ്മാണം ആരംഭിച്ച ഒരു മോണുമെന്റ് ആയിരുന്നു കുത്തബ് മിനാർ. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് ഇൽത്തുമിഷാണ്. ഓക്കെ, ഇൽത്തുമിഷാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ഐബക്കിന്റെ സക്സസർ ആയിട്ട് പറയുന്ന മരുമകനായിട്ട് വന്ന ഇൽത്തുമിഷാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഇൽത്തുമിഷ് നിർമ്മിച്ച സമയത്ത് അതിന് 4 സ്റ്റോറീസ് ആയിരുന്നു. 4 നിലയായിരുന്നു ഇൽത്തുമിഷിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഒരു മിഡിൽ ഡൽഹി സൽത്താനത്ത് പീരീഡ് ഒക്കെ വന്നപ്പോൾ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യുകയും ഇതിൽ 4ാമത്തെ നില കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ, ഒരു മിഡിൽ ഡൽഹി സൽത്താനത്ത് പീരീഡ് ഒക്കെ ആയപ്പോൾ 4ാമത്തെ നില ലൈറ്റ്നിങ് വന്ന് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തു. പിന്നീട് ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്ന ഡൽഹി സൽത്താൻ പുള്ളി വന്നിട്ട് 4ാമത്തെ നില റിപ്പയർ ചെയ്തു, റിവാമ്പ് ചെയ്തു. കൂടാതെ 5ാമതൊരു സ്റ്റോറി കൂടി അവിടെ ആഡ് ചെയ്തു. ഇപ്പൊ നമുക്ക് കുത്തബ് മിനാറിനകത്ത് 5 സ്റ്റോറീസ് ഉണ്ട്. അത് ആക്ച്വലി ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
Okay, it was not completed by Qutbuddin Aibak. Started by Qutbuddin Aibak, what was completed by Iltutmish. Okay. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന 3 ടെക്നിക്സ് ആണ് പീട്രാഡൂറ, അറാബെസ്ക് ആൻഡ് ജാലി വർക്ക്സ്. ശ്രദ്ധിക്കുക, ഇതാണ് പീട്രാഡൂറ ടെക്നിക്. ഓക്കെ, പീട്രാഡൂറ ടെക്നിക് ആണ് ഈ കാണുന്ന ഫിഗറിലുള്ളത്. ഓക്കെ, കുറെ സ്റ്റോൺസ് വെച്ചിട്ട് ഡിസൈൻസ് ഒക്കെ ഉള്ള പാറ്റേണുകൾ വെച്ചിട്ട് ഡിസൈൻസ് വരച്ച് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ് പീട്രാഡൂറ ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ മാർബിൾ സ്റ്റോൺസ് ആയിരിക്കാം, എന്തായാലും ഒരു സ്റ്റോൺ സ്ട്രക്ചറിന്റെ മേലിൽ ഡിസൈൻ പാറ്റേൺസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് പീട്രാഡൂറ ടെക്നിക് എന്ന് പറയുന്നത്. താജ്മഹലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇതാണ് അറാബെസ്ക് ടെക്നിക്. ഓക്കെ, അറാബെസ്ക് ടെക്നിക് എന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, കുറെ ലീഫ് പ്ലാന്റിന്റെ പല പല ബ്രാഞ്ചസ് ഇങ്ങനെ പോയി അതിൽ കൂടെ ലീവ്സ് വന്ന് വീണ്ടും ബ്രാഞ്ചായിട്ട് തിരിഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു സ്ട്രക്ചറാണ് ഈ അറാബെസ്ക് ടെക്നിക് എന്ന് പറയുന്നത്. ഈ 2 ഫീച്ചറും നമുക്ക് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഭാഗങ്ങളായിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ് ആണ് പീട്രാഡൂറ ടെക്നിക്കും അറാബെസ്ക് ടെക്നിക്കും. ഓക്കെ, ഇനി വരുന്നതാണ് മൂന്നാമത്താണ് ജാലി വർക്ക്സ്. ഓക്കെ, ജാലി വർക്ക്സ് വേറൊന്നുമല്ല, ജനാലകൾ പോലെ ചെറിയ ലൈറ്റുകൾ എൻ്റർ ചെയ്യാൻ സാധിക്കുന്ന പെർഫോറേറ്റഡ് ആയിട്ടുള്ള വിൻഡോസ്, അതാണ് ജാലി വർക്ക്സ്. ഇതും നോർമലി നമുക്ക് ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്ന ഫീച്ചറാണ്. അപ്പൊ നോക്കാം, പീട്രാഡൂറ, അറാബെസ്ക്, ജാലി ഇതെല്ലാം ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം, പീട്രാഡൂറ is a technique common to Indo-Islamic architecture wherein precious stone decorations are laid into walls. Correct അല്ലേ? Yes. Arabesque technique relate to a design on monuments modeled on patterns that resemble an extension of parts of a plant. Plantന്റെ branches ആയിട്ടൊക്കെ അല്ലേ? അപ്പം അതും എന്താണ്? കറക്റ്റ് ആണ്. Jali works were introduced in India by the Chalukyas. അല്ല, Jali works is a example for Indo-Islamic architecture element. അല്ലേ? It is an element of Indo-Islamic architecture. Chalukyas അല്ല. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ എത്ര കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? 2 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. only 2. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് 46ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which of the following statement about Gupta period is incorrect? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുപ്ത പീരീഡുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹരിസേന വാസ് ദി കോർട്ട് പോയറ്റ് ഓഫ് സ്കന്ദഗുപ്ത. സ്കന്ദഗുപ്ത repulsed the Huna invasion and restored Gupta power after a phase of decline. Kumaramatyas were important officials under Guptas. Ujjain was the second capital of Guptas. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഹരിസേന. ഈ പേര് നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാവാം. ഹരിസേന വാസ് എ കോർട്ട് പോയറ്റ് ഓഫ് വിക്രമാദിത്യ. ഓക്കെ, ഹി വാസ് എ കോർട്ട് പോയറ്റ് ഓഫ് വിക്രമാദിത്യ ആസ് വെൽ ആസ് സമുദ്രഗുപ്ത. സമുദ്രഗുപ്തയുടെ കാലഘട്ടത്തിലും വിക്രമാദിത്യ അഥവാ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലഘട്ടത്തിലും അവിടുത്തെ കോർട്ടിലെ വലിയൊരു മേജർ ആയിട്ടുള്ള പോയറ്റും കൂടാതെ വേറെ കുറെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ്, സന്ധി വിഗ്രഹാക്ക് എന്നൊക്കെ പറയുന്ന ചില പോസ്റ്റുകൾ കൈകാര്യം ചെയ്തിരുന്ന പേഴ്സണാലിറ്റിയാണ് ഹരിസേന. ഓക്കെ, സമുദ്രഗുപ്തയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് വഹിച്ചിരുന്നത്. മഹാസന്ധി വിഗ്രഹാക്ക് എന്നൊക്കെ പറഞ്ഞ ഈ വാർ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു ഓഫീസർ, യുദ്ധത്തിന് മുമ്പും ശേഷമൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഓഫീസറാണ് മഹാസന്ധി വിഗ്രഹാക്ക്. അപ്പോൾ ആ പോസ്റ്റ് ആയിരുന്നു സമുദ്രഗുപ്തയുടെ കാലഘട്ടത്തിൽ ഹരിസേന വഹിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അഥവാ പ്രയാഗ് പ്രശസ്തി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സമുദ്രഗുപ്തയുടെ കാലഘട്ടത്തിലെ അദ്ദേഹം നടത്തിയിട്ടുള്ള 100 യുദ്ധങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. സോ അത് എഴുതിയിരിക്കുന്നത് ഹരിസേനയാണ്. സംസ്കൃത ഭാഷയിൽ ഒരു കാവ്യ സ്റ്റൈലിൽ ഈ ഹരിസേന എഴുതിയ ഇൻസ്ക്രിപ്ഷൻ ആണ് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അഥവാ പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിക്രമാദിത്യന്റെ കാലഘട്ടത്തിൽ നവരത്നാസിലെ ഒരാൾ കൂടിയാണ്. ഓക്കെ, വിക്രമാദിത്യ നവരത്നാസ് എന്ന് പറഞ്ഞ 9 പേരുണ്ട്. ആ 9 പേരിൽ ഒരാൾ കൂടിയായിരുന്നു ഹരിസേന. ഓക്കെ, അപ്പൊ സ്കന്ദഗുപ്തയ്ക്ക് അതിനൊക്കെ ശേഷം വന്നവരാണ്. അപ്പോ എന്തല്ല, ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എന്നാലും ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് വായിച്ചു നോക്കാം.
Skandagupta repulsed the Huna invasion and restored Gupta power. ശരിയാണ്. ഈ ഹുനാസ് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയുടെ അകത്തേക്ക് അധികം കടന്നിട്ടില്ല, പക്ഷെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗം വരെയൊക്കെ വന്നിട്ടുള്ള ഒരു ബാർബേറിയൻ റേസ് ആണ്, ഒരു ബാർബേറിയസ് ആയിട്ടുള്ള ഒരു റേസ് ആണ് ഹുനാസ് എന്ന് പറയുന്നത്. ഹുൻസ് അഥവാ ഹുനാസ് എന്ന് പറയും. അപ്പൊ ഇവരുടെ ഇൻവേഷൻസ് ഗുപ്തന്മാരുടെ അവസാന കാലഘട്ടങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഈ ഇതിനു ശേഷം വന്ന നമ്മുടെ വിക്രമാദിത്യനൊക്കെ ശേഷമായിട്ടുള്ള കുമാരഗുപ്തനും അതുപോലെ തന്നെ സ്കന്ദഗുപ്തയൊക്കെ ഇവരുടെ ഇൻവേഷൻസ് ഒക്കെ മാക്സിമം റിപ്പല് ചെയ്തു എന്നാ പറയുന്നത്. പക്ഷെ സ്കന്ദഗുപ്തയ്ക്ക് ശേഷം വന്ന രാജാക്കന്മാർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഗുപ്ത എംപയറിന്റെ ഡിക്ലൈൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാ പറയുന്നത്. പക്ഷെ സ്കന്ദഗുപ്ത മാക്സിമം ഇവരെ റിപ്പൽ ചെയ്ത് നിർത്തുന്നുണ്ട്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഓക്കെ. പിന്നെ വരുന്നത് കുമാരമത്യാസ് എന്ന് പറഞ്ഞൊരു ഒഫീഷ്യൽസിനെ കുറിച്ചാണ്. കുമാരൻ എന്ന് പറഞ്ഞാൽ പ്രിൻസ് എന്ന അർത്ഥം അല്ലെ, രാജകുമാരൻ എന്നൊക്കെ പറയത്തില്ല. അമത്യ എന്ന് പറഞ്ഞാല് ഓഫീസർ അഥവാ മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ കുമാരമത്യാസ് എന്ന് പറഞ്ഞാൽ പ്രിൻസസിനെ അല്ലെങ്കിൽ രാജകുമാരന്മാരെ സഹായിക്കാനായിട്ടുള്ള അവരെ അസിസ്റ്റ് ചെയ്തിരുന്ന ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എന്നാ പറയുന്നത്. അത് നമ്മുടെ ഗുപ്ത കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് തന്നെ എമേർജ് ആയി വരുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ്. അമത്യാസ് പോസ്റ്റ് പണ്ടേ ഉണ്ട്, മൗര്യന്മാരുടെ കാലഘട്ടത്തിലുണ്ട്. കുമാരമത്യാസ് എന്ന പോസ്റ്റ് വരുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ്. നോക്കുക, അതും കറക്റ്റ് ആണ്. ആൻഡ് ഉജ്ജയിൻ വാസ് ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് ഗുപ്താസ്, അതും കറക്റ്റ് ആണ്. വിക്രമാദിത്യന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഉജ്ജയിനിയിലെ വിക്രമാദിത്യൻ എന്നാ പറയുന്നത് അല്ലെ. ഉജ്ജയിൻ മധ്യപ്രദേശിലെ ഉജ്ജയിൻ ഭാഗം. ഇറ്റ് വാസ് ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് ഗുപ്താസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് വിക്രമാദിത്യ. ഓക്കെ. വിക്രമാദിത്യൻ ഈ ഉജ്ജയിൻ ഭാഗമൊക്കെ പിടിച്ചെടുക്കുന്നത് ഷകാസിന്റെ കയ്യിൽ നിന്നാണ്. ഷകാസ് എന്ന് പറയുന്ന ഒരു ഫോറിൻ ലീനേജിൽ പെടുന്ന ഒരു കിങ്ഡം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ഷകാസ്. ആ ഷകാസിനെ തോൽപ്പിച്ചിട്ട് രുദ്രസേന എന്ന് പറയുന്ന രാജാവിനെ തോൽപ്പിച്ചിട്ട് വിക്രമാദിത്യൻ ഉജ്ജയിൻ പിടിച്ചെടുത്തു. ആൻഡ് ലേറ്റർ സ്റ്റേജിൽ ദാറ്റ് ബിക്കേം ദ ക്യാപിറ്റൽ ഓഫ് ഗുപ്താസ്, സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് ഗുപ്താസ്. ഓക്കെ. അപ്പൊ എ ആണ്, ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 48ാമത്തെ ചോദ്യം. വിത്ത് റെഫറൻസ് ടു സംഗം പീരീഡ് വാട്ട് വേർ ദി മൂവേന്ദർ? മൂവേന്ദർ. ഓക്കെ. സി വേണ്ടർ എന്ന് പറഞ്ഞാൽ കിങ് എന്ന അർത്ഥം. ഓക്കെ. സംഘം കാലഘട്ടത്തിൽ വേണ്ടർ എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന അർത്ഥം. ഓക്കെ. ഈ വേണ്ടറിൽ തന്നെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രാജാവുണ്ട്. വലിയ രാജാവുണ്ട്, ചെറിയ രാജാവുണ്ട്. അപ്പൊ വേണ്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള വലിയ രാജാവ് എന്നർത്ഥം. അപ്പൊ മൂവേന്ദർ എന്ന് പറഞ്ഞാൽ മൂന്ന് രാജാവ് അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങൾ എന്നാ പറയുന്നത്. ഓക്കെ. സോ ഈ വേണ്ടർ അഥവാ മൂവേന്ദർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ 3 മേജർ കിങ്ഡംസ്. സംഘം കാലഘട്ടത്തിലുള്ള 3 രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ചേര, ചോള, പാണ്ഡ്യ അല്ലെ. ഈ 3 രാജ്യങ്ങളെയാണ് മൂവേന്ദർ എന്ന പേരിൽ പറയുന്നത്. ചേരന്മാരുടെ ക്യാപിറ്റൽ വാസ് വഞ്ചി, വഞ്ചിനാടെന്നൊക്കെ പറയാറില്ലേ, വഞ്ചി. ചോളന്മാരുടെ ക്യാപിറ്റൽ ആദ്യം ഉറയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു, ഉറയൂർ. പിന്നീട് ഇറ്റ് വാസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് പുഹർ, കാവേരി പട്ടണം അഥവാ പുഹർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് പാണ്ഡ്യാസിന്റെ ക്യാപിറ്റൽ വാസ് മധുരൈ. ഓക്കെ. നമ്മൾ ഈ സംഘം കാലഘട്ടം എന്ന് പറയാറില്ല. സംഘം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ അസംബ്ലി ഓഫ് പോയറ്റ്സ്. അപ്പൊ ഈ പോയറ്റുകളെല്ലാം കൂടിയതും ശരിക്കും ഈ സംഘം എന്ന് പറഞ്ഞാൽ 3 സംഘംസ് ആണ്, 3 അസംബ്ലികൾ കൂടിയിട്ടുണ്ട്. ഈ 3 സംഘംസും പാട്രണൈസ് ചെയ്ത് പാണ്ഡ്യന്മാരാണ്. ഈ 3 സംഘംസും നടക്കുന്നതും മധുരയ്ക്ക് ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പൊ സംഘം കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ 3rd സെഞ്ചുറി BC മുതൽ 3rd സെഞ്ചുറി AD വരെയുള്ള കാലഘട്ടമാണ് സംഘം പീരീഡ്. ആ കാലഘട്ടങ്ങളാണ് ഈ പറയുന്ന 3 രാജ്യങ്ങൾ നമ്മുടെ സദേൺ ടിപ്പിൽ ഉണ്ടായിരുന്നത്. അത് നോക്കുക. 3rd സെഞ്ചുറി BC മുതൽ 3rd സെഞ്ചുറി AD എന്ന് പറയുമ്പോൾ നോർത്തിലേക്ക് ഒരുപാട് രാജ്യങ്ങൾ വന്നും പോയിരിക്കുന്ന കാലഘട്ടം. ഇവൻ അശോകൻ വാസ് എ കണ്ടംപററി ഓഫ് സംഘം. ഓക്കെ. സംഘം പീരീഡിന്റെ കണ്ടംപററി ആയിരുന്നു. അശോകന്റെ ഇൻസ്ക്രിപ്ഷനിൽ റോക്ക് ഇഡിക്റ്റിൽ, 2ാമത്തെ റോക്ക് ഇഡിക്റ്റിലൊക്കെ പറയുന്നുണ്ട് ഈ കേരള പുത്രാസ്, ചോളാസ് എന്ന് പറയുന്ന രാജ്യങ്ങളെ കുറിച്ച്. ഓക്കെ. കേരള പുത്രാസ് എന്ന് വെച്ചാൽ ചേരന്മാരെ പറയുന്ന പേരാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് ഫാക്ട്സ് ഉണ്ട്, ഓർത്തിരിക്കാം. 3 മേജർ കിങ്ഡംസ് അവയാണ് മൂവേന്ദർ എന്ന് വിളിച്ചിരുന്നത്, ചേര, ചോള, പാണ്ഡ്യാസ്. ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഹു among the following founded the നവഭിധാൻ or നവോഭിധാൻ? ഓക്കെ. നവോഭിധാൻ എന്നോ നവോഭിധാൻ എന്നോ പറയുന്ന
ഒരു ഓർഗനൈസേഷൻ. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ ദി ലേറ്റ് 19th century ബൈ ഹൂം? ആരാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദ്യം. ആൻസർ ഇസ് കേശബ് ചന്ദ്ര സെൻ. നോക്കുക, നവോബിധാൻ അഥവാ നവോബിധാൻ എന്നോ ന്യൂ ഡിസ്പെൻസേഷൻ എന്നോ പല പേരുകളിലും ഈ ഓർഗനൈസേഷൻ അറിയപ്പെടും. ന്യൂ ഡിസ്പെൻസേഷൻ was founded in 1881 by കേശബ് ചന്ദ്ര സെൻ. ഈ കേശബ് ചന്ദ്ര സെൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോഡിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ്. കേശബ് ചന്ദ്ര സെൻ, ദേവേന്ദ്രനാഥ് ടാഗോർ ഇവരെല്ലാം ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രഹ്മസമാജിൽ ഒരുപാട് ഡിവിഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ബ്രഹ്മസമാജിൽ തന്നെ ഒരുപാട് ഷിസംസ്, ഒരുപാട് ഡിവിഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 1870-കൾക്ക് ശേഷം ഒരു ഡിവിഷൻ ഉണ്ടായി ബ്രഹ്മസമാജ്. ഇറ്റ് വാസ് ബിറ്റ്വീൻ കേശബ് ചന്ദ്ര സെൻ ആൻഡ് ആനന്ദ മോഹൻ ബോസ്. ഓക്കെ, രണ്ടുപേർ തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. പ്രശ്നം വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേശബ് ചന്ദ്ര ഭയങ്കര റാഡിക്കൽ ആയിട്ടുള്ള, ഭയങ്കര റാഷണൽ ആയിട്ടൊരു വ്യക്തിയായിരുന്നു കേശബ് ചന്ദ്ര സെൻ. ഭയങ്കര സംസാരമൊക്കെ ഭയങ്കര റാഷണൽ ആയിട്ടും ഭയങ്കര റാഡിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇതേ പുള്ളിക്കാരൻ തന്നെ സ്വന്തം മകളെ, പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകളെ കൂച്ച് ബിഹാറിലെ ഒരു രാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അത് ചൈൽഡ് മാരേജ് നടത്തി, ഇതേ റാഡിക്കൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി. സോ അതിൽ നിന്നും എതിർത്തുകൊണ്ട് ഈ പുള്ളിക്കാരന്റെ കൂടെ നിന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ, അതാണ് ഒന്ന് ആനന്ദമോഹൻ ബോസ് എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ, നമ്മുടെ കേശബ് ചന്ദ്രസിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരൊക്കെ ആയിരുന്നു ബ്രഹ്മസമാജ്. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പോൾ കേശബ് ചന്ദ്ര സെന്നെ തള്ളി പറയുകയും ഈ ആനന്ദമോഹൻ ബോസ് തുടങ്ങിയ ആൾക്കാരെല്ലാം സെപ്പറേറ്റ് വേറൊരു ബ്രഹ്മസമാജ് അവിടെ ഫൗണ്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോ ബാക്കി വന്നു കേശബ് ചന്ദ്രന്റെ കൂടെ ഉണ്ടെന്ന് വേറെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് അവർ സ്റ്റാർട്ട് ചെയ്ത അസോസിയേഷനാണ് നവോബിധാൻ എന്ന് പറയുന്നത്. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്പ്ലിറ്റ് ആയതിനു ശേഷം കേശബ് ചന്ദ്ര സെന്നും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് അസോസിയേറ്റ്സും രൂപീകരിച്ച ബോഡിയാണ് നവോബിധാൻ അഥവാ നവോബിധാൻ ന്യൂ ഡിസ്പെൻസേഷൻ എന്നൊക്കെ പറയും. 1881 നോട്ട് ചെയ്ത് വയ്ക്കുക. അൻപതാമത്തെ ചോദ്യമായിരുന്നു നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ള 50th ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ദ ട്രീറ്റി ഓഫ് എയ്ല ഷാപ്പലെ ended the Third Carnatic War in 1763. Chanda Sahib was made the Nizam of Hyderabad with the support of the French. Northern Sircas were handed over to the French following the Second Carnatic War. The Battle of Kolachal was an important battle during the Carnatic Wars. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ട്രീറ്റി ഓഫ് എയ്ല ഷാപ്പലെ ended the Third Carnatic War in 1763. തെറ്റാണ്. ട്രീറ്റി ഓഫ് എയ്ല ഷാപ്പലെ വാസ് ദി എൻഡിങ് ട്രീറ്റി ഓഫ് ഫസ്റ്റ് കർണാട്ടിക് വാർ. ഓക്കെ, ആദ്യത്തെ കർണാട്ടിക് വാറിന്റെ എൻഡിങ് ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് എയ്ല ഷാപ്പലെ, വിച്ച് വാസ് സൈൻഡ് ഇൻ 1748. 1748 സൈൻ ചെയ്ത ട്രീറ്റി ആയിരുന്നു ട്രീറ്റി ഓഫ് എയ്ല ഷാപ്പലെ, വിച്ച് വാസ് ദി എൻഡിങ് ട്രീറ്റി ഓഫ് ഫസ്റ്റ് കർണാട്ടിക് വാർ. തേർഡ് കർണാട്ടിക് വാർ വിച്ച് ഗോട്ട് എൻഡഡ് ഇൻ 1763, അത് എൻഡ് ചെയ്ത ട്രീറ്റി ഇസ് ട്രീറ്റി ഓഫ് പാരീസ്. ട്രീറ്റി ഓഫ് പാരീസ് 1763. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കർണാട്ടിക് വാർ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, ബ്രിട്ടീഷ് ഫ്രഞ്ച് റൈവൽറിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള യുദ്ധമാണ്. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് കർണാട്ടിക് വാർ. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, പല കാരണങ്ങളുണ്ട്, ഓരോന്നിനും പല പല റീസൺസ് നമ്മൾ പറയുന്നുണ്ട്. And the second statement is Chanda Sahib was made the Nizam of Hyderabad with the support of the French. ശ്രദ്ധിക്കുക, ചന്ദ സാഹിബ്, ചന്ദ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ചന്ദ സാഹിബ് എന്നോ ചന്ദ സാഹിബ് എന്ന് പറയും. പുള്ളിക്കാരൻ ഈ സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ ഭാഗമാകുന്നുണ്ട്. സെക്കൻഡ് കർണാട്ടിക് വാർ ശരിക്കും നടക്കുന്നത് ഹൈദരാബാദും എന്ന് പറഞ്ഞ രാജ്യത്തിലും കർണാട്ടിക് എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളിൽ. ഓക്കെ, കർണാട്ടിക് കിങ്ഡം ഉണ്ട്, ഹൈദരാബാദ് കിങ്ഡം ഉണ്ട്. ഈ രണ്ട് ഭാഗങ്ങളിലും നടന്നിട്ടുള്ള വാർ ഓഫ് സക്സഷൻ, സക്സഷൻ വാർ ആണ് രണ്ടാമത്തെ കർണാട്ടിക് യുദ്ധങ്ങൾക്ക് കാരണമാകും. ഇതില് ഹൈദരാബാദിലാണെങ്കിൽ നിലവിലെ നിസാം, ഓക്കെ, നിലവിലെ നിസാമും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡില് മുസാഫർ ജംഗ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, നിസാം എന്ന് പറഞ്ഞാൽ നാസിർ ജംഗ്, പുള്ളിയുടെ പേര് നാസിർ ജംഗ് എന്നാണ്. നാസിർ ജംഗ്.
അപ്പോൾ ഹൈദരാബാദിൽ നിസാമായിട്ടുള്ള നാസിർ ജംഗിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള മുസാഫർ ജംഗും തമ്മിലുള്ള പ്രശ്നം നടക്കുന്നു. കർണാട്ടിക്കിലാണെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള നവാബ് അൻവറുദ്ദീനും തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ചന്ദാ സാഹിബ്, ഇവർ തമ്മിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കുവാണ്. ഓക്കെ, ചന്ദാ സാഹിബ് ബിലോങ്സ് ടു കർണാട്ടിക് റീജിയൻ ആൻഡ് മുസാഫർ ജംഗ് ബിലോങ്സ് ടു ഹൈദരാബാദ്. റിലേറ്റീവ്സ് ഒക്കെ തന്നെയാണ്, പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റിലാണ്. ഇതിൽ നിലവിലെ രാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്നു. അതായത് നിലവിലെ രാജാക്കന്മാർ എന്ന് വെച്ചാൽ നാസിർ ജംഗും ഇവിടെ കർണാട്ടിക് റീജിയൻ ആണെങ്കിൽ അൻവറുദ്ദീൻ, ഇവരെ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്നു. ആൻഡ് അവർക്ക് റൈവൽസ് ആയിട്ട് നിന്നിട്ടുള്ള ചന്ദാ സാഹിബിനെയും മുസാഫർ ജംഗിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫ്രഞ്ചുകാർ വന്നു. അങ്ങനെ ദിസ് വാർ ബിക്കെയിം എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ, അല്ലെങ്കിൽ റൈവൽറി ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച്. അങ്ങനെയാണ് സെക്കൻഡ് കർണാട്ടിക് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ചന്ദാ സാഹിബ് ഈ പറഞ്ഞ കർണാട്ടിക് വാറിൽ ചന്ദാ സാഹിബിനെ ഹൈദരാബാദിലെ രാജാവായിട്ടല്ല നിയമിക്കപ്പെട്ടത്. യുദ്ധത്തിന്റെ തുടക്കത്തിലെല്ലാം സെക്കൻഡ് കർണാട്ടിക് വാർ തുടക്കത്തിൽ ഫ്രഞ്ചുകാർക്ക് ജയമുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും ചന്ദാ സാഹിബിനെ പിടിച്ച് കർണാട്ടിക്കിന്റെ രാജാവാക്കി നിയമിച്ചു. കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഫ്രഞ്ചുകാർ ജയിച്ചപ്പോ, ഇനിഷ്യൽ ഫേസിൽ ഫ്രഞ്ചുകാർ ജയിച്ചപ്പോ ഈ ചന്ദാ സാഹിബിനെ പിടിച്ച് രാജ്യത്തിന്റെ അധികാരം നൽകി. ഏത് രാജ്യത്തിന്റെ? കർണാട്ടിക് രാജ്യത്തിന്റെ. പക്ഷെ വീണ്ടും പ്ലേറ്റ് തിരിയും. റോബർട്ട് ക്ലൈവ് വന്നിട്ട് കംപ്ലീറ്റ് തിരിച്ചു പിടിക്കും. പക്ഷെ കുറച്ച് നാളത്തേക്കെങ്കിലും ചന്ദാ സാഹിബ് രാജ്യത്തിന്റെ അവകാശം ഇരിക്കുന്നുണ്ട് കർണാട്ടിക് രാജ്യത്തിന്. ഹൈദരാബാദ് അല്ല, ഇറ്റ് ഇസ് കർണാട്ടിക്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. നോർത്തേൺ സിർക്കാസ് വെർ ഹാൻഡഡ് ഓവർ ടു ദി ഫ്രഞ്ച് ഫോളോയിങ് ദി സെക്കൻഡ് കർണാട്ടിക് വാർ. ഓക്കെ, നോർത്തേൺ സിർക്കാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ആന്ധ്ര, ഒഡീഷ കോസ്റ്റൽ ഭാഗങ്ങളുണ്ടല്ലോ, അവയാണ് നോർത്തേൺ സിർക്കാസ് എന്നോ നോർത്തേൺ സർക്കാർസ് എന്നോ പറയാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സെക്കൻഡ് കർണാട്ടിക് യുദ്ധങ്ങൾക്ക് ശേഷം ദിസ് നോർത്തേൺ സിർക്കാസ് വാർ ഹാൻഡഡ് ഓവർ ടു ദി ഫ്രഞ്ച്. ഫ്രഞ്ചുകാർക്ക് അത് നൽകപ്പെടുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ബാറ്റിൽ ഓഫ് കുളച്ചൽ വാസ് ആൻ ഇമ്പോർട്ടന്റ് ബാറ്റിൽ ഡ്യൂറിംഗ് ദ കർണാട്ടിക് വാർ. അല്ല, ബാറ്റിൽ ഓഫ് കുളച്ചൽ നടക്കുന്ന നമുക്കറിയാം 1741 അല്ലെ. ഇറ്റ് വാസ് ബിറ്റ്വീൻ മാർത്താണ്ഡവർമ്മ ആൻഡ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ മാർത്താണ്ഡവർമ്മയ്ക്കും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും കർണാട്ടിക് യുദ്ധത്തിൽ കാര്യമില്ല. ഓക്കെ, കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധമല്ല ഈ പറഞ്ഞ ബാറ്റിൽ ഓഫ് കുളച്ചൽ. ഇറ്റ് വാസ് ഇൻ 1741. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾസോ തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആകെപ്പാടെ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ അല്ലെ. ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. സോ 1, 2 and 4 is incorrect. ഓക്കെ, 1, 2 and 4 is incorrect. ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നോക്കുക. ഇത് മോഡേൺ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് ദ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന മേജർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, പഠിച്ചിരിക്കുക. 81ാമത്തെ ചോദ്യം ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആസാദ് ഹിന്ദ് ഫൗജ് വാസ് ഫോംഡ് ബൈ ക്യാപ്റ്റൻ മോഹൻ സിംഗ്. It was established in Japan during the Second World War. Raj Bihari Ghosh played a key role in the establishment of the Azad Hind Fauj. Azad Hind Fauj എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യൻ നാഷണൽ ആർമി. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമി ആണ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്നത്. ഈ ആസാദ് ഹിന്ദ് ഫൗജ് ഫൗണ്ടഡ് ബൈ ക്യാപ്റ്റൻ മോഹൻ സിംഗ്. കറക്റ്റ് ആണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ആസാദ് ഹിന്ദ് ഫൗജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, 1942 1942 ഇനിഷ്യൽ ഫേസിലായിട്ടാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗും കൂടാതെ ഒരാൾ കൂടിയുണ്ട്, ദാറ്റ് ഈസ് രാജ് ബിഹാരി ബോസ്. ഈ രണ്ട് പേഴ്സണാലിറ്റീസ് ആണ് ഈ ആസാദ് ഹിന്ദ് ഫൗജിന്റെ ഫോർമേഷന്റെ ഭാഗമായിട്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ INA എന്ന പേര് കേൾക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരാണ് ഓർമ്മ വരുന്നത് അല്ലെ. പക്ഷെ സുഭാഷ് ചന്ദ്രബോസ് അല്ല അത് നിർമ്മിച്ചത്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആൻഡ് രാജ് ബിഹാരി ബോസ്. നോട്ട് ഘോഷ്, ഇറ്റ് ഇസ് ബോസ്. ഓക്കെ, 1942 ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അതേ 1942 ഡിസംബർ ആയപ്പോൾ തന്നെ അതങ്ങ് ഇല്ലാണ്ടായി, അതങ്ങ് ഡിസ്ബാൻഡ് ചെയ്യപ്പെട്ടു. INA ഫൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ ജപ്പാൻ അല്ലെങ്കിൽ സിംഗപ്പൂർ ഭാഗത്ത് ജപ്പാൻ പിടിച്ചെടുത്തു. സോ അന്ന് ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട് അവിടെ യുദ്ധം ചെയ്ത ആൾക്കാർ, ദ പ്രിസണേഴ്സ് ഓഫ് വാറുകൾ എന്ന് പറയുന്ന അവരെ ജപ്പാൻ ആർമി പിടിക്കും. അങ്ങനെ ജപ്പാൻ ആർമിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ പ്രിസണേഴ്സ് ഓഫ് വാർസ് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് INA എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ഫൗണ്ടഡ് ഇൻ സിംഗപ്പൂർ. സിംഗപ്പൂരിലാണ് ഫൗണ്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് സിംഗപ്പൂരിൽ ഫൗണ്ട് ചെയ്യുന്ന സമയത്ത് സിംഗപ്പൂർ
വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ജപ്പാൻ. ജാപ്പനീസ് ആർമിയുടെ കൺട്രോളിലായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ സിംഗപ്പൂർ. ഓക്കെ, സിംഗപ്പൂരിലാണ് അത് ഫൗണ്ട് ചെയ്തത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത്. ആൻഡ് രാജ് ബിഹാരി ഘോഷ് പ്ലേഡ് എ കീ റോൾ ഇൻ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആസാദ് ഹിന്ദ് ഫോഴ്സ്. ഘോഷ് അല്ല, ബോസ് ആണ്. ഓക്കെ, രാജ് ബിഹാരി ഘോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആൻഡ് ഹി വാസ് എ മോഡറേറ്റ് ലീഡർ. ഓക്കെ, ഒരു മോഡറേറ്റ് ലീഡർ. നിങ്ങൾ സൂററ്റ് സ്പ്ലിറ്റ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പേര് കേൾക്കാൻ വഴിയുണ്ട്. രാജ് ബിഹാരി ഘോഷ്. രാജ് ബിഹാരി ബോസ് ഒരു റെവല്യൂഷണറി ആയിരുന്നു. ഓക്കെ, ഒരു റാഡിക്കൽ റെവല്യൂഷണറി ആയിരുന്നു രാജ് ബിഹാരി ബോസ്. ഡൽഹി ലാഹോർ കോൺസ്പിറസി എന്നൊക്കെ പറഞ്ഞ കേസുകളിൽ ഈ പറഞ്ഞ രാജ് ബിഹാരി ബോസ് പെടുന്നുണ്ട്. ഹാർഡിഞ്ച്, നമ്മുടെ അന്നത്തെ വൈസ്രോയ് എന്ന ഹാർഡിഞ്ച് മുകളിൽ എലിഫന്റ് കാരേജിലേക്ക് ബോംബെറിയും. അങ്ങനെ രാജ് ബിഹാരി ബോസ് കുറെ നാൾ ഒളിവിൽ കഴിയുന്നു. പിന്നെ പുള്ളിക്കാരൻ ജപ്പാനിൽ ചെല്ലുന്നു. അവിടെ പേര് മാറി അവിടെ കുറെ നാൾ ജീവിക്കുന്നു. അങ്ങനെ 42 എത്തിയപ്പോൾ ക്യാപ്റ്റൻ മോഹൻ സിംഗുമായിട്ട് ചേർന്ന് ഹി ക്രിയേറ്റഡ് ദിസ് INA. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ നോക്കുക, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ റോങ്. ഓക്കെ, രാജ് ബിഹാരി ബോസ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പുള്ളി 1. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, 82ാമത്തെ ചോദ്യം. മാച്ച് ദി ഫോളോയിങ് പെയർസ്. ധോളാവീര, രാഖിഗഡ്, ലോത്താൽ, മൊഹൻജദാരോ. ഇതെല്ലാം ഇൻഡസ് വാലി സൈറ്റുകളാണ് തന്നിരിക്കുന്നത്. സോ ഇത് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് മാച്ച് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, ധോളാവീര. ധോളാവീര എവിടെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറ്റ് ഇസ് ഇൻ ഗുജറാത്ത്. ഓക്കെ, ധോളാവീര ഗുജറാത്തിലാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ലിസ്റ്റുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരേ ഒരു ഇൻഡസ് വാലി സൈറ്റേ ഉള്ളൂ. ദാറ്റ് ഈസ് ധോളാവീര. ഒരുപാട് പെക്യുലർ ഫീച്ചേഴ്സ് ഉണ്ട് ധോളാവീരയ്ക്ക്. ഒന്നെന്ന് പറയുന്നത് അത് സിറ്റി ഇസ് ഡിവൈഡ് ഇൻടു മെയിൻലി 3 പാർട്സ്. സാധാരണ അപ്പർ ടൗൺ ലോവർ ടൗൺ അല്ല നമ്മൾ പറയുള്ളൂ. പക്ഷെ ധോളാവീരയിൽ ഇടയിൽ ഒരു മിഡിൽ ടൗൺ കൂടിയുണ്ട്. ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻടു 3 പാർട്സ്, അപ്പർ, മിഡിൽ ആൻഡ് ലോവർ. പിന്നെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആയിരുന്നു ഇറ്റ്സ് വാട്ടർ റിസർവയർ. നല്ല കിടിലം വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ആണ് ധോളാവീരയിൽ ഉള്ളത്. ഓക്കെ, കാരണം കച്ചിന്റെ ഭാഗത്താണ് ഈ ധോളാവീര ലൊക്കേഷൻ ഇരിക്കുന്നത്. അപ്പൊ ഒരു റിവറിന്റെ ബാങ്ക്സിലൊന്നും അല്ലാതെ തന്നെ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. സോൾട്ട് പാൻ ഏരിയാസ് ആയിരുന്നു. സോ ദേ നീഡ് എ പ്രോപ്പർ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം. സോ അതിനായിട്ട് ഡാമുകളും ചെറിയ വാട്ടർ റിസർവയറുകളൊക്കെ ധോളാവീരയിൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ 1 is C. 1C വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ C. ഓക്കെ, ആൻഡ് രാഖിഗഡ്. രാഖിഗഡ് ഹരിയാനയിലാണ്. രാഖിഗഡിന്റെ ഒരു ഫീച്ചറാണ് ജോയിന്റ് ഗ്രേവ് ഓഫ് എ കപ്പിൾ. ഓക്കെ, ഒരു കപ്പിളിന്റെ ജോയിന്റ് ബറിയൽ ഗ്രൗണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് രാഖിഗഡ് ആണ്. ആൻഡ് ലോത്താൽ. ലോത്താൽ ഇസ് എ പോർട്ട് സിറ്റി. ഇറ്റ് ഇസ് ഇൻ ഗുജറാത്ത്. ലോത്താൽ ഇസ് എ പോർട്ട് സിറ്റി ആസ് വെൽ ആസ് എൻ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡും അവിടെയുണ്ട്. ഓക്കെ, ദെൻ മൊഹൻജദാരോ. മൊഹൻജദാരോ പാകിസ്ഥാനിലാണ്. ആൻഡ് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു സ്കൾപ്ചർ ആണ് പ്രീസ്റ്റ് കിങ് എന്ന് പറഞ്ഞൊരു സ്കൾപ്ചർ. മൂക്ക് മുറിഞ്ഞ അവസ്ഥയിൽ ഒരു പ്രീസ്റ്റിന്റെ രൂപത്തിൽ ഇരിക്കുന്ന ഒരു സ്കൾപ്ചർ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അത് മൊഹൻജദാരോ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ C. നിങ്ങൾ ഈ രാഖിഗഡ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിലവിൽ ഇന്ത്യയിലെ ഇൻഡസ് വാലി സൈറ്റുകളിൽ ഏറ്റവും വലുതാണ് രാഖിഗഡ്. ഹരിയാനയിലെ രാഖിഗഡ്. ഇന്ത്യയിലെ IBC സൈറ്റുകൾ ഏറ്റവും വലുതാണ്. ഒരു പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷനെ തന്നെ കംപ്ലീറ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മൊത്തത്തിൽ നോക്കിയാലും ഈ രാഖിഗഡ് വലുതാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളൊന്നും ചേഞ്ച് ആയിട്ടില്ല. ഇപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഏറ്റവും വലിയ സൈറ്റാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏറ്റവും വലിയ സൈറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് മൊഹൻജദാരോ ആണ്. അത് ചേഞ്ച് ആയിട്ടില്ല, പക്ഷെ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് കുഡ് ബി രാഖിഗഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നിയർ ഫ്യൂച്ചറിൽ എപ്പോഴും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പ്രിലിംസിന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ C. ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി പോകണം കേട്ടോ. ഇതുപോലത്തെ സൈറ്റുകളും അവിടുത്തെ ഫീച്ചേഴ്സ് എല്ലാം. Then 83rd question. Who among the following was associated with INA trials 1945-46? ശ്രദ്ധിക്കുക, ഈ INA ട്രയലുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ INA 1942 ഫൗണ്ട് ചെയ്തല്ലോ. പിന്നെ അതേ 42 ഡിസംബറിൽ തന്നെ ഇല്ലാണ്ടായി. 43 സുഭാഷ് ചന്ദ്രബോസ് വന്നിട്ട് INA വീണ്ടും അത് റീവാമ്പ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് ആണ് INA ഏറ്റവും വലിയൊരു ലീഡറായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ 45 നമുക്കറിയാവുന്ന പോലെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കപ്പെട്ടു. സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കപ്പെട്ടു ജപ്പാനല്ല, ജപ്പാൻ ജർമ്മനിയൊക്കെ ഒരേ ഗ്രൂപ്പായിരുന്നു അല്ലെ. ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ജപ്പാൻ ജർമ്മനി എല്ലാം. ജപ്പാനിൽ
നമ്മുടെ ഹിറോഷിമ നാഗസാകിയിലൊക്കെ ബോംബ്, നമ്മുടെ ആറ്റം ബോംബ് ഇട്ടു US. അതോടുകൂടി സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കപ്പെട്ടു. അപ്പൊ സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചു, ജപ്പാൻ വീണു, തകർന്നു പോയതോടുകൂടി INAയുമായി ബന്ധപ്പെട്ട് അന്ന് കുറെ ആൾക്കാരെ ബ്രിട്ടീഷ് ആർമി പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അന്ന് ജപ്പാനിൽ വെച്ചും സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഈ ഇന്ത്യൻസ് ആയിട്ടുള്ള INAയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പേരെ ഈ ബ്രിട്ടീഷ് ആർമി പിടിച്ചു. അവരെല്ലാരെയും റെഡ് ഫോർട്ടിൽ കൊണ്ടുവന്ന് ട്രയൽ നടത്തി. ഓക്കെ, റെഡ് ഫോർട്ടിൽ, ഇന്ത്യയിലെ റെഡ് ഫോർട്ടിൽ കൊണ്ടുവന്ന് ട്രയൽസ് നടത്തി. സോ ആ ട്രയൽസിനെ നമ്മൾ INA ട്രയൽസ് ഓഫ് 1945-46 എന്നൊക്കെ പറയാം. ഓക്കെ, ഇതിനകത്ത് ചോദ്യം എന്ന് പറയുന്നത് ഈ INA ട്രയൽസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നവർ, അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരുന്നത്. രാജ് ബിഹാരി ബോസ് എന്തായാലും അല്ല, പുള്ളി ഓൾറെഡി മരിച്ചു. INA ഫൗണ്ട് ചെയ്തത് ഈ രാജ് ബിഹാരി ബോസ് ആണെങ്കിൽ പുള്ളി കുറച്ച് നാൾക്ക് ശേഷം പുള്ളി മരിക്കുന്നുണ്ട്. അർബന്ദോ ഘോഷ് എന്തായാലും അല്ല. ഉദ്ധം സിംഗ് ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഉദ്ധം സിംഗ് എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ജാലിയൻ വാലാബാഗ് മസാക്രം ഒക്കെ നടന്നില്ലേ, ആ സമയത്ത് ജനറൽ ഡയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള, ജനറൽ അല്ല, ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള മൈക്കിളോ ഡയർ എന്ന് പറഞ്ഞ വ്യക്തിയെ കൊന്ന ഒരു റെവല്യൂഷണറി ആണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദ്ധം സിംഗ് നോട്ട് ചെയ്ത് വെക്കാം. 1940 ഈ ഉദ്ധം സിംഗ് നേരെ ലണ്ടനിൽ പോവുകയും അവിടെയുള്ള കാക്സ്റ്റൺ ഹാളിൽ വെച്ചിട്ട് മൈക്കിളോ ഡയറിനെ വധിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ പേരിലൊരു മൂവി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വിക്കി കൗശലിലേക്ക് ഒരു മൂവി ഉണ്ടായിരുന്നു. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ A ആണ്, ഷാനവാസ് ഖാൻ. ഈ INA ട്രയൽസ്, ഓക്കെ, INA ട്രയൽസിനകത്ത് ആദ്യം ട്രൈ ചെയ്യപ്പെടുന്നത് 3 പേരെയാണ്. ഓക്കെ, INA ട്രയൽസിന്റെ ഭാഗമായിട്ട് റെഡ് ഫോർട്ടിൽ കൊണ്ടുവന്ന് ആദ്യം ട്രയൽ ചെയ്യുന്നത് 3 മേജർ ലീഡേഴ്സിനെയാണ്. ആൻഡ് ദേ വേർ ഷാനവാസ് ഖാൻ, പ്രേം സഹ്ഗാൽ ആൻഡ് ഗുർബക്ഷ് സിംഗ് ഡിലോൺ. ഓക്കെ, ഗുർബക്ഷ് സിംഗ് ഡിലോൺ. അതായത് ആദ്യമായിട്ട് INA ട്രയൽസിന്റെ ഭാഗമായിട്ട് ആദ്യം ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ ഒരാൾ മുസ്ലിമാണ്, ഒരാൾ ഒരു ഹിന്ദു ആണ്, ആൻഡ് മറ്റൊരാൾ ഒരു സിഖ് ആണ്. അത് 3 കമ്മ്യൂണിറ്റി പെട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ 3 പേര്. ആൻഡ് ഈ ട്രയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 3 പേരെയും പിന്നെ വെറുതെ വിടുന്നുണ്ട്, ട്രയൽ നടന്നിട്ട് വെറുതെ വിടുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ട്രയൽ നടത്തിയത് അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള INCയിലെ മുസ്ലിം ലീഗിലെ മെമ്പേഴ്സ് ആണ്. ജിന്ന ഉൾപ്പെടെ നമ്മുടെ ഈ പറഞ്ഞ ഗുലാബായ് ദേശായ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇവരെ 3 പേരുടെയും ട്രയൽ നടത്തുന്നതും അവരെ പുറത്തിറക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു INA ട്രയൽസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാൻ, 1945-46 എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗും ഈ പറഞ്ഞ INC ഒന്നും ഒരിക്കലും ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നില്ല. മുസ്ലിംസ് വാണ്ടഡ് പാർട്ടീഷൻ, അവർക്ക് ലീഗിന് എന്ത് വേണം, പാർട്ടീഷൻ വേണമായിരുന്നു, സെപ്പറേറ്റ് രാജ്യം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. INC ഒരു രീതിയിൽ അംഗീകരിക്കുന്നില്ല. ഇൻഡിപെൻഡൻസ് കിട്ടാനായിട്ട് പോകും, ട്രാൻസ്ഫർ ഓഫ് പവർ നടത്താൻ പോകുന്നു എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്, അപ്പോഴാണ് ഈ INA ട്രയൽസ് നടക്കുന്നതും ലീഗും INCയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ 3 പേരെയും പുറത്തിറക്കുകയും ചെയ്തു. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ചോദിച്ചത് ഈ ഷാനവാസ് ഖാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചാണ്. ഗുലാബായ് ദേശായ്, അരുണ ആസിഫ് അലി, ശരത് ചന്ദ്ര ബോസ്, തേജ് ബഹാദൂർ സപ്രു, കൈലാഷ് നാഥ് ഖഡ്ജു, അതുപോലെ ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ് ഒത്തുചേർന്നാണ് ഇവരെ പുറത്തിറക്കുന്നത്. ഓക്കെ, മുസ്ലിം ഇസ് ദർ, ഹിന്ദു ഇസ് ദർ, സിഖ് ഇസ് ദർ. അതാണ് ഇവരുടെ ലക്ഷ്യം. INCയുടെ ലക്ഷ്യം കൂടി അതായിരുന്നു, ഒരു സിഖുകാരനെ, ഒരു ഹിന്ദുവിനെ, ഒരു മുസ്ലിമിനെ പുറത്തിറക്കാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക, INA ട്രയൽസ് പല പ്രാവശ്യം UPSC പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. ഈ 3 പേരുടെ പേര് തന്നിട്ട് ഇവരെ എന്തുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും. ആൻസർ ഇസ് INA ട്രയൽസ്. ഓക്കെ, 84ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which one of the following statements regarding the Regulating Act of 1773 is incorrect? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the main objective of the act was to regulate the functioning of East India Company. The Court of Directors was formed to act as the executive body of the company. The Governor of Bengal became the Governor General of Bengal. A Supreme Court was established to try the local population along with the British staff of British East India Company. Okay, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ D ആണ്. ഓക്കെ,
ശ്രദ്ധിക്കുക, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 അത് ഇനാക്ട് ചെയ്തത് കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ തന്നെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് കറപ്റ്റഡ് ആയിരുന്നു, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ പറയാം ഡെപ്റ്റ് റിഡൺ ആയിരുന്നു ഈ കമ്പനി, ഡെപ്റ്റിലായിരുന്നു. സോ അങ്ങനെയുള്ള കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ലക്ഷ്യം. സോ അതിനായിട്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 കൊണ്ടുവരുന്നത്. ഓക്കെ, ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വാസ് ഫോംഡ് ടു ആക്ട് ആസ് എൻ എക്സിക്യൂട്ടീവ് ബോഡി ഓഫ് ദി കമ്പനി. കറക്റ്റ് ആണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ഈ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, സ്പോൺസേർഡ് ബൈ ബ്രിട്ടീഷ് ക്രൗൺ, പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അതിനകത്ത് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഷെയർ ഹോൾഡേഴ്സിൽ പെടുന്ന കുറച്ചു പേരെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ആസ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സിൽ വരുന്ന അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്ന ചെറിയൊരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തു ആസ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അവരായിരുന്നു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതും കറക്റ്റ് ആണ്. ഗവർണർ ഓഫ് ബംഗാൾ ബിക്കേം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, അതും കറക്റ്റ് ആണ്. The last governor of Bengal ആയിട്ടുള്ള വാരൻ ഹേസ്റ്റിംഗ്സ് became the first governor general of Bengal. ശരിക്കും ഇന്ത്യയിൽ ഒരു സെൻട്രലൈസേഷന്റെ ഒരു ടെൻഡൻസി വന്നു തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു വന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 കൂടി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ശരിയാണ്, സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടു, പക്ഷേ ടു ട്രൈ ദി ലോക്കൽ പോപ്പുലേഷൻ അലോങ് വിത്ത് ദി ബ്രിട്ടീഷ് സ്റ്റാഫ് ഓഫ് കമ്പനി. അത് തെറ്റാണ്. ലോക്കൽ പോപ്പുലേഷന് ഈ ഒരു ആക്ടില് അല്ലെങ്കിൽ ഈ ഒരു സുപ്രീം കോടതിയിൽ പ്രത്യേകിച്ച് അധികാരം ഉണ്ടായിരുന്നില്ല. നോക്കുക, എക്സെപ്ഷൻസ് ഉണ്ട്. ഇത് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒരു കോടതിയാണ്. പക്ഷെ ഈ കോടതിക്ക് വന്ന സമയത്ത്, അത് 1774 ഈ ഒരു ആക്ട് പ്രകാരം 1774 അവസാനമായിട്ടാണ് സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ സ്ഥാപിക്കപ്പെട്ട സമയത്ത് ഈ പറഞ്ഞ ലോക്കൽ പോപ്പുലേഷന് അവിടെ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്തെങ്കിലും കേസ് ഹാൻഡിൽ ചെയ്യാനൊന്നും സുപ്രീം കോടതിയിൽ വലിയ അതോറിറ്റിയോ ഒരു ഓതറൈസേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓൺലി ദ ബ്രിട്ടീഷ് സബ്ജക്ട്സിന് മാത്രമേ അവിടെ അധികാരം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 1881 ശേഷം 1781 ശേഷം ഈ ആക്ടിൽ ചെറിയൊരു അമെൻമെന്റ് ഒക്കെ വരുത്തി, ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് സുപ്രീം കോടതി ജൂറിസ്ഡിക്ഷൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെയാണ് അമെൻമെന്റ് ആക്ടിന് ശേഷമാണ് ലോക്കൽ പോപ്പുലേഷൻ, അതായത് നമ്മുടെ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻസിന് ഈ പറഞ്ഞ സുപ്രീം കോടതിയിൽ എന്തുണ്ട്, ഈ പറഞ്ഞ ജൂറിസ്ഡിക്ഷൻ നടത്താനുള്ള അധികാരം കൊടുത്തു. എല്ലാവർക്കും ഒന്നുമില്ല, ഇന്ത്യ മൊത്തത്തിലുള്ള ആർക്കൊന്നുമില്ല. പക്ഷെ അമെൻമെന്റിന് ശേഷം ഈ ബംഗാൾ ഭാഗത്ത്, എസ്പെഷ്യലി കൽക്കട്ട ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, കൽക്കട്ടയിലായിരുന്നു സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടത്, അപ്പൊ കൽക്കട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ലോക്കൽ പോപ്പുലേഷന് വേണമെങ്കിൽ ജൂറിസ്ഡിക്ഷൻ കൊടുക്കാമെന്ന് പറയുന്നത്. ഓക്കെ, അത് അമെൻമെന്റിന് ശേഷം മാത്രമാണ് കേട്ടോ. ഇവിടെ ചോദ്യം എന്ന് വെച്ചാൽ ദി റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് തന്നെ പറയുന്നുണ്ട്, അമെൻമെന്റ് എന്നൊന്നും പറയുന്നില്ല. സോ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് തന്നെ കണക്കാക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, സോ നമുക്ക് മെയിൻലി ഇത്തരം ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും അതിനൊരു ഫർദർ എക്സ്പ്ലനേഷൻ ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ തന്നിരിക്കുന്നത് റെഗുലേറ്റിംഗ് ആക്ടിലെ ചെറിയൊരു ഫീച്ചേഴ്സ് ആട്ടോ. ഈ ഗവർണർ ഓഫ് ബംഗാൾ ബിക്കേം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, എക്സിക്യൂട്ടീവ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു, പാർലമെന്ററി കൺട്രോൾ, സബോർഡിനേഷൻ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് പ്രോവിൻസസ് ആൻഡ് നേറ്റീവ് ബ്രൈബിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി തടഞ്ഞു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വാസ് എസ്റ്റാബ്ലിഷ്. അതിൽ സുപ്രീം കോടതി വാസ് എസ്റ്റാബ്ലിഷ് അറ്റ് കൽക്കട്ട വിത്ത് എലിജ ഇൻഫി ആസ് ദി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ്. ഈ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എലിജ ഇൻഫി. ഓക്കെ, ഇത്രയുമായിരുന്നു നമുക്കിവിടെ ഡിസ്കഷനകത്ത് ഹിസ്റ്ററിയുടെ ടോപ്പിക്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഓക്കെ, പാത്വേ അക്കാഡമിയോട് ബന്ധപ്പെടുക. സോ അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു. ഹായ് ഓൾ, വെൽക്കം ടു പാത്വേസ് അക്കാഡമി. എൻ്റെ പേര് സൂരജ്. ഞാൻ ഇവിടുത്തെ ജോഗ്രഫി എൻവയൺമെന്റ് ഫാക്കൽറ്റിയാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്പ്ലനേഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കും, അതിനുശേഷം ഇതെന്തെങ്കിലും ലോജിക്കൽ ആയിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾക്കനോസ് ഇൻ ദ വേൾഡ്. വോൾക്കനോസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, പ്രിലിമിനറി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ ഇൻ ദ സെൻസ് നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുന്ന രീതി എപ്പോഴും ഒരുപോലെ ആക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ലിമിറ്റിനുള്ളിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വായിച്ചേ പറ്റും. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് എല്ലാ വേർഡ്സും നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എങ്ങനെ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു
രണ്ടു മൂന്ന് ട്രിക്സുകൾ പറയാം. ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ ആദ്യം തന്നെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ബൈ വേർഡ് ആയിട്ട് വായിക്കുന്നത് നമ്മൾ കീവേഡ് അണ്ടർലൈൻ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾക്കാനോസ്, ഇതാണ് നമ്മുടെ കീവേഡ്. ഇപ്പൊ വോൾക്കാനോസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾക്കാനോസ്, സോ ഇറ്റ് ഇസ് റിഗാർഡിംഗ് വോൾക്കാനിസം. വോൾക്കാനിസം ഏറ്റവും കൂടുതൽ നടക്കുന്നത് പ്ലേറ്റ് ബൗണ്ടറീസിലാണ്. ഡൈവേർജൻ കോണ്ടിനെന്റൽ കൺവെർജൻസ് ബൗണ്ടറിയിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മൗണ്ടൻസുകൾ, അതായത് വോൾക്കാനിക് മൗണ്ടൻസുകൾ നമുക്ക് കാണുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് പസഫിക് പ്ലേറ്റിന് ചുറ്റും, അതായത് പസഫിക് ഓഷ്യന് ചുറ്റുമൊക്കെ നമുക്ക് ഒരുപാട് മൗണ്ടൻസ്, വോൾക്കാനിക് മൗണ്ടൻസ് കാണാൻ പറ്റും. ഇൻഡീഡ് ദി പസഫിക് ഓഷ്യൻ ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് volcanic mountains. For example, you can see a lot of mountains in Japan, Philippines, New Zealand, western shorelines of South America and North America. You have Kuril Islands and Aleutian Islands on top of it, on the north of Pacific. So this entire area is located with a lot of volcanic mountains and all. So volcanism ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. റിംഗ് ഓഫ് ഫയർ എന്നൊക്കെ വിളിക്കും അല്ലെ, നമുക്ക് നോക്കാം. അതിനുശേഷം ഈ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദേ യൂഷ്വലി ഡോണ്ട് ടേക്ക് ടു മച്ച് ടൈം, ജസ്റ്റ് ആലോചിക്കുക. വോൾക്കാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. യെസ്, പ്ലീസ് റീഡ് ദി സ്റ്റേറ്റ്മെന്റ്. ദേ യൂഷ്വലി occur along the coastal mountain ranges as offshore islands or in the middle, yes, offshore islands and in the midst of oceans, but there are a few in interior of the continent. Okay, for example, നമ്മൾ കോസ്റ്റൽ മൗണ്ടൻ റേഞ്ചസിൽ ആൻഡസിലും റോക്കീസിന്റെ ഒക്കെ അടുത്തായിട്ട് നമുക്ക് ഒരുപാട് അല്ലെ, മൗണ്ട് ഗാരിബാൽഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മൗണ്ടൻസുകൾ കാണാൻ പറ്റും. US-ലും കാനഡയിലും അലാസ്കൻ റീജിയണിലും അതുപോലെ സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിലൊക്കെ, ചിലി, അതുപോലെ പെറുവിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഓഫ് ഷോർ ഐലൻഡ്സ് ആയിട്ട് ഇപ്പോൾ ഹവായിൻ ഐലൻഡ്സ് നമുക്ക് ഓഫ് ഷോർ ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പസഫിക് സർക്കം പസഫിക് ബെൽറ്റ്, റൈറ്റ്? ഹവായിൻ ഐലൻഡ് ഓഫ് പസഫിക്, റൈറ്റ്? ഓഫ് ഷോർ ഐലൻഡ് ആണ്. ഇനി എ ഫ്യൂ ഇൻ ഇന്റീരിയർ പാർട്ട് ഓഫ് കോണ്ടിനെന്റ്സ്. തീർച്ചയായും കോണ്ടിനെന്റ്സിന്റെ ഇടയിലും നമുക്ക് എന്ത് കാണാം? വോൾക്കനോസ് കാണാം. റയർലി നമുക്ക് അങ്ങനെ കാണാൻ പറ്റാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് Kilimanjaro, Mount Kilimanjaro. This is the highest active volcano of African continent. So it is actually in the middle of it's in Tanzania, right? Yes. So this statement must be right. Let's see. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് നോക്കാം. The greatest concentration of volcanoes is in the circum-Pacific region, popularly known as what? Ring of Fire. It is known as Ring of Fire because of the highest number of volcanoes present in and around the ocean. Okay, so volcanoes ഏറ്റവും കൂടുതൽ സർക്കം പസഫിക് ബെൽറ്റിലാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, റിംഗ് ഓഫ് ഫയർ എന്നാണ് വിളിക്കുന്നത്. So this is right. So within this, yeah, second option is almost there in all options. Second statement is there in the all options. First statement also we consider as one as correct. So you can eliminate C. Okay, let's move on to the third statement. Atlantic coast have comparatively few active volcanoes, but many dormant and extinct volcanoes. We don't know the statement. Anyway, come back to Pacific Ocean. In Pacific Ocean, you can see plenty of active volcanoes. So in Atlantic Ocean, it must be less than that. Okay, if you're comparing with the Pacific Ocean, it must be less than that. So let's see the fourth options. The only active volcano in West Africa is Mount Everest. It's a factual question, but it is mentioned in the NCERT. So NCERT-യിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഫാക്ച്വൽ ആയിട്ട് അറിയാമെങ്കിൽ തീർച്ചയായും വെസ്റ്റ് ആഫ്രിക്കയിലെ മൗണ്ട് കാമറൂൺ ആണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് സ്റ്റേരി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വിത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡി ഫോർ ഡൽഹി. സോ ആദ്യത്തെ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അത്യാവശ്യം കോൺസെപ്റ്റുകളാണ്. അതായത് കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ വോൾക്കാനിസം പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ലൊക്കേഷൻ എക്സാമ്പിൾസ് പഠിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഫോർത്ത് വൺ ഇസ് ആക്ച്വലി ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. സോ ദ ആൻസർ ഇസ് ഡി ഫോർ ഡൽഹി. യെസ്, ഈ വോൾക്കാനോസിന്റെ എക്സാമ്പിൾസും മറ്റും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അറ്റ്ലാന്റിക്കിൽ ഇപ്പൊ മഡീറ ഐലൻഡ് അല്ലെ, അസെൻഷൻ, സെന്റ് ഹെലീന ഐലൻഡ് ഒക്കെ നിങ്ങൾ അറ്റ്ലാന്റിക് സൗത്തിലായിട്ട് സെന്റ് ഹെലീന ഐലൻഡ് ഒക്കെ കാണാൻ പറ്റും. കിളിമഞ്ചാരോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ
ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിലുള്ള കിളിമഞ്ചാരോ, ഇറ്റ്സ് ഇൻ ഇന്റീരിയർ പാർട്ട് ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. അതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കണം. റിംഗ് ഓഫ് ഫയറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് റീഡ്. സോ വി ആർ മൂവിംഗ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട്, yes, it's match the following question. It's a match the following question. Reservoir and a river. So on the first column, it is there are some dams or reservoirs are mentioned, and in the second column you have rivers, respective river. So we need to match these pairs. Metur. See, ഒരു പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. Whatever you read it in question paper, എന്ത് കീവേഡ് ആയിക്കോട്ടെ, ഏതൊരു സ്ഥലത്തിന്റെ പേരായിക്കോട്ടെ, ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി, വെദർ ഇറ്റ് ക്യാൻ ബി എ ബയോസ്ഫിയർ റിസർവ്, ടൈഗർ റിസർവ്, സിറ്റി, എ റിവർ, എ ലേക്ക്. സോ ഇഫ് യു നോ അബൌട്ട് ഇറ്റ്സ് ലൊക്കേഷൻ, റൈറ്റ് ഇറ്റ് ദർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ മേട്ടൂർ. ഐ നോ മേട്ടൂർ, ഇറ്റ്സ് ഇൻ തമിഴ്നാട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് അവിടെ തന്നെ എഴുതി വെക്കുക. ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണ്. If it is present in a plateau, you can write the plateau name. Whatever you know about it, you write it there. It's all about linking the knowledge inside you with the question. That's it. So Koina, let's see. Sardar Sarovar Dam. Sardar Sarovar Dam, I know that it's in Gujarat because I heard about it. Like Statue of Unity is on the banks of this river. I mean, it's very near to this dam on the river bank. Okay. Sardar Sarovar Dam, it's there. Statue of Unity അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഗുജറാത്തിലാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ടെറി ഡാം. ടെറി ഡാം ഞാൻ കേട്ടിട്ടുണ്ട്. ടെറി ഡാം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ടെറി ഡാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന, ഉത്തരാഖണ്ഡിൽ നല്ല ഹൈറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ്. ഇറ്റ്സ് ഇൻ ഉത്തരാഖണ്ഡ്, റൈറ്റ്? നിങ്ങൾക്ക് ഇതുപോലെ ഓരോ പ്ലേസും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല, അറിയാമെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലേസ് എഴുതി വെക്കുക. ഇപ്പൊ ഒരു സ്ഥലത്തെ കുറിച്ച് കീവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഉക്രൈനിലാണ്, ഉക്രൈൻ എഴുതി വെക്കുക. ഏതെങ്കിലും ഒരു സ്ഥലം, വിയന്ന ഇപ്പൊ എവിടെയാണെന്ന് വെച്ചാൽ ഓസ്ട്രിയ എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആൻസർ ലിങ്ക് ചെയ്യാനോ പറ്റും. സോ ഉത്തരാഖണ്ഡിലാണ് ടെറി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഈ വർഷം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ടെറി ഡാം വരുന്നതിനെതിരെ പോരാടിയ ഒരു വ്യക്തി സുന്ദർലാൽ ബഹുഗുണ ഈസ് ദ പയനിയർ ഓഫ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അദ്ദേഹം കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. സോ ഹീസ് ദ പയനിയർ ഓഫ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്. അതായത് എൻറ്റയർ എൻവയോൺമെന്റൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹമാണ് 1970s. 1973 അദ്ദേഹം ചിപ്കോ മൂവ്മെന്റ് ഉത്തരാഖണ്ഡിൽ നടത്തിയിട്ടുണ്ട്. ചിപ്കോ മൂവ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ 50ാമത്തെ വാർഷികമാണ് 2023 ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് ലീഡർ അദ്ദേഹമായിരുന്നു. സുന്ദർലാൽ ബഹുഗുണ അദ്ദേഹം തന്നെ ടെറി ഡാം വരുന്നതിനെതിരെ പോരാടിയ ഒരു വ്യക്തി കൂടിയാണ്. സോ ഉത്തരാഖണ്ഡിലാണ് ഈ ഡാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പൊ ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നിങ്ങൾ റിവേഴ്സിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഫോർ എക്സാമ്പിൾ ഉത്തരാഖണ്ഡ്, യു ക്യാൻ സീ ഓൺലി വൺ റിവർ ഇൻ ദിസ് ലിസ്റ്റ് ഫ്ലോയിങ് ത്രൂ ഉത്തരാഖണ്ഡ്. ടെറി ഡാം, സോ മസ്റ്റ് ബി ഇൻ വിച്ച് റിവർ? Bhagirathi. Bhagirathi is nothing but what? Ganges. It is the name of Ganges till Devaprayag. അളകനന്ദയായിട്ട് കോൺഫ്ലുവൻസ് ചെയ്യുന്നത് ദേവപ്രയാഗ് വരെ ഗെയിഞ്ചസിനെ ഭഗീരഥി എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷമാണ് അതിന് ഗെയിഞ്ചസ് എന്നുള്ള പേര് വന്നത്. അപ്പർ കോസ്റ്റ് നമ്മൾ ഭഗീരഥി എന്നാണ് വിളിക്കുന്നത്. സോ ഇറ്റ്സ് ദർ ഇൻ ദി റിവർ ഭഗീരഥി. സോ നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാം, പേയേഴ്സിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. D3 ആണ് അല്ലെ. D3 ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. യെസ്, ബാക്കിയൊന്നും വരില്ല. സോ A must be the answer. But let's check it. സോ സർദാർ സരോവർ ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ കാണാൻ സാധ്യതയുള്ള ഒരു റിവർ മാത്രമേ ഞാൻ ഇവിടെ കാണുന്നുള്ളൂ. It's Narmada. So C is 1. Yeah, we got the answer. B4. Koina is in Krishna. That's right. തമിഴ്നാട്ടിലെ റിവർ എന്തായിരിക്കും? കാവേരി. സോ നമ്മൾ ഡയറക്ട്ലി മേട്ടൂരിനെ കാവേരിയായിട്ട് ലിങ്ക് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തു? തമിഴ്നാട് സ്റ്റേറ്റിനെ കാവേരിയായിട്ട് ലിങ്ക് ചെയ്തു. സോ ഈ രീതിയിൽ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ദിസ് ഇസ് ദ ബെസ്റ്റ് വേ. ഓക്കെ, so the answer is A. We are moving to the fourth question. Identify the forest type in India by analyzing the following details. Natural vegetation എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. If you know the concept, you can answer it. Because in India we have 5 to 6 types of forest. 5 type of forest ആണ് ചില പുസ്തകങ്ങളിൽ, ചില സ്റ്റാൻഡേർഡ് ബുക്സുകളിൽ 6 type of forest ഉണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ
അഞ്ച് അല്ലെങ്കിൽ 6 ടൈപ്പ് വെജിറ്റേഷൻ ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ആദ്യത്തേതാണ് tropical evergreen forest. What about the second one? Tropical deciduous forest. Okay, deciduous forest. Third one is tropical thorn forest. Thorn forest. And the fourth one is montane forest. Fifth one is mangrove forest. These are the 5 types of forest found in India. ഇതിൽ ചില പുസ്തകങ്ങളിൽ ഡെസിഡസ് ഫോറസ്റ്റ് രണ്ടായിട്ട് മോയിസ്റ്റ് ആൻഡ് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. 6 ടോട്ടൽ 6 നമ്പർ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഈ 5 നമ്പറിൽ ആദ്യത്തെ 3 എണ്ണം സി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ റെസിവ് ഓഫ് റെയിൻഫോൾ. റെയിൻഫോൾ കിട്ടുന്നതിന്റെ ലഭ്യത അനുസരിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലെ. നോക്കി, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലത്ത് ലീഫൊക്കെ എന്തായിരിക്കും? ഫുള്ളി ഉണ്ടാകും അല്ലെ. The tree must be very green, hence the name evergreen forest. It is almost green throughout the year. There is no dry season. So because this area is getting very good amount of rainfall, 200 to 300 centimeter rainfall. When it comes to second, deciduous forest gets 60 to 200 centimeter of rainfall. And thorny forest gets 50 or 60, less than 50 or 60 centimeter of rainfall. So first 3 എണ്ണം നമ്മൾ റെയിൻഫോളിന്റെ ലഭ്യത അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. So rainfall is very less, especially in thorn forest. It's a very dry forest, right? Okay. Deciduous forest is in between. The rainfall will be medium, like that. Okay, let's apply these concepts here. Yes. These forests occur in the areas which receive less than 50 centimeter. From the first statement itself, if you know the concept, you will get the answer. It's very simple. It's nothing but thorn forest, right? See, അല്ലെങ്കിൽ ഇത് receive 50 centimeter ആണ്, ഇത് dry ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. Dry ആണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് evergreen forest ഒഴിവാക്കാം. Semi evergreen forest there in the question option. You can avoid it. Montane forest, it is not dry. Sometimes it is dry, but in montane forest also you can see evergreen montane forest and all, like coniferous trees like pine forest, rhododendron and all. Okay, so it must be dry deciduous forest or thorny forest. If you check the other points, like in this forest plants remain leafless for most of the part of the year. Give an expression of scrub vegetation. Up to here you will be confused it with the deciduous forest, but the key point as mentioned here, scrub vegetation, because the plants are very, height is very less. Scrub, shrub. So even the thorny forest is known as tropical thorny forest and shrubs. Okay, so the answer must be C. Sometimes the leaves are modified into thorns. That's how it gets a name, thorn forest. Okay. Important floral species found are babool, bear, wild date palm. Many other cactus can be seen, and these are mainly seen in the arid part of the country like Rajasthan, Gujarat, some interior portion of continent, peninsular plateau and all. Okay, so that's all about thorny forest. So the answer is C, thorn forest. It has in the key you can see an explanation about it. Okay, so the same thing that we have discussed. For 5th question. Okay, മേക്കേഡാട്ടു ഗോർജ്. മേക്കേഡാട്ടു പ്രൊജക്റ്റ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ന്യൂസിൽ. കഴിഞ്ഞ വർഷം അതിനു മുമ്പ് കുറച്ച് നാളുകളായിട്ട് ന്യൂസിലുണ്ട്. മേക്കേഡാട്ടു ഗോർജ് ഓഫ് സൗത്ത് ഇന്ത്യ വാസ് ക്രിയേറ്റഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ്? കാവേരി, കൃഷ്ണ, മഹാനദി, പെന്നേരു. മേക്കേഡാട്ടു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക തമിഴ്നാടു കർണാടക ഇഷ്യൂ ആണ്. ഓക്കെ, വാട്ടർ ഇഷ്യൂ, വാട്ടർ ഷെയറിംഗ് ഇഷ്യൂ. കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിസ്പ്യൂട്ട് ആണ്, കോൺഫ്ലിക്റ്റ് ആണ് കാവേരി വാട്ടർ റിവർ ഇഷ്യൂ. Okay, Kaveri river water issue. Okay, so Kaveri is the answer. Mekadatu gorge actually Karnatakayiലാണ് സ്ഥിതി ചെയ്യുന്നത്, തമിഴ്നാട് ബോർഡറിലാണ്. See, it flows through a deep narrow gorge at Mekadatu near Kanagapura, Ramnagar district of Karnataka. Actually, ഈ project കൊണ്ടുവരുന്നത് to serve the need of Bangalore city, water needs of Bangalore city. Okay, so it's a major dispute between കർണാടക ആൻഡ് തമിഴ്നാട്. വലിയൊരു ഗോർജാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ശിവാന സമുദ്രം വാട്ടർഫോൾ ഒക്കെ ഇതിന്റെയൊക്കെ കുറച്ചുകൂടി
അടുത്തതായിട്ടൊക്കെ വരും. ശിവാന സമുദ്രം, ഇറ്റ്സ് ഇൻ കർണാടക and Tamil Nadu. It's in the border between Karnataka and Tamil Nadu. You can see the waterfall on both the states. Okay? Yes. So the answer is A, that is Kaveri. Let's move on to the sixth question. Okay, sixth question. Okay, sixth question. ഒരു ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Karagal, Pakistan. Karagal, Pakistan, which sometimes appears in the news, is situated in which country? ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. If you know about it, ഈ ഒരു ഇഷ്യൂയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. It's a difficult question, but it's a very, it is there in the newspaper for the last year ഒക്കെ. ഈ ഇയർ തന്നെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഒരുപാട് തവണ ന്യൂസിൽ വന്ന കാര്യമാണ്. അതായത് ഇവിടെയുള്ള ഈ ഒരു രാജ്യത്തെ കരഗൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത്, യെസ്, ഫസ്റ്റ് ഞാൻ ആൻസർ പറയാം, ഉസ്ബെക്കിസ്ഥാൻ ആണ് ആൻസർ. ഉസ്ബെക്കിസ്ഥാന്റെ ഒരു എത്നിക് മൈനോറിറ്റി ആണ് കരഗൽ പാക് എന്ന് പറയുന്നത്. കരഗൽ പാക്സ് ആർ ദ മൈനോറിറ്റി ഫൗണ്ട് ഇൻ ഉസ്ബെക്കിസ്ഥാൻ. ദേ ആർ ആക്ച്വലി മോർ, ലിനേജ് നോക്കുകയാണെങ്കിൽ ദേ ആർ മോർ റിലേറ്റഡ് വിത്ത് കസാക്കിസ്ഥാൻ, കസാക്ക് പീപ്പിൾ. Okay, Kazakh ethnicity. So, ഉസ്ബെക്കിസ്ഥാനിലാണ് പക്ഷെ ഇവർ ഇപ്പൊ താമസിക്കുന്നത്. So, hence, this region is an autonomous region according to Uzbekistan constitution. Okay, but recently, President of Uzbekistan ended the autonomy to these people. So, അതുമായി ബന്ധപ്പെട്ട ഒരു സിവിൽ അൺറസ്റ്റ് ഒക്കെ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ഉണ്ടായതായിട്ട് കാണാൻ പറ്റും. So, the question is regarding that. So, Karagal, Pakistan is a, yes, of course, it's the shore of RLC, that's in Uzbekistan. Okay, it's an autonomous region of Uzbekistan. Recently, people have been killed and wounded during the civil unrest in Uzbekistan autonomous province. Regarding, ഞാൻ പറഞ്ഞല്ലോ, പ്രസിഡന്റ് ഇവരുടെ ഓട്ടോണമി എടുത്തു കളയുമായി ബന്ധപ്പെട്ട് സിവിൽ അൺറസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. ഹിന്ദു ന്യൂസ് പേപ്പറിലടക്കം ഒരുപാട് ന്യൂസ് ഇതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഡയറക്ട്ലി എടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ന്യൂസ് പേപ്പറിൽ വരുന്ന ഇങ്ങനെയുള്ള ലൊക്കേഷൻസ് തീർച്ചയായും ശ്രദ്ധിക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. കൺസിഡർ ദ ഫോളോയിങ് പെയർസ്. ഇതും ഒരു ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് ആയിട്ട് ഒരുപാട് ന്യൂസിൽ വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലേക്ക് ഗലീലിയൊക്കെ നിങ്ങൾ ഈ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ന്യൂസിൽ കാണുന്ന ചില ലേക്കുകളാണ്, ചില സ്ഥലങ്ങളാണ്. ലേക്ക് ഗലീയുടെ തൊട്ടപ്പുറമാണ് ഗോലൻ ഹൈറ്റ്സും, തൊട്ടടുത്ത് തന്നെയാണ് ജോർദാൻ റിവറും വെസ്റ്റ് ബാങ്കും, അല്ലെ, ഇസ്രായേൽ. യെസ്, ഗലീലി എവിടെയാ? ലേക്ക് ഗലീലി എവിടെയാ? ഇറ്റ്സ് ഇൻ ഇസ്രായേൽ. ഗലീലിയുടെ തൊട്ട് ഈസ്റ്റ് ആയിട്ട് കാണുന്ന സ്ഥലമാണ് ഗോളൻ ഹൈറ്റ്സ്. ഈ കഴിഞ്ഞ മാസം കൂടി നമുക്ക് ഇത് ന്യൂസിൽ കാണാൻ പറ്റും. നമ്മുടെ ഇസ്രായേൽ പാലസ്തീൻ വാറുമായി റിലേറ്റഡ് ആയിട്ട്, ഹമാസ് വാറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഗോളൻ ഹൈറ്റ്സ്, ഇവിടെ ഒരു മിസൈൽ സ്ട്രൈക്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് പ്ലേസ്. ഇസ്രായേൽ ഹിസ്റ്ററിക്കലി നമ്മൾ ഇത് കുറച്ച് കാലങ്ങളായിട്ട് ന്യൂസിൽ കാണുന്ന ഒരു പ്ലേസ് ആണ്. ഹിസ്റ്ററിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസ് ആണ് ഗോളൻ ഹൈറ്റ്സ്. അപ്പൊ ഇത് ഗലീലിയുടെ അടുത്താണ്. സോ ഇറ്റ്സ് ഇൻ ഇസ്രായേൽ. വാട്ട് അബൌട്ട് ലേക്ക് ബേക്കൽ? ഇത് തീർച്ചയായും ജോഗ്രഫി പഠിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലേക്സുകൾ ഉണ്ട് വേൾഡിൽ. ആ ലേക്സുകളിൽ ഒന്നാണ് ലേക്ക് ബേക്കൽ. കാരണം ഇതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ലേക്ക് ഇൻ ദ വേൾഡ്. ഏഷ്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3-4 ലേക്സുകൾ വളരെ വലുതായിട്ട്, വാട്ടർ ബോഡീസ് വളരെ വലുതായിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സീ ബ്ലാക്ക് സീ ബോർഡറിംഗ് വിത്ത് യൂറോപ്പ്, യു ഹാവ് കാസ്പിയൻ സീ, ദെൻ യു ഹാവ്, യെസ്, ലേക്ക് ബേക്കൽ സിറ്റുവേറ്റഡ് ഇൻ റഷ്യ മംഗോളിയ ബോർഡറിൽ, റഷ്യയിലായിട്ട് നമുക്ക് ബേക്കൽ ലേക്ക് വളരെ വലിയൊരു ഹ്യൂജ് ഇലോങ്ങേറ്റഡ് വാട്ടർ ബോഡി കാണാൻ പറ്റും. പ്ലീസ് ചെക്ക് യുവർ അറ്റ്ലസ്. സോ അതാണ് ലേക്ക് ബേക്കൽ. ഇറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ് ലേക്ക് ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ ഹോൾഡ് ചെയ്യുന്ന ലേക്കാണ് എന്ത്, നമ്മുടെ ലേക്ക് ബേക്കൽ എന്ന് പറയുന്നത്. ടോട്ടൽ ലേക്സ്, ലോകത്തിലെ എല്ലാ ലേക്സിന്റെയും വോളിയം എടുത്തു കഴിഞ്ഞാൽ, ഫ്രഷ് വാട്ടർ ലേക്സിന്റെ വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹ്യൂജ് ചങ്ക് ഓഫ് വാട്ടർ ഈസ് situated in Lake Baikal. I think it's almost 20% and all. Okay, so Lake Baikal is in Russia. Don't forget. Third one is Lake Urmia. Obviously, it's in Iran. It was in news recent ആയിട്ട്. ഇത് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ 20% ഈ ഒരു ഒറ്റ ഡെക്കേഡിൽ തന്നെ ഷ്രിങ്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊക്കെ ന്യൂസിൽ ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഇറ്റ്സ് എ റാംസാർ സൈറ്റ്. വേർ ഇസ് റാംസാർ ആക്ച്വലി?
Ramsar Convention നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Wetland Convention. So Ramsar is a city in Iran, and of course Urmia is a lake in Iran. So it's a Ramsar site. It's a major Ramsar site of Iran. It's a salt water body. Haline ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ്. ഹലൈൻ ലേക്ക് ആണ്. ഹൈപ്പർ സലൈൻ ആയിട്ടുള്ള ലേക്ക് ആണ്. സോ ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഇസ് ആക്ച്വലി ഷ്രിങ്കിങ്. ഓക്കെ, ലൈക്ക് RLC. RLC നിങ്ങൾക്ക് അറിയാലോ. RLC എവിടെയാ? RLC, പ്ലീസ് റെഫർ RLC. നിങ്ങളുടെ അറ്റ്ലസിൽ ഏറ്റവും മുകളിലായിട്ട് RLCയുടെ ഒരു സാറ്റലൈറ്റ് പിക്ചർ ഒക്കെ, ഏഷ്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ, വെസ്റ്റ് ഏഷ്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അറ്റ്ലസിൽ, അധികം അറ്റ്ലസിലും ഉണ്ട്, ഓക്സ്ഫോർഡ് സ്റ്റുഡന്റ് അറ്റ്ലസിൽ ബിഫോർ നൗ എന്ന് പറഞ്ഞിട്ട് 2 ഫോട്ടോസ് വെച്ചിരിക്കുന്നത് കാണാം അല്ലെ, സാറ്റലൈറ്റ് ഇമേജ്. അത് RLCയുടെ ആണ്. സോ ഊർമിയ ഇറാനിലാണ്. RLCയും ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫോട്ടോയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ലേക്ക് ബാൽകഷ് കസാഖിസ്ഥാനിലാണ്. ഓൾ ദി പേയേഴ്സ് ആർ കറക്റ്റ്. ഓക്കെ, യെസ്. അഗെയിൻ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഈ ഒരു പ്ലേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ലേക്ക് ഗലീലി. I will write it here. This is Lake Galilee. Okay, Galilee. Through Galilee Lake, Jordan River flows. Jordan River flow ചെയ്തിട്ട് നേരെ വന്ന് പതിക്കുന്നത് എവിടെയാ? It drains into Dead Sea. Okay, you can see West Bank here. This is Golan Heights. So it's there in Israel. ജോർദാനൊക്കെ തൊട്ട് അടുത്തുണ്ട്. സിറിയ ഗോളൻ ഹൈറ്റ്സിന്റെ തൊട്ടപ്പുറം ഉണ്ട്. സിറിയയുടെ തൊട്ടടുത്താണ് ഗോളൻ ഹൈറ്റ്സ്. ഇറ്റ്സ് ഇൻ ദി ബോർഡർ. സോ പ്ലീസ് റിമെമ്പർ ദിസ് ഏരിയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാമിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഹ്യൂമൻ ജോഗ്രഫി അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിന്നാണെങ്കിലും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഇതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. തോറിയം, യുറേനിയം. ബോത്ത് ആർ ആക്ച്വലി ന്യൂക്ലിയർ ഫ്യൂവൽ. നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവൽ ഏതാണെന്നാണ് നമ്മൾ ഒഫീഷ്യലി ഡിസൈനഡ് ചെയ്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. തോറിയം ആൻഡ് യുറേനിയം ബോത്ത് ആർ ആക്ച്വലി ന്യൂക്ലിയർ ഫ്യൂവൽ. യുറേനിയം ഡെപ്പോസിറ്റ്സ് ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. തോറിയം അതുപോലെ കാണാൻ പറ്റും. റൈറ്റ്. സോ 2 and 3 ആണെന്ന് നമുക്ക് അറിയാം. എനിവേ ദ ആൻസർ ഏതാണെന്ന് നമുക്ക് പോകാം. വാട്ട് അബൌട്ട് ബെന്റോണൈറ്റ് ആൻഡ് ക്യാനൈറ്റ്? നമുക്ക് നോക്കാം. ന്യൂക്ലിയർ എനർജി ആയിട്ട് നമ്മൾ പറയുന്നത് ഈ 2 എണ്ണമാണ്. സോ ദ ആൻസർ ഈസ് ആക്ച്വലി ബി, ബോത്ത് തോറിയം ആൻഡ് യുറേനിയം. ബെന്റോണൈറ്റ് ആൻഡ് ക്യാനൈറ്റ് ഇസ് നോട്ട് എ ന്യൂക്ലിയർ എനർജി യെറ്റ്. ഒഫീഷ്യലി ഡിസൈനേറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇനി എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, യുറേനിയം ഡെപ്പോസിറ്റ്സ് ഇന്ത്യയിൽ എവിടെയൊക്കെ കാണുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ധാർവാർ റോക്സ്. ധാർവാർ റോക്സിനെ കുറിച്ച് തീർച്ചയായും എല്ലാ ജിയോഗ്രഫി പഠിക്കുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം. ധാർവാർ റോക്സ് ദേ ആർ ലൊക്കേറ്റഡ് ഇൻ കർണാടക. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് റോക്സ് ആണ് ധാർവാർ റോക്സ്. അതുകൊണ്ട് തന്നെ റോക്സ് പഠിക്കുന്ന സമയത്ത് ധാർവാർ റോക്സ് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ധാർവാർ റോക്സ് കർണാടകയിലാണ്. ഓൾഡസ്റ്റ് റോക്സ് ആണ് ഇന്ത്യയിലെ. അതുപോലെ നമുക്ക് യുറേനിയം ഡെപ്പോസിറ്റ്സ് ഇവിടെ കാണാം. ഇതല്ലാതെ സിംബുങ് ഡിസ്ട്രിക്റ്റിൽ കാണാം. സിംബുങ് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിന്റെ ഒരു ചോട്ടാനാഗ്പൂർ പ്ലേറ്റിയുടെ, ജാർഖണ്ഡ് റാഞ്ചി പ്ലേറ്റിയുടെ ഭാഗമാണ് സിംബുങ് കോപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് യുറേനിയം ഡെപ്പോസിറ്റ്സ് കാണാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദാറ്റ് യു ഹാവ് ഉദയ്പൂർ, ആൽവാർ ആൻഡ് ജുൻജുനു ഓഫ് രാജസ്ഥാൻ. അതുപോലെ മഹാരാഷ്ട്രയില് ബാന്ദാര ഡിസ്ട്രിക്റ്റിലും, ദുർഗ് ഡിസ്ട്രിക്ട് ഓഫ് ഛത്തീസ്ഗഡിലും, കുളു ഡിസ്ട്രിക്ട് ഓഫ് ഹിമാചൽ പ്രദേശിലൊക്കെ നമുക്ക് യുറേനിയം ഡെപ്പോസിറ്റ്സ് കാണാൻ പറ്റും. ദീസ് ആർ ദി നോൺ യുറേനിയം ഡെപ്പോസിറ്റ്സ് ഫ്രം ഇന്ത്യ. ഇതല്ലാതെ തോറിയം ഡെപ്പോസിറ്റ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയുടെ ചില കോസ്റ്റൽ ഏരിയാസിലാണ്. എസ്പെഷ്യലി കേരള, തമിഴ്നാട്, ആന്ധ്ര ആൻഡ് ഒഡീഷ. കേരളത്തിലാണ് നമുക്ക് കൊല്ലം, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലൊക്കെ നമുക്ക് സദേൺ കേരള യു ക്യാൻ സി എ ലോട്ട് ഓഫ് തോറിയം ഡെപ്പോസിറ്റ്സ്. തോറിയം ഡെപ്പോസിറ്റ് ഡയറക്റ്റ്ലി അല്ല. സോ തോറിയം നമ്മൾ കിട്ടുന്നത്, ദീസ് മിനറൽസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം മോണസൈറ്റ് ആൻഡ് ഇൽമനൈറ്റ് സാൾട്ട്. മോണസൈറ്റ് ആൻഡ് ഇൽമനൈറ്റ് സാൾട്ട്. ഇൽമനൈറ്റ് സാൾട്ടിൽ നിന്നും അതുപോലെ മോണസൈറ്റ് സാൾട്ടിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. കരിമണൽ നമ്മൾ കേരളത്തിന്റെ സൗത്ത് ഒക്കെ കാണുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഫിൽഡ് വിത്ത് എ ലോട്ട് ഓഫ് തോറിയം. തോറിയം ഡെപ്പോസിറ്റ്സ് നമ്മൾ മോണസൈറ്റ്, ഇൽമനൈറ്റ്സ് എടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി തമിഴ്നാട് നമുക്ക് ഇത് കാണാൻ പറ്റും. നോട്ട് ഓൺലി ഇൻ കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, വിശാഖപട്ടണം റീജിയൻ ആൻഡ് ഈവൻ യെസ് മഹാനദി ഡെൽറ്റയുടെ അടുത്തും നമുക്ക് ഒരുപാട് തോറിയൻ ഡെപ്പോസിറ്റ്സ് ഇന്ത്യയിൽ കാണാൻ പറ്റും, ഒഡീഷ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ninth question. Yes, it's regarding a concept called Western disturbance. Western disturbances. അല്ലെ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. നമ്മൾ ജോഗ്രഫിയിൽ വിൻഡ് ആണെങ്കിലും ഏതൊരു കോൺസെപ്റ്റ് ആണെങ്കിലും if it is a wind coming from east, it's called easterlies. If a wind is coming from sea, it is called sea breeze. From mountain breeze. So wind gets its name, or these kind of concepts get its name from its origin. അപ്പോൾ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വരുന്നതായിരിക്കും? വെസ്റ്റ് നിന്ന് വരുന്ന എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് അർത്ഥം. ഓക്കെ, വെസ്റ്റ് എന്ന് വരുന്ന ഡിസ്റ്റർബൻസ് ആണെന്ന് അർത്ഥം. See, these cyclones originate from Mediterranean region and move eastward. It is already corrected in your question paper. So eastward, these cyclones originate from Mediterranean region and move eastward, reaching as far as northern Bangladesh and southeastern Nepal. Mediterranean region എന്ന് വന്ന ഇന്ത്യയിലേക്ക്, ഇന്ത്യയുടെ ഗിഞ്ചലിക് പ്ലെയിൻസിലൂടെ ഈവൻ സദേൺ നേപ്പാൾ റീജിയനിലൂടെയൊക്കെ ബംഗ്ലാദേശ് വരെയൊക്കെ പോകുന്ന ഒരു സൈക്ലോൺ ആണ്, സൈക്ലോണിന്റെ റെമനന്റ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. സാധ്യതയുണ്ടല്ലേ, വെസ്റ്റ് എന്നല്ലേ വരുന്നത്, എങ്ങോട്ടാ പോകുന്നത്? ഈസ്റ്റിലേക്ക് അല്ലെ, സാധ്യതയുണ്ട്. മെഡിറ്ററേനിയൻ ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യയുടെ നോർത്തേൺ പോർഷനെ ഹിമാലയൻ ബെൽറ്റിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, ദീസ് സൈക്ലോൺസ് ആർ ഡ്രിവൺ ബൈ വെസ്റ്റർലി വിൻഡ്സ്. വെസ്റ്റർലി വിൻഡ്സ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നായിരിക്കും വിൻഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? വെസ്റ്റ് എന്ന്. എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നപ്പോ? ഈസ്റ്റിലേക്ക്. occur within the monsoon season. So the question, please remember the season, monsoon season എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൺസൂൺ സീസണിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് വിൻഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. These disturbance typically occur during the winter months from November to April, with their frequency peaking in the January and February. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വിന്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതില് മൺസൂൺ, ഇതില് വിന്റർ, ബോത്ത് ആർ ആക്ച്വലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ. ബോത്ത് ആർ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്. എപ്പോഴും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ്സുകൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ തീർച്ചയായും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഏതെങ്കിലും ഒന്നായിരിക്കും ശരി, രണ്ടും ഒരുമിച്ച് ശരിയാവാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോ എയ്തർ 2 അല്ലെങ്കിൽ 3 തെറ്റാണെന്ന് അർത്ഥം. ലെറ്റ്സ് സീ. As disturbance advance, they bring rainfall to plains and snowfall to the higher altitude region of Himalayan region. ഇതിൽ സ്നോഫോൾ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. സ്നോഫോൾ ഉണ്ടാവുന്നത് വിന്ററിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. മൺസൂൺ അല്ല സമയം എന്ന് നിങ്ങൾക്ക് ആക്ച്വലി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 9th ആൻസർ സി ആണ്. ഓൺലി 3 സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയായിരിക്കും? ഇതും ശരിയാകാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇത് രണ്ടിലെ ഏതെങ്കിലും ഒന്ന് തെറ്റാണ്. സ്നോഫോൾ ഹിമാലയൻ റീജിയനിൽ ഉണ്ടാകുന്നത് വിന്ററിൽ ജനുവരിയിലേക്കാണ് എന്ന് അറിയാമെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ആക്ച്വലി 1, 3 and 4, that is only 3 statements are correct. Okay, എന്താണ് വിസ്റ്റർ ഡിസ്റ്റർബൻസ് എന്ന് പറയാം? നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ റീജിയണിൽ, ഇന്ത്യയുടെ വെസ്റ്റേൺ റീജിയണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന, നോർത്ത് വെസ്റ്റേൺ റീജിയണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സൈക്ലോൺ റെമനൻസ് ആണ്. അത് മെഡിറ്ററേനിയൻ റീജിയനിലൊക്കെ ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യയുടെ നോർത്ത് ആൻഡ് വെസ്റ്റേൺ റീജിയനിലേക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് സൈക്ലോൺ ഡിസ്റ്റർബൻസ് ആണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. Why it is called disturbance? Because it happens in winter season. Winter seasonന്റെ പ്രത്യേകത എന്താ ഇന്ത്യയില്? See, at the beginning of November, the monsoon is over. From June up to September, southwest monsoon. From October last week up to November, you have northeast monsoon. So from November onwards, there is no wind, there is no clouds, there is no rainfall. The sky is very clear. So during winter season, December landa, the sky will be very clear, calm and quite clear sky. There is no wind and all, much wind and all, like southwest monsoon and all. Okay, so nothing is there. So clear sky, pleasant weather. The weather will be very pleasant without any rainfall. So during that time, who will come?
western disturbances will come to disturb the entire pleasant condition present in the North India region. Okay, so that's why it is known as western disturbances. Okay, so western disturbance വരും, ഇന്ത്യയുടെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ കുറച്ച് മഴയൊക്കെ കിട്ടും. വിന്റർ സീസൺ ആണ്, അപ്പൊ വിന്റർ ക്രോപ്പ് ആയിട്ടുള്ള വീറ്റിനൊക്കെ എന്താണ്, ദിസ് ഇസ് ആക്ച്വലി ഗുഡ്. ഇറ്റ്സ് ഗുഡ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് വീറ്റ് ആൻഡ് ഓൾ. ഓക്കെ, അതേസമയം ഹിമാലയാസിൽ മഞ്ഞ് പെയ്യും, എക്സ്പെഷ്യലി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, up to Arunachal, Sikkim and all, there will be snowfall and all. So it gives precipitation throughout the Himalayan belt. Okay, that's all about this question. Okay, let's move on. Second statement is actually wrong. It's not during monsoon season, it is during winter season. Let's move on to the 13th question. Okay, let's go to the Okay, let's go to the 13th question. 13th question, with reference to India, consider the following statement. They ask the correct statement. India is a major global producer of graphite, flake graphite. It's nothing but graphite. Arunachal Pradesh and Jammu and Kashmir are leading producer of graphite in India. Tamil Nadu and Jharkhand have more than 70% of graphite resources in India. It's a factual question. If you know human geography, economic geography, you can answer this question. It's all about resource geography. That means mineral composition, mineral distribution and all. So the answer is A. Only one statement is correct, which is the only one statement that is correct. Yeah, India is a major global producer of flake graphite. At the same time, both the 2 and 3 statements are wrong, because Arunachal Pradesh and Jammu and Kashmir have more than 60% of the total graphite resource in India. Okay, ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉള്ളത് ഇവിടെയാണ്. And Odisha has the largest producer of graphite. Actually, Odisha is the largest producer, and it is followed by Tamil Nadu. Okay, don't forget, second largest producer of graphite globally after China. Okay, so India is the second largest producer of graphite globally after China. So ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബാക്കി രണ്ട് തെറ്റാണ്. Okay, that's it. A is the answer. Okay, let's move on to the 62nd question. Next question. All weather activities are confined to troposphere. All weather activities are confined to troposphere. Okay, you know that there are there are 5 levels mainly in atmosphere. Starting from troposphere, you have stratosphere, then mesosphere, then we have thermosphere, and the lower part of thermosphere is called ionosphere. And troposphere is very special because all kind of weather activities like snowfall, precipitation, hailstorm, rainfall, cyclone, hurricane, tornado, whatever it is, clouds, mainly major part of clouds, everything is found near troposphere, inside the troposphere. All living things are seen within troposphere. Okay, that means from Earth up to a height of 13 km, average 13 kilometer. Okay, so that's correct. So one statement is right. Stratosphere is a very cold and cloudless layer with extremely thin air without dust, smoke or water vapor. That is also right. So stratosphere is almost free from all kind of things like clouds, dust particles, smoke, water vapors, etc. Okay, it can't survive that. That's what, there is no this kind of things. Okay. In mesosphere, the temperature starts increasing with the increase in altitude. Is it increasing in mesosphere? Please remember that troposphere, mesosphere,
troposphere, stratosphere, mesosphere, and thermosphere. In troposphere, the temperature will reduce. Then in stratosphere, it increases. In mesosphere, again decreases. Actually, mesosphere is the coldest layer. So, does the temperature increase? No, it is almost wrong. The statement is wrong. So, that statement must be wrong. So, all 1, 2 and both the 1 and 2 statement are right. They are right. Radio waves transmitted from Earth are reflected back to the Earth by ionosphere. Ionosphere is nothing but lower thermosphere. Okay. These are concepts. I don't need to explain much. It's pure concept because it is lower part of thermosphere. This layer has electrically charged particles. That's why it is known as ionosphere. Ionized ആയിട്ടുള്ള particles കാണാൻ പറ്റും. Ions കാണാൻ പറ്റും. അപ്പോൾ ions കാണുന്നതുകൊണ്ടാണ് ionosphere എന്ന് പേര് ഉള്ളത്. ഈ ionosphere-ന് ഒരു യുണീക് ക്വാളിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ വേവ്സിനെ ഇത് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് റേഡിയോ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഇസ് പോസിബിൾ ഡ്യൂ ടു ionosphere, to the presence of ionosphere. So this statement is also right. So only one statement is wrong. All 3, that is answer is C. Okay. Shall we move to the next question? Yes. This again, they have given a location, description on a wildlife sanctuary. We need to find out. So whatever we get from the description, if you are getting a key point, you please underline it. The wildlife sanctuary is located in Arunachal Pradesh. So we are actually searching for a sanctuary from Arunachal Pradesh, right? Okay, let's see. I think Pavitra is not in Arunachal Pradesh. Pavitra is somewhere in Assam or West Bengal, I think. Let's see. Okay. Next is the sanctuary is named after the river. So it's a name of a river. Dibang is the name of a river. Dihang, Dibang. Both are nothing but it is present in Brahmaputra basin. Okay. Brahmaputra പേര് തന്നെയാണ്. Okay. So Dibang. So chances ഉണ്ടല്ലേ? Which flows through it. It considers a biodiversity hotspot. Yes. And a part of Eastern Himalaya, Arunachal Pradesh, yes. Endemic bird area. Sanctuary is home to several rare endangered species of animals, including Mishmi takin. Mishmi tribes are mostly seen in Arunachal Pradesh. Musk deer, goral, clouded leopard, snow leopard, and tiger. Okay, so the answer is nothing but Dibang. It's a direct question. Okay. Yes, at least you can guess it because it is from east. It must be Dibang. Dihang is the name of the river Brahmaputra in Arunachal Pradesh when it comes to India from China. Okay. Yes. Sanctuary name is Dibang. Okay. Clear? Okay. Let's move on to the next question. 65th question. Okay. So question number 65. So the question number 65, consider the following statement about earthquake. It's regarding earthquake, nothing but shaking or trembling of earth. The point where energy is released is called epicenter. Where the energy of earthquake is released, it is in the crustal portion of earth. Earth has 3 layers, crust, mantle and core. Crust is the point where energy is released during an earthquake. So imagine this is crust. So the energy will be releasing at a point inside the crust, right? Okay, it's like a pressure cooker. Pressure release ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താണ് പറയാ? It is nothing but focus of an earthquake or hypocenter of an earthquake. Hypocenter. Why it is called hypo? Hypo means what? Inside, beneath. I.e. hypoderm. Beneath my skin, there is another layer is there. It's called hypoderm. Skin എന്തുകൊണ്ട് ഉണ്ടാക്കിയത്?
എപ്പിഡേം കൊണ്ടാണ്. എപ്പിഡേമും താഴെ ഹൈപ്പോഡേം. അപ്പൊ എപ്പിഡേം ഇസ് നത്തിങ് ബട്ട് the point on the surface of the earth. This is epidem. Sorry, epicenter. Epicenter. So epicenter is the point outside the earth, on the earth's surface. So point where energy is released during an earthquake is known as not epicenter. It is actually hypocenter. Pure logic. Pure concept. So first statement is actually wrong. Body waves are generated due to release of energy at the focus and move in all direction, traveling to the body of the earth. So nothing wrong in that sentence. Body wave originates from focus, move in all direction through the body of the earth. Hence the name what? Body waves. So the statement is right. It is mentioned in the +1 NCERT Fundamentals of Geography textbook. In the second chapter or third chapter, you can see earth structure. Within earth structure, you can see all these kind of seismic waves, earthquake, tsunami, etc. Okay. S wave is nothing but, yes, secondary wave. S waves can travel only through solid media. Yes, that is the major concept here. P waves can travel in all media, all three media, that is solid, liquid and gaseous media. But S wave can travel only through solid media. ഞാനിത് ആലോചിച്ച് നോക്കുന്നത് S for secondary wave ആണ്. പക്ഷെ ഇതിന് എവിടെ ട്രാവൽ ചെയ്യാൻ പറ്റും? S for സോളിഡിലൂടെ മാത്രം, ഖരാവസ്ഥയിലുള്ള എലമെന്റ്സിലൂടെ മാത്രമേ ഇതിന് മൂവ് ചെയ്യാൻ പറ്റൂ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ് മെർക്കാലി സ്കെയിൽ. ആണോ? നിങ്ങള് മീഡിയയിൽ പോലും, ന്യൂസ് മീഡിയയിലും ന്യൂസ് പേപ്പറിൽ പോലും കണ്ടിട്ടുണ്ടാവും. The magnitude of an earthquake was 5 point something, 6 point something, measured in Richter scale എന്നാണ് കണ്ടത് അല്ലെ. റിക്ടർ സ്കെയിലിൽ ഇത്ര രേഖപ്പെടുത്തി എന്നാണ് കണ്ടിട്ടുണ്ടാവുക. So it is not Mercalli scale, it is Richter scale. This statement is also wrong. So this is wrong and this is wrong. Both these two statements are right. Anyway, Mercalli scale measures the intensity of what? Damages. It measures the intensity of damages caused by an earthquake. So that is Mercalli scale. Richter scale is the scale which measures the magnitude of an earthquake, which starts from 1 to 10. At the same time, Mercalli scale is from 1 to 12. 1 to 12. Okay, don't forget. So the answer is, of course, B. Only 2 statements are right. Okay, let's move on to the next question. Yes, 67th question. Consider the following statement about nature of irrigated farming in India. The objective of protective irrigation is to protect crops from adverse effects of soil moisture. Irrigation related resource geography, moisture deficiency, which often means that irrigation acts as a supplementary source of water over and above rainfall. At the same time, productive irrigation provides sufficient soil moisture in the cropping season to achieve high yield. ഈ സ്റ്റേറ്റ്മെന്റിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ. ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? Okay, 67th question, number 67. Okay, first you will, yes, it's about the statement is about nature of irrigated farming in India. First statement is the objective of protective irrigation is to protect crops from adverse effects of soil moisture deficiency, which often means that irrigation acts as a supplementary source of water over and above the rainfall. Okay,
Second statement is productive irrigation is meant to provide sufficient soil moisture in the cropping season to achieve high yield. Okay. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇതിന്റെ എയിം എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ആക്ച്വലി ദ ആൻസർ മസ്റ്റ് ബി വാട്ട്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ല, ദാറ്റ് ഈസ് ആൻസർ മസ്റ്റ് ബി ഡി. ബോത്ത് ആർ കറക്റ്റ്. ഇറിഗേഷൻ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പ്ലീസ് റീഡ് ഇറ്റ്. സോ NCERT പീപ്പിൾ ആൻഡ് എക്കണോമി നന്നായിട്ട് വായിക്കുക. റിസോഴ്സ് ജോഗ്രഫി നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. കാരണം കൂടുതൽ നമുക്ക് ഫാക്ട്സുകൾ കാണാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതുപോലുള്ള ചില കോൺസെപ്റ്റുകളും മതി. ഇതിന്റെ സ്ട്രാറ്റജി എയിം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം യുവർ NCERT. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ 68th ക്വസ്റ്റ്യൻ. അഗെയിൻ ദിസ് എ ലൊക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. റീസെന്റ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് സീ ഉക്രൈൻ റഷ്യ വാറിന്റെ സമയത്തൊക്കെ ഒരുപാട് ഇവിടെ നിന്നുള്ള ന്യൂസ് കേട്ടിട്ടുണ്ടാവും. കീവ് നദിയെ കുറിച്ച് കീവ് എന്ന സിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ബ്ലാക്ക് സീ കേട്ടിട്ടുണ്ടാവും. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദാറ്റ്. ബ്ലാക്ക് സീ ആയിട്ട് ബോർഡർ ഉള്ള ഈ പറഞ്ഞ എന്താണ് കൺട്രീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. യു ഹാവ് ഗിവൺ റൊമാനിയ, തുർക്കി, ബൾഗേറിയ, മോൾഡോവ, അതുപോലെ ഉക്രൈൻ. മോൾഡോവ, ഉക്രൈൻ, ബൾഗേറിയ, തുർക്കി, റൊമാനിയ. ബ്ലാക്ക് സീ ആയിട്ട് ബോർഡർ ഉള്ളതാണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ലൊക്കേഷൻ നോക്കി തന്നെ പഠിക്കേണ്ടി വരും. ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൊക്കേഷൻ ആണ് നമുക്ക് കൂടുതൽ ഒന്നും അവിടെ അപ്ലൈ ചെയ്യാനില്ല. ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഉക്രൈനിന് സ്വാഭാവികമായിട്ടും ബ്ലാക്ക് സീ ആയിട്ട് എന്തുണ്ട്? ലാൻഡ് ഉണ്ടാവണം, ബോർഡർ ഉണ്ടാകണം. കാരണം ബ്ലാക്ക് സീയിലായിരുന്നു ഉക്രൈൻ റഷ്യ വാറിന്റെ കുറെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ മിസൈൽ സ്ട്രൈക്ക് ഒക്കെ നമുക്ക് റഷ്യൻ ഷിപ്പിന് നേരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസിൽ. അപ്പോൾ ഉക്രൈനുമായിട്ട് എന്തുണ്ടാവണം? ബ്ലാക്ക് സീക്ക് ബോർഡർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? യെസ്. എനിവേ ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞാൽ, എനിവേ ദിസ് ബ്ലാക്ക് സീക്ക് ബൾഗേറിയ, റൊമാനിയ, ഉക്രൈൻ, റഷ്യ, തുർക്കി ഇത്രയും കൺട്രീസുമായിട്ട് ബോർഡർ ഉണ്ട്. സിമ്പിൾ ആയിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതൊരു കോഡാണ്, ഗ്രേറ്റ് റബ്ബ്. ഇത് ഞാൻ ബ്ലാക്ക് സീക്ക് ഉണ്ടാക്കി. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത ഒരു കോഡാണ്. സോ ബ്ലാക്ക് സീക്ക് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കോഡാണ് ഗ്രേറ്റ് റബ്ബ്. ഓക്കെ, നമ്മൾ ബ്ലാക്ക് സീ ആണല്ലോ. ബ്ലാക്ക് സീയിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ കരി ഓയിലാകും അല്ലെ? മുകളിലൊക്കെ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആകും. അപ്പൊ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് അല്ലെ വാഷ് ചെയ്യേണ്ടി വരും അല്ലെ? ഗ്രേറ്റ്ലി വി ഹാവ് ടു റബ്ബ് ഇറ്റ്. സോ അങ്ങനെയാണ് ഗ്രേറ്റ് റബ്ബ്, ബ്ലാക്ക് സീ ഗ്രേറ്റ് റബ്ബ് അങ്ങനെ പേര് വന്നത്. G for Georgia, R for Russia, T for Turkey, R for again Romania. Okay, U for Ukraine, B for Bulgaria. Okay, തുർക്കി ഉണ്ട്, ബൾഗേറിയ ഉണ്ട്. ഇവിടെ ആരും ഇല്ലാത്തത്? മോൾഡോവയാണ് ഇല്ലാത്തത്. Okay, so the answer is C is the answer. Okay, don't forget. So next is 86th question with a reference to lithium. Okay, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ലിഥിയം. കാരണം ഈ ഇലക്ട്രിക് മൊബിലിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ വെഹിക്കിൾസ് ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം ബാറ്ററിയാണ്. ബാറ്ററി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി ഏതാണ്? ലിഥിയം ബാറ്ററീസ് ആണ്. ഓക്കെ, ലിഥിയം അയോൺ ബാറ്ററി ആണ്. സോ ലിഥിയം അയോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചിലി, ബൊളീവിയ, അർജന്റീന together form the world's lithium trinity of triangle. The lithium trinity holds nearly half of the world's lithium resource base. Lithium is crucial for the element for battery technologies used in electric vehicles and energy storage systems. India is 100% import dependent in the case of lithium. The answer എന്ന് പറയുന്നത് ഈ 4 സ്റ്റേറ്റ്മെന്റും ഫാക്ച്വൽ ആണ്. തീർച്ചയായും 4 ആക്ച്വലി ശരിയാണ്. ഓക്കെ, all 4 statements are actually ശരിയാണ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. ഇപ്പൊ ലിഥിയം ബാറ്ററിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ലിഥിയം റിസർവ്സ് ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് കുറച്ച് കണ്ടെത്തിയതേ ഉള്ളൂ. ഇനി എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ലഡാക്കിലും കാശ്മീരിനും അടുത്തൊക്കെ കുറച്ച് ലിഥിയം റിസർവ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഫോളോ ഇൻ. Question number 90. Majority of passenger and goods. Consider the following statement. Majority of passenger and good traffic in India carried by the road network. Okay? Correct statement ആണ് ചോദിച്ചത്. സാധ്യതയുണ്ടല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന റോഡിനെയാണ് ഇന്ത്യയിൽ അല്ലെ? യെസ്. നാഷണൽ ഹൈവേ constitute for about 50% of the total road length in India. Is it? ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ ആണോ?
നാഷണൽ ഹൈവേ മാത്രമാണ് 50%. സോ ആക്ച്വലി നാഷണൽ ഹൈവേയുടെ ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2 ഒക്കെ പെർസെൻറ്റേജ് വരുള്ളൂ. ബാക്കി 97 അല്ലെങ്കിൽ 98% നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റ് റോഡുകളെയാണ്, നോട്ട് നാഷണൽ ഹൈവേ. 2% മാത്രമാണ് ടോട്ടൽ റോഡ് ലെങ്ത് ആശ്രയിക്കുന്നതല്ല, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2%. 98% ലെങ്ത് എന്ന് പറയുന്നത് ബാക്കിയുള്ള റോഡുകളാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നാഷണൽ ഹൈവേയെ തന്നെയാണ്. ലെങ്ത് പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ബാക്കിയുള്ള റോഡുകളാണ്, നോട്ട് നാഷണൽ ഹൈവേസ്. NHAI, National Highway Authority of India, is the only agency responsible for the development and maintenance of all roads, all national highways in India. Is it so? അപ്പൊ നമുക്ക് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇല്ലേ ഹിമാലയാസിൽ? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഡിഫൻസ് മിനിസ്റ്ററുടെ അണ്ടറിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരാണ് ഹിമാലയാസിലുള്ള പാസസും കർദുംഗ്ലയും ഉംലിംഗ്ലയും അല്ലെ, ഓരോ പാസസിന്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട്, പല റോഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവരാണ്. So this is not correct. The statement is wrong. This one is also wrong. Only one statement follows. So the answer must be A. ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ആൻഡ് ഇന്ത്യയിൽ 64% ഗുഡ്സും പാസഞ്ചേഴ്സും മൂവ് ചെയ്യുന്നത് റോഡിലൂടെയാണ്. 90% ഓഫ് ഇന്ത്യസ് ടോട്ടൽ പാസഞ്ചർ 90% ട്രാഫിക് യൂസ് ചെയ്യുന്നത് റോഡാണ്. 2.09 നമ്മൾ പറഞ്ഞതുപോലെ 2.09 മാത്രമാണ് നാഷണൽ ഹൈവേസിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നെറ്റ്വർക്കിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയാം. ബട്ട് 40% റോഡ് ട്രാഫിക് ഈ ഹൈവേസിലൂടെയാണ്. ബാക്കി 60% മാത്രമേ 98% വരുന്ന ബാക്കിയുള്ള റോഡുകളിലേക്ക് വരുള്ളൂ. ഇനി നാഷണൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റേറ്റ് PWDs, അതുപോലെ BRO, ഇവരൊക്കെ NHAI മാത്രമല്ല, എല്ലാത്തിന്റെയും ഇറ്റ്സ് എ കോമൺ ഒബ്ജക്റ്റീവ് ഇസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഡെവലപ്പ് ദീസ് റോഡ്സ്. ഓക്കെ, യെസ്, ദ ആൻസർ ഈസ് A. ആൻഡ് ദ 100th ക്വസ്റ്റ്യൻ, ജോഗ്രഫിയിൽ നിന്നുള്ള 100th ക്വസ്റ്റ്യൻ, 100 ക്വസ്റ്റ്യൻ നമ്പർ 100. മൗണ്ടൻ പാസ് ആൻഡ് ദ റെസ്പെക്റ്റീവ് മൗണ്ടൻ റേഞ്ച്. സോജില, ദിഫു, കർദുംഗ്ല, ബണിഹാൽ പാസ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പാസ് ഏതാണോ അത് ആദ്യം തന്നെ എഴുതാതെ. നിങ്ങൾ കർദുംഗ്ലയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കർദുംഗ്ല വാസ് ദി ഹയസ്റ്റ് പാർട്ട്. ഇപ്പൊ ഉംലിംഗ്ലയാണ്. ഇപ്പൊ സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആണ് കർദുംഗ്ല. കർദുംഗ്ല എവിടെയാണ്? തിരുപ്പഞ്ചാലിലാണോ? ലഡാക്കിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള പാസസ് ആണ് കർദുംഗ്ല. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആയിരുന്നു. നൗ ഇറ്റ് ഇസ് ഉംലിംഗ്ല. ഇറ്റ് ഇസ് ദ സെക്കൻഡ്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും തെറ്റാണ്. കർദുംഗ്ല ലഡാക്കിലും നേരെ താഴെ കൊടുത്തിരിക്കുന്ന ബണിഹാൽ തിർപഞ്ചാലിലുമാണ്. ഇത് നേരെ ഉൾട്ടയായിട്ട് റിവേഴ്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം സോജില ഈസ് ഇൻ ഗ്രേറ്റർ ഹിമാലയ, ദിഫു ഡൈഫർ പാസ് ഇൻ അരുണാചൽ. ഇന്ത്യയിലെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് പാസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ദിഫു അല്ലെങ്കിൽ ഡൈഫു പാസ്. ഓക്കെ, ഇറ്റ്സ് ഇൻ അരുണാചൽ പ്രദേശ്. ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. സോ ഓൺലി 2 pairs are correct. So B is the answer. Okay. Yes, Kardungla is in Ladakh, Banihal is in Tirpanjal. Clear? ഇപ്പൊ നമ്മൾ ജോഗ്രഫിയുടെ ആൻസേഴ്സ് കണ്ടു, എക്സ്പ്ലനേഷൻ കണ്ടു. ഓക്കെ, യെസ്. ഹലോ എവരിവൺ, മൈസെൽഫ് സിറാജുദ്ദീൻ. പാത്വേസ് അക്കാദമി നടത്തിയിട്ടുള്ള ഓൾ ഇന്ത്യ പ്രിലിംസ് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റിന്റെ പോളിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊളിറ്റി എന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് ആൻ ഇന്റഗ്രൽ ഫാസറ്റ് വിത്തിൻ വിച്ച് കാറ്റഗറി? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ലീഗൽ റൈറ്റ്സ്, നാച്ചുറൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ്. സോ ബേസിക്കലി ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന റൈറ്റ് ഈ താഴെ പറയുന്നതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇനീഷ്യലി എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇറ്റ് വാസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരണ്ടീഡ് അണ്ടർ ആർട്ടിക്കിൾ 31 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ബട്ട് ആസ് യു നോ ദാറ്റ് നമ്മുടെ ഇന്ത്യയിൽ ലാൻഡ് റിഫോംസ് ലോസ് ഒക്കെ ഇനാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1951 ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ
അതോറിറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ കേർട്ടൈൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻ 1978 1978 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ ത്രൂ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വി ഡിലീറ്റഡ് ദി ആർട്ടിക്കിൾ 31 ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ ഇത് നിലവിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, അതുകൊണ്ട് തന്നെ. ഓക്കെ, എന്നിട്ട് ഈ 44th അമെൻമെന്റിലൂടെ ചെയ്തത് എന്താണ്? വി ഇൻസേർട്ടഡ് എ ന്യൂ ആർട്ടിക്കിൾ 300A ഇൻടു ദി പാർട്ട് 12 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന പാർട്ട് 12 ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തു. അതിനകത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടിയെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ തുടങ്ങി. സോ ഇപ്പോൾ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാന്ന് മനസ്സിലാക്കുക. ഇനി ആർട്ടിക്കിൾ 300A പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് പ്രോപ്പർട്ടി സേവ് ബൈ ദി അതോറിറ്റി ഓഫ് ലോ. അതായത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാളുടെയും പ്രോപ്പർട്ടി ഡിപ്രൈവ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ്. ഓക്കെ, സോ ആർബിട്രറി ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആക്ഷൻസിൽ നിന്ന് ആളുകളുടെ പ്രോപ്പർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലീഗൽ റൈറ്റ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31st ക്വസ്റ്റ്യൻ ആണ്. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റ്സ് ദ രാജ്യസഭ ആസ് ദി സെക്കൻഡ് ചേംബർ ആൻഡ് നോട്ട് ദി സെക്കൻഡറി ചേംബർ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദിസ്? സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. രാജ്യസഭ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ഹൗസിനെ അല്ലെങ്കിൽ സെക്കൻഡ് ചേംബറിനെ ഒരു സെക്കൻഡ് ചേംബർ ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കണക്കാക്കുന്നത്, നോട്ട് എ സെക്കൻഡറി ചേംബർ. ഓക്കെ, സോ സെക്കൻഡ് ചേംബറും സെക്കൻഡറി ചേംബറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെക്കൻഡ് ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഹൗസ് എന്നുള്ളതാണ്. സെക്കൻഡറി ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഹൗസിനെക്കാട്ടിലും പവർ കുറഞ്ഞ ഒരു സബോർഡിനേറ്റ് എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദസ് ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് അബൌട്ട് ദ ഈക്വൽ പവേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ. ഓക്കെ, രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള പവേഴ്സ് ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത് പ്രൊസീജിയർ ഫോർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഇലക്ഷൻ ആൻഡ് ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ്, പ്രൊസീജിയർ ഫോർ കൺവേർട്ടിംഗ് ആൻ ഓർഡിനൻസ് ഇൻ ടു ആൻ ആക്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, ഇതിനകത്ത് രാജ്യസഭക്കും ലോക്സഭക്കും ഈക്വൽ പവേഴ്സ് ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ കേസിൽ ദേ ഹാവ് ഈക്വൽ പവേഴ്സ് ആസ് പെർ ആർട്ടിക്കിൾ 368 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ക്യാൻ ബി introduced either in Lok Sabha or in Rajya Sabha, and both of the houses must pass that bill separately by a special majority. So അവിടെ ഒരു ജോയിന്റ് സിറ്റിങ്ങിനുള്ള പ്രൊവിഷൻ ഇല്ല, രണ്ട് സഭകൾക്കും ഈക്വൽ പവേഴ്സ് ആണ്. രണ്ടാമത്തെ കേസ് ഇലക്ഷൻ ആൻഡ് ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഇലക്ഷന്റെ കേസിൽ നമുക്കറിയാം, പ്രസിഡന്റിന്റെ ഇലക്ഷനകത്ത് വോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെന്റിലെ എല്ലാ ഇലക്റ്റഡ് മെമ്പേഴ്സും, ദാറ്റ് മീൻസ് ബോത്ത് ഫ്രം ലോക്സഭ ആൻഡ് രാജ്യസഭ, പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ ഇലക്റ്റഡ് മെമ്പേഴ്സുമാണ്. സോ ഇവിടെയും ഈക്വൽ പവേഴ്സ് ആണെന്ന് പറയാം. മൂന്നാമത്തത് പ്രൊസീജിയർ ഫോർ കൺവേർട്ടിംഗ് അൻ ഓർഡിനൻസ് ഇൻ ടു അൻ ആക്ട്. ഒരു പ്രസിഡന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ 123 അനുസരിച്ച് പ്രസിഡന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഓർഡിനൻസ് ഒരു ആക്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഈക്വൽ പവേഴ്സ് ആണെന്ന് പറയുന്നു. സോ അതും കറക്റ്റ് ആണ്. സോ ഇതിനകത്ത് ഒരു സെക്കൻഡ് ചേംബർ ആയിട്ട് എന്താണ് കണക്കാക്കുന്നതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഓൾ 3 ആണ്. സോ സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, so the next question is the next question is 33rd question. 33ാമത്തെ question ആണ്. With reference to judicial review, consider the following statements. First statement, it is an Indian innovation to uphold the principle of the supremacy of the constitution. Second statement, the constitutional validity of a legislative enactment or an executive order can be challenged in the Supreme Court as well as in the high courts. Third statement, it can be initiated if the law is outside the competence of the authority which has framed it. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സോ അപ്പോൾ അതിനകത്ത്
ഏതൊക്കെയാണ്, എത്ര സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, ഒരു കഴിഞ്ഞൊരു പാസ്റ്റ് 2 years ആയിട്ട് UPSC പ്രിലിംസിന് അവർ 1 and 2, 1, 2, 3 എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഒഴിവാക്കിയിട്ട് ഓൺലി 1 സ്റ്റേറ്റ്മെന്റ്, ഓൺലി 2 സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ അപ്പോൾ അതിനകത്ത് 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതൊരു ഇന്ത്യൻ ഇന്നവേഷൻ ആണ് ടു അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ സുപ്രീമസിനെ അപ്ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇന്ത്യൻ ഇന്നവേഷൻ ആണെന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇവിടുത്തെ ഒരു കീ വേർഡ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ദ ജുഡീഷ്യൽ റിവ്യൂ, ദ കൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, നിങ്ങൾ ജുഡീഷ്യറിയെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ പറ്റും. ബിക്കോസ് നമ്മൾ സാലിയന്റ് ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഇന്ത്യൻ പൊളിറ്റി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ മിക്സ് ഓഫ് പാർലമെന്ററി സോവറൈനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് അവിടെ തൊട്ട് പഠിക്കുന്നതാണ്. സോ ജുഡീഷ്യൽ റിവ്യൂ ഈസ് ആക്ച്വലി ഒറിജിനേറ്റഡ് ഫ്രം USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ ഇന്നവേഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമതായിട്ട് എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പവർ ഓഫ് ദി കോർട്ട് ടു ചെക്ക് വെദർ അൻ എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേറ്റീവ് ആക്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് കൺസിസ്റ്റന്റ് ഓർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ എടുത്തിട്ടുള്ള ഒരു ആക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കോടതികളുടെ പവറാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. സോ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിൽ കോർട്ടുകൾക്ക് എന്ത് ചെയ്യാം, അത് നൾ ആൻഡ് വോയിഡ് ആണ്, അത് കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിലനിൽക്കില്ല എന്ന് പറയാൻ പറ്റും. സോ ഇന്ത്യയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ അധികാരമുള്ളത് 2 കോർട്ടുകൾക്കാണ്. ഒന്ന് ഹൈക്കോർട്ടുകൾക്കും മറ്റൊന്ന് സുപ്രീം കോർട്ടിനുമാണ്. സോ രണ്ടാമത്തത്, സുപ്രീം കോർട്ട് ആസ് വെൽ ആസ് ഹൈക്കോർട്ട്സ് ക്യാൻ ഇൻവാലിഡേറ്റ് ഓർ constitutional validity of a legislative enactment or an executive order can be challenged either in Supreme Court or High Court എന്ന് പറയുന്നത് അത് കറക്റ്റ് ആണ്. സോ ബിക്കോസ് both the courts have the power to interpret the constitution, ഇവർക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. സോ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ആർട്ടിക്കിൾ 13 അനുസരിച്ച് ഇത് ചെയ്യാം, ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോർട്ടിന് ഇത് ചെയ്യാം, ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോർട്ടുകൾക്കും ഇത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, it can be initiated if the law is outside the competence of the authority which has framed it. So ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ ശരിയാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് ഔട്ട്സൈഡ് ദി അതോറിറ്റി ആണെങ്കിൽ, അതായത് ഒരു ലോ ഫ്രെയിം ചെയ്തേക്കുന്നത് അതിനുള്ള അധികാരം ഇല്ലാത്ത ഒരു അതോറിറ്റി ആണെങ്കിൽ അവിടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് അതും ശരിയാണ്. സോ ദി ആൻസർ ഈസ് ബി, ഓൺലി 2. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34th ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് ടു ഗൈഡ് ദ ഗവൺമെന്റ് ഇൻ പോളിസി മേക്കിംഗ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ categorizes directive principles into Gandhian, socialist and liberal intellectual. Third statement, the directive principles of state policy provide for the separation of legislative and executive organs of the government. അപ്പോൾ ഇതിനകത്ത് എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഹൗ മെനി ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSPയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗൈഡ് ദ ഗവൺമെന്റ് ഇൻ പോളിസി മേക്കിംഗ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ എന്നാണ്. സോ ഇതിന്റെ ലക്ഷ്യം ജനങ്ങളുടെ വെൽഫെയർ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കറിയാം ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പൊളിറ്റിക്കകത്ത് പഠിച്ചിട്ടുള്ളത് എന്താണ്? സോ ഇറ്റ് ഈസ് ടു ഇംപ്ലിമെന്റ് സോഷ്യോ എക്കണോമിക് ഡെമോക്രസി ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുന്ന സമയത്ത് പറയും ഇറ്റ് ഈസ് മെന്റ് ടു പ്രൊമോട്ട് പൊളിറ്റിക്കൽ ഡെമോക്രസി. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആകുമ്പോൾ സോഷ്യോ എക്കണോമിക് ഡെമോക്രസിയാണ്. ഒരു സിമ്പിൾ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ് ആണ്. സോ ജനങ്ങളുടെ വെൽഫെയർ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ വൺ ഓഫ് ദി മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ അതിന് ഗവൺമെന്റിനെ ഗൈഡ് ചെയ്യുന്ന, ബിക്കോസ് ആർട്ടിക്കിൾ 37 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്.
ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദി കോൺസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറൈസസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ടു ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ് ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ. സോ നമ്മൾ ഈ പൊളിറ്റിക്കകത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കാറുണ്ട്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ബേസിക്കലി ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഓർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നില്ല. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രൊവൈഡ് ഫോർ ദി സെപ്പറേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഗൻസ് ഓഫ് ദി ഗവൺമെന്റ്. അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇത് പലപ്പോഴും ആളുകൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ആർട്ടിക്കിൾ 50 പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ് ഷാൾ എൻഡെവർ ടു സെപ്പറേറ്റ് ദ ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യറിനെ എക്സിക്യൂട്ടീവിൽ നിന്ന്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറിയെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഓവർലുക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഗൻ ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ്. ലെജിസ്ലേറ്റീവിനെ എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. സോ ഇത് തെറ്റാണ്. ജുഡീഷ്യറിനെ എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആൻസർ എ ആണ്, ഓൺലി 1. ഓക്കെ, എ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 35th question. Consider the following statements. First statement, the Indian Constitution is often referred as a living document. Second statement, the Constitution offers a sufficient degree of interpretive flexibility to accommodate the perspective of both political classes or political class and judiciary. Which of the following is correct in respect of the above statement? അപ്പോൾ അതിനകത്ത് നമുക്ക് ഓപ്ഷൻ തന്നേക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. രണ്ടാമത്തത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. മൂന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഫോർത്ത് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒരു ലിവിങ് ഡോക്യുമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ലിവിങ് ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ലിവിങ് ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 അല്ലെങ്കിൽ 1949 ഫ്രെയിം ചെയ്തൊരു ഡോക്യുമെന്റ് ആണ്. ഇപ്പോൾ 2023 ആയി. ഇപ്പോഴും നമ്മൾ അതേ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ഇന്ത്യയുടെ ഭരണം നടത്തുന്നത്. പക്ഷെ നമുക്കറിയാം ഈ പാസ്റ്റ് 75 ഇയേഴ്സിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു 73 ഇയേഴ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസും നമ്മുടെ പൊളിറ്റിക്കൽ നീഡ്സും അല്ലെങ്കിൽ ഇന്ത്യയുടെ ആൾക്കാരുടെ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കാലാകാലങ്ങളിൽ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താറുണ്ട്. മാറ്റം വരുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് പറ്റുന്നതാണ്. ആർട്ടിക്കിൾ 368 അനുസരിച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യുകയും വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് അപ് ടു ഡേറ്റ് ആക്കി വെക്കാൻ ഈ രീതിയിൽ പറ്റുന്നുണ്ട്. മറ്റൊരു രീതി അങ്ങനെയാണ് ത്രൂ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസിലൂടെ. അതായത് കോടതികൾ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നിലവിലുള്ള പ്രൊവിഷൻസിന് പുതിയ അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആർട്ടിക്കിൾ 21 വേണമെങ്കിൽ എടുക്കാം. ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിപ്രൈവ് എനി പേഴ്സൺ ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് ത്രൂ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി പറയും. പക്ഷെ നമുക്കറിയാം സുപ്രീം കോടതി ഒരു 1980s ശേഷം ഒരുപാട് വിധികളിലൂടെ ഈ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ആംബിറ്റ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു പ്രൈവസി പോലുള്ള ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു മോഡേൺ ഏജിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള റൈറ്റ്സ് ഒക്കെ ഇതിനകത്ത് ഇംപ്ലൈഡ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നും റെലവെന്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഓവർ ദി ഇയേഴ്സ് വരുന്ന ചേഞ്ചസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇതിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ലിവിങ് ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ലിവിങ് ഡോക്യുമെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ലിവിങ് ഡോക്യുമെന്റ് ആണെന്ന് വിളിക്കുന്നു? ഞാൻ പറഞ്ഞു, ഒന്ന് ഇതാണ് അതിനുള്ള കാരണം, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട്. രണ്ടാമത്തത് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസിലൂടെ നമുക്ക് ഇതിനകത്ത് പുതിയ അർത്ഥങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഇതിന്റെ സ്കോപ്പ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലനേഷൻ ടു ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ആൻസർ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ 36th ആണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് the intention of codification of elaborate rights in part 3 of the constitution is to limit the arbitrary powers of the state. Statement 2, the state with its vast powers is capable of depriving the life and liberty of an individual. Which one of the following is correct in respect of above statements എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ നേച്ചറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്. 2 is the correct explanation to statement 1. Statement 1 and 2 are correct, പക്ഷേ correct explanation അല്ല. Statement 1 is correct, 2 is incorrect. Statement 2 is correct, 1 is incorrect. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ പർപ്പസ് എന്ന്, പൊളിറ്റിക്കൽ ഡെമോക്രസിനെ പ്രൊമോട്ട് ചെയ്യാനാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് നമുക്ക് സിറ്റിസൺസിന് റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇറ്റ് റെസ്ട്രിക്ട്സ് ദ പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിന് ഒരു നെഗറ്റീവ് കനോട്ടേഷൻ ഉള്ള കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 14 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് അതിനകത്ത് പറയുന്നത് പറയും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താ? ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്നാണ്. അതായത് സ്റ്റേറ്റിനോട് ഒരു കാര്യം ചെയ്യരുതെന്നാണ് പറയുന്നത്. സോ സ്റ്റേറ്റിനെ റെസ്ട്രിക്ട് ചെയ്യാണ്. ഓക്കെ, സോ സ്റ്റേറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിലൂടെ എന്താ ചെയ്യുന്നത്? ആളുകളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. എന്തിനാണ് സ്റ്റേറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺസ് ഓർ പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന്റെ പവേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ സിറ്റിസൺസിന്റെ അല്ലെങ്കിൽ പീപ്പിളിന്റെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുക കോൺസ്റ്റിറ്റ്യൂഷണലിസം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗവൺമെന്റുകളെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്നൊക്കെയാണ് പറയാറുള്ളത്. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം ഇത് പലപ്പോഴും UPSC 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നുള്ള രീതിയിലൊക്കെ. സോ അപ്പോൾ അതിനുള്ളൊരു കാര്യമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതിനുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദ intention of codification of elaborate state in part 3 of the constitution is to limit the arbitrary powers of the state. സ്റ്റേറ്റിന്റെ ആർബിട്രറി പവേഴ്സിനെ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാണ് ഫണ്ടമെന്റൽ റൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിൽ ഒരു ലിമിറ്റ് ഇല്ലെങ്കിൽ ദ സ്റ്റേറ്റ് with its vast powers is capable of depriving the life and personal liberty of an individual എന്ന് പറയുന്നു. അതായത് ഇത്തരത്തിൽ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ സ്റ്റേറ്റിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ സ്റ്റേറ്റ് വിത്ത് ഇറ്റ്സ് വാസ്റ്റ് പവേഴ്സ് ഈസ് കേപ്പബിൾ ഓഫ് ഡിപ്രൈവിംഗ് ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് and statement 2 is the correct explanation for statement 1. So ഇനി അടുത്തത് 37th question ആണ്. So 37th question എന്ന് പറയുന്നത് consider a government agency that has unreasonably delayed the processing of their valid application for a license. Despite repeated appeals, the agency continues to neglect its duty, causing the petitioner significant harm and hindering their lawful business activities. Identify the writ that can be applicable in such a scenario. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു ഗവൺമെന്റ് ഏജൻസിയുടെ അടുത്ത് ലൈസൻസിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ ആ അപ്ലിക്കേഷനകത്ത് അവർ തീരുമാനം എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിൽ ഏജൻസി അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരുന്ന് വന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് അതിന് റെമഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിട്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോർട്ടിനും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോർട്ടുകൾക്കും ഇന്ത്യയിൽ റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 5 ടൈപ്പ് ഓഫ് റിട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി, കോവാറണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹേബിയസ് കോർപ്പസ് നമുക്കറിയാം ടു ഹാവ് ദ ബോഡി ഓഫ്, അല്ലെങ്കിൽ ഒരാളുടെ ശരീരം ഹാജരാക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഓപ്ഷൻ ആയിട്ട് വന്നേക്കുന്നത് മാൻഡാമസ്, സെർഷ്യോറി, ഹേബിയസ് കോർപ്പസ്, കോവാറണ്ടോ ആണ്. സോ മാൻഡാമസ് ആണ് ഇതിന്റെ ആൻസർ. മാൻഡാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കമാൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് ബോഡിയുടെ ഭാഗമായിട്ടുള്ള ഒരാളൊരു ഓഫീസർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ്
മാൻഡാമസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മാൻഡാമസിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന് അഗേൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവേണേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ടോ മാൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് ഹൈക്കോർട്ടുകളിലെ ചീഫ് ജസ്റ്റിസുമാർക്ക് അഗേൻസ്റ്റ് ആയിട്ട് മാൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി നേച്ചറിലുള്ള വിവേചനാധികാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ഡിസ്ക്രിഷണറി നേച്ചറിലുള്ള പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അഗേൻസ്റ്റ് ആയിട്ട് പറ്റില്ല. കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് നടപ്പിലാക്കാനും മാൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഒരു പബ്ലിക് അതോറിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ആ പബ്ലിക് അതോറിറ്റി നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി മാത്രമേ മാൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഇനി സെർഷ്യോറി എന്താണ്? സെർഷ്യോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പ്രൊഹിബിഷൻ്റെ ഒരു കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ലോവർ കോർട്ടോ അല്ലെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയോ ഒക്കെ അവരുടെ ജൂറിസ്ഡിക്ഷന് പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അത് ചെയ്യരുത് എന്ന് പറയുകയും പകരം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സൊല്യൂഷൻ കൂടി പറയുന്ന റിട്ടാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. സോ നിങ്ങളിത് ചെയ്യരുതെന്ന് പറയും, ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പ്രൊഹിബിഷനാണ്. പക്ഷേ സെർഷ്യോറിയുടെ കേസിൽ ചെയ്യരുതെന്ന് മാത്രമല്ല പറയുന്നത്, യു ഹാവ് ടു റെഫർ ഓർ ട്രാൻസ്ഫർ ദിസ് ടു ദി കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറയും. ഒരു ലോവർ കോർട്ടിനോടാണെങ്കിൽ ഇത് ഹയർ കോർട്ടിലേക്ക് ഇത് ഡീൽ ചെയ്യാൻ കോമ്പിറ്റന്റ് ആയിട്ടുള്ള കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയോടാണെങ്കിൽ ഹയർ അതോറിറ്റിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ഇനി ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്വാഷ് ചെയ്യാൻ ആവശ്യപ്പെടും. സോ അതാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഒരാളുടെ ശരീരം ഹാജരാക്കാൻ വേണ്ടി പറയുന്നതാണ്. ടു ഹാവ് ദ ബോഡി ഓഫ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ ഇത് ഇല്ലീഗൽ ഡിറ്റൻഷനിൽ കിടക്കുന്ന അൺലോഫുൾ ആയിട്ട് ഡിറ്റൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ്. കോ വാറണ്ടോ എന്ന് പറയുന്നത് ബൈ വാട്ട് അതോറിറ്റി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ കോ വാറണ്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലീഗൽ അപ്പോയിൻമെന്റുകളൊക്കെ നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു പബ്ലിക് പെർമനന്റ് നേച്ചറിലുള്ള ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡർ ആയിട്ടിരിക്കുന്ന ഒരാൾ എന്ത് അധികാരത്തിന്റെ പുറത്താണ്, എന്ത് അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദ്യം ചെയ്യുന്നതാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്. ഈ കോ വാറണ്ടോക്ക് മറ്റുള്ള റിട്ടുകളിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ കോ വാറണ്ടോ റിട്ടുമായിട്ട് ഏതൊരു ഇൻട്രസ്റ്റഡ് പേഴ്സണും കോടതിയെ സമീപിക്കാം. പക്ഷേ ബാക്കിയുള്ള റിട്ടുകൾ ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി ഒക്കെ അഗ്രീവ്ഡ് പേഴ്സൺസിന് മാത്രമേ ഈ റിട്ടുകൾ യൂസ് ചെയ്യാൻ പറ്റൂ. സോ ഇതിന്റെ ആൻസർ എ ആണ്, മാൻഡാമസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39th, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊവിഷൻസ് ആർ അപ്ലിക്കബിൾ ടു 6th ഷെഡ്യൂൾ ഏരിയാസ്? ഓക്കെ, 6th ഷെഡ്യൂൾ ഏരിയാസിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. The provisions under 6th schedule envisage the creation of the Tribes Advisory Council. Second statement, they represent the need for the protection of socio-economic interest rather than their cultural preservation. Third statement, the authority include an area, the authority to include an area under 6th schedule is with the Chief Minister. ഫോർത്ത് അല്ലെങ്കിൽ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കൗൺസിൽസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ 6th ഷെഡ്യൂൾ ഹാവ് ബോത്ത് എക്കണോമിക് ആസ് വെൽ ആസ് ജുഡീഷ്യൽ പവേഴ്സ്. ഓക്കെ, സോ 6th ഷെഡ്യൂൾ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായിട്ടുള്ള അസാം, മിസോറാം, മേഘാലയ ആൻഡ് ത്രിപുര, ഈ 4 സ്റ്റേറ്റുകളിലാണ് 6th ഷെഡ്യൂൾ ഏരിയാസ് ഉള്ളത്. സോ ഈ 4 സ്റ്റേറ്റുകളിലായിട്ട് മൊത്തം 10 6th ഷെഡ്യൂൾ ഏരിയാസ് ആണ് നിലവിലുള്ളത്. അസാമിൽ 3 എണ്ണവും, മിസോറാമിൽ 3 എണ്ണവും, മേഘാലയയിൽ 3 എണ്ണവും, ത്രിപുരയിൽ 1 എണ്ണം. സോ ഈ 6th ഷെഡ്യൂൾ ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത് ഈ 6th ഷെഡ്യൂൾ ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ 6th ഷെഡ്യൂൾ ഏരിയാസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അവരുടെ 6th ഷെഡ്യൂളിനകത്ത് ക്രിയേഷൻ ഓഫ് എ ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ പറയുന്നുണ്ടെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ 6th ഷെഡ്യൂൾ ഏരിയാസിന് ട്രൈബൽ അഡ്വൈസറി കൗൺസിൽസ് അല്ല ഉള്ളത്, പകരം ഉള്ളത് ഡിസ്ട്രിക്ട് കൗൺസിലുകളും ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകളും റീജിയണൽ കൗൺസിലുകളുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ട്രൈബൽ അഡ്വൈസറി കൗൺസിൽസ് വരുന്നത് 5th ഷെഡ്യൂൾ ഏരിയാസിനാണ്. 5th ഷെഡ്യൂൾ ഏരിയാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 4 സ്റ്റേറ്റുകളുടെ പുറത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിന് പുറത്തുള്ള പ്രിഡോമിനൻ്റ്ലി ട്രൈബൽ പോപ്പുലേഷനുള്ള ഏരിയാസിനെ പ്രസിഡന്റ് ആണ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആയിട്ട് 5th ഷെഡ്യൂൾ അനുസരിച്ച് ഡിക്ലെയർ ചെയ്തത്. 5th ഷെഡ്യൂളിന് അകത്തുള്ള ഏരിയാസിനെ വിളിക്കാറുള്ളത് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്നാണ്. ഇന്ത്യയിലെ 10 സ്റ്റേറ്റുകളിലാണ് നിലവിൽ ഷെഡ്യൂൾഡ് ഏരിയാസ് ഉള്ളത്. ഈ 6th ഷെഡ്യൂൾ ഏരിയാസിനെ വിളിക്കാറുള്ളത് ട്രൈബൽ ഏരിയാസ് എന്നാണ്. ഓക്കെ, ട്രൈബൽ ഏരിയാസ് എന്നാണ്. ഓക്കെ, സോ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ തെറ്റാണ്. ഇത് ഷെഡ്യൂൾഡ് ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ട്രൈബൽ ഏരിയാസ് അല്ല. ഇനി രണ്ടാമത്തേത്, ദേ റെപ്രസെന്റ് ദ നീഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് ഇൻട്രസ്റ്റ് റാദർ ദാൻ ദെയർ കൾച്ചറൽ പ്രിസർവേഷൻ. അതായത് ഇവിടെ ഈ 6th ഷെഡ്യൂളിന്റെ പർപ്പസ് ആയിട്ട് പറയുന്നത് സോഷ്യോ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ്, കൾച്ചർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത്.
സോ നമുക്കറിയാം സോഷ്യോ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യലാണ് ഇതിൻ്റെ പർപ്പസ് എങ്കിൽ നമുക്ക് 6th ഷെഡ്യൂളിൻ്റെ ആവശ്യമില്ല. ഈ ഏരിയാസിനെയും കൂടി നമുക്ക് 5th ഷെഡ്യൂളിൽ ആഡ് ചെയ്താൽ മതി. സോ കാരണം രണ്ടു കൂട്ടരും ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്. സോ നമ്മൾ ഈ 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഷെഡ്യൂൾ വെക്കാനുള്ള കാരണം നോർത്ത് ഈസ്റ്റിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് മെയിൻലാൻഡ് ഇന്ത്യയിലുള്ള ട്രൈബ്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ളതുകൊണ്ടാണ്. സോ കൾച്ചറൽ ഡിഫറൻസ് ആണ് അവിടുത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിനെ അല്ലെങ്കിൽ ഇവരുടെ കൾച്ചറിനെ പ്രിസേർവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈ 6th ഷെഡ്യൂളിനുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം റാദർ ദാൻ their cultural preservation എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റോങ്. ഓക്കെ, ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദി അതോറിറ്റി ടു ഇൻക്ലൂഡ് an area under 6th schedule is with the ചീഫ് മിനിസ്റ്റർ. 6th ഷെഡ്യൂളിനകത്ത് ഒരു ഏരിയനെ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടെറിട്ടറി കൂട്ടാനോ കുറക്കാനൊക്കെ ഉള്ള അധികാരം ചീഫ് മിനിസ്റ്റർക്കാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് വിത്ത് ദി ചീഫ് മിനിസ്റ്റർ, ഇറ്റ് ഈസ് വിത്ത് ദി ഗവർണർ ഓഫ് ദി കൺസേൺഡ് സ്റ്റേറ്റ്. ദ ഗവർണർ ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് an area in the 6th schedule or he can declare new tribal advisory councils and all. Okay, അപ്പോൾ സോറി ന്യൂ ഓട്ടോണമസ് ഡിസ്ട്രിക്ട്സ് ഓർ ഓട്ടോണമസ് റീജിയണൽ കൗൺസിൽസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഓപ്ഷൻ ഡി ആണ്, അത് കറക്റ്റ് ആണ്. ഡിസ്ട്രിക്ട് കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദി 6th ഷെഡ്യൂൾ ഹാവ് ബോത്ത് എക്കണോമിക് ആസ് വെൽ ആസ് ജുഡീഷ്യൽ പവേഴ്സ്. ഇത് കറക്റ്റ് ആണ്. ദേ ഹാവ് എക്കണോമിക്, അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജുഡീഷ്യൽ ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. പക്ഷേ ഈ 5th ഷെഡ്യൂൾ അനുസരിച്ചുള്ള ട്രൈബൽ അഡ്വൈസറി കൗൺസിലിന് ജുഡീഷ്യൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ഒന്നും ഇല്ല. അവർക്ക് ചില അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് പവേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 41st ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് ദി സുപ്രീം കോടതി. സുപ്രീം കോടതിയിലുള്ള ഭരണഘടനാ ബെഞ്ചിനെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഈസ് എ ബെഞ്ച് കൺസിസ്റ്റിംഗ് ഓഫ് 2 or 3 ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ദാറ്റ് ഈസ് set up to decide the case based on their interpretation of the constitution. Second statement, the Indian constitution defines the condition in which a constitution bench can be formed. Third statement, sole discretion lies with the Chief Justice of India as to which cases will be heard by a constitution bench. Fourth statement, it is binding on the Chief Justice of India to be part of a constitution bench. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഈസ് എ ബെഞ്ച് കൺസിസ്റ്റിംഗ് ഓഫ് 2 or 3 ജഡ്ജസ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്ന് പറയുന്നത്, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഇതിനകത്ത് ഫാക്റ്റ് അറിയില്ലെങ്കിൽ പോലും പത്രം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരിക്കലും 5 ജഡ്ജിമാരിൽ താഴെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനെ കാണാൻ പറ്റില്ല. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്ന് പറയുന്നത് മിനിമം 5 ജഡ്ജസ് എങ്കിലും ഉള്ള ഒരു ബെഞ്ചാണെന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 145 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 145 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനെ കുറിച്ചും സുപ്രീം കോർട്ടിന് സ്വന്തം കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനുള്ള റൂൾസ് മേക്ക് ചെയ്യാനുള്ള അധികാരത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. സോ 2 or 3 ജഡ്ജസ് അല്ല, മിനിമം ദർ വിൽ ബി 5 ജഡ്ജസ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് എ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ക്യാൻ ബി ഫോംഡ്. സോ അത് ആർട്ടിക്കിൾ 145 കൃത്യമായിട്ട് പറയുന്നുണ്ട് എപ്പോഴാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ആർട്ടിക്കിൾ 145 അനുസരിച്ച് ഈ ആർട്ടിക്കിൾ 143 അനുസരിച്ചിട്ടുള്ള കേസുകൾ ഡീൽ ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ദാറ്റ് റിക്വയർസ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള കേസുകളിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഫോം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെ കേസുകളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിടേണ്ടത് എന്നുള്ളത്, ഇറ്റ് ഈസ് ദി സോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, അതും കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ടു ബി എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്ന് പറയുന്നത് തെറ്റാണ്. ചീഫ് ജസ്റ്റിസ് ഇല്ലാതെയും കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ മാസ്റ്റർ ഓഫ് ദി റോസ്റ്റർ എന്നുള്ള രീതിയിൽ ചീഫ് ജസ്റ്റിസിന് ഈ ബെഞ്ച് ഫോം ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് അധികാരങ്ങൾ ഉണ്ടെങ്കിലും ചീഫ് ജസ്റ്റിസ് അതിന് പാർട്ടാവണമെന്ന് മാൻഡേറ്ററി അല്ല. സോ ആൻസർ ഈസ് ബി, ഓൺലി 2. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ളത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും 4th സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 77th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് among the following provisions is or are common to ലോക്സഭ ആൻഡ് രാജ്യസഭ? ലോക്സഭയിലും രാജ്യസഭയിലും കോമൺ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. സെക്കൻഡ്, നോ കോൺഫിഡൻസ് മോഷൻ. തേർഡ്, നോമിനേറ്റിംഗ് മെമ്പേഴ്സ് ടു ഹൗസ്. അപ്പോൾ അതിനകത്ത് ഓൺലി 1, ഓൺലി 2, ഓൾ 3, നൺ എന്നാണുള്ളത് ആൻസർ ആയിട്ടുള്ളത്.
സോ അപ്പോൾ ഇതിനകത്ത് ലോക്സഭയിലും രാജ്യസഭയിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റിസർവേഷൻ ഓഫ് സീറ്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുള്ളത് നമ്മൾ പാർലമെന്റിന്റെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെയും കേസിൽ ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കുമാണ്. ഇത് കൂടാതെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിന്റെ കേസിൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇതുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് ബോഡീസിന്റെ കേസിൽ ലോക്സഭയ്ക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കുമാണ് സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്താണ് റിസർവേഷൻ ഓഫ് സീറ്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കുക, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആക്ച്വലി ഒരു കേസ് സുപ്രീം കോർട്ടിൽ നടക്കുന്നുണ്ട്. കാരണം ഒറിജിനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനുള്ള റിസർവേഷൻ 10 വർഷത്തേക്ക് 10 ഇയേഴ്സിന് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി കണ്ടിന്യൂഡ് ടിൽ 1960. പക്ഷെ എന്ത് സംഭവിച്ചു? ഇൻ എവറി 10 ഇയർ ദ പാർലമെന്റ് വിൽ എനാക്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ടു എക്സ്റ്റെൻഡ് ദിസ് റിസർവേഷൻ പ്രൊവിഷൻ ഫോർ അനദർ 10 ഇയേഴ്സ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഏറ്റവും അവസാനം നമ്മൾ 2019-20 സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന 104th അമെൻമെന്റ് ആക്ട് അനുസരിച്ച് ഇത് 2030 വരെ 2030 വരെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനുള്ള റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏകദേശം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 10 വർഷം എന്ന് പറഞ്ഞിരുന്നൊരു കാര്യം ഇപ്പോൾ ഏകദേശം 80 വർഷമാവാൻ പോവാണ്. അപ്പോൾ ഈ കണ്ടിന്യൂഡ് എക്സ്റ്റൻഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിന്റെ വയലേഷൻ ആണ്, അല്ലെങ്കിൽ സ്പിരിറ്റിന് അഗേൻസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സുപ്രീം കോർട്ടിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കേസ്. റിസർവേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ലോക്സഭയിലേക്കേ ഉള്ളൂ, രാജ്യസഭയിലേക്ക് ഇല്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നോ കോൺഫിഡൻസ് മോഷൻ. നോ കോൺഫിഡൻസ് മോഷൻ എല്ലാവർക്കും അറിയാം. നോ കോൺഫിഡൻസ് മോഷൻ ഈസ് പുട്ട് അഗെയിൻസ്റ്റ് ദി കറന്റ് ഗവൺമെന്റ്. കറന്റ് ഗവൺമെന്റിൽ ഭൂരിപക്ഷം ഇല്ല, കറന്റ് ഗവൺമെന്റിൽ ലോക്സഭയ്ക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ഓൺലി ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ഇത് രാജ്യസഭയിൽ ഉണ്ടാവില്ല. മൂന്നാമത്തത്, നോമിനേറ്റിംഗ് മെമ്പേഴ്സ് ടു ദി ഹൗസ്. സോ ഒറിജിനലി ടിൽ 2019 വരെ ആക്ച്വലി ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ ഹാഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ്. ഇപ്പോൾ രാജ്യസഭയിലാണെങ്കിൽ ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്, ഈ 4 ഫീൽഡുകളിൽ എക്സ്പീരിയൻസോ സ്പെഷ്യൽ നോളജോ ഉള്ളവരായിട്ടുള്ള അപ് ടു 12 പേരെ പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ രാജ്യസഭയിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ലോക്സഭയിൽ ക്ലിയർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അഡക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഇല്ലെങ്കിൽ 2 ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റീവ്സിനെ ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പ്രസിഡന്റിന് പറ്റുമായിരുന്നു. പക്ഷേ ഇതും 10 വർഷത്തേക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 2020 വരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2020ക്ക് ശേഷം വന്നിട്ടുള്ള അല്ലെങ്കിൽ 2019-20 വന്നിട്ടുള്ള 104th അമെൻമെന്റ് ആക്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 2020 ലാപ്സ് ആയി പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സോ 2019 തൊട്ട് ഇപ്പോൾ നിലവിലുള്ള ലോക്സഭയിൽ ദ നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇല്ല. 2019 ശേഷം അത് നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. സോ നിലവിലെ സാഹചര്യത്തിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നോമിനേഷൻ അത് 2020 ലാപ്സ് ആയി പോയിട്ടുണ്ട്. സോ ദർ ഈസ് നോ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇൻ ദി ലോക്സഭ. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ ദി ആൻസർ ഈസ് ഡി, നൺ ഓഫ് ദി എബോവ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതൊന്നും കോമൺ ആയിട്ടുള്ളതല്ല. ഇനി അടുത്തത് 80th ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അപ്പോയിന്റ്മെന്റ് ഓഫ് എ മെമ്പർ ഓഫ് ലോക്സഭ ആസ് ദി പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദി ഹൗസ് ഇൻ കേസ് ഓഫ് ദി സീറ്റ് ഓഫ് ബോത്ത് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ falls vacant. Second statement, directing the speaker to disqualify an MP in case of unethical defection. Third statement, nominating the member to upper houses of the states. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോയിന്റ്മെന്റ് ഓഫ് എ മെമ്പർ ഓഫ് ലോക്സഭ ആസ് പ്രിസൈഡിംഗ് ഓഫീസർ ഇൻ കേസ് ഓഫ് ദി സീറ്റ് ഓഫ് ദി സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഫോൾസ് വേക്കൻറ്റ്. വേക്കൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ട് ആൾക്കാരില്ലാത്ത സാഹചര്യം വരിക. അങ്ങനെയുള്ള ടൈമിൽ ലോക്സഭയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മെമ്പറെ പ്രസിഡന്റ് ലോക്സഭാ സ്പീക്കറായിട്ട് തൽക്കാലത്തേക്ക് അപ്പോയിന്റ് ചെയ്യും. ദ സെയിം തിങ് ഈസ് അപ്ലിക്കബിൾ ടു രാജ്യസഭ ടു. ഇഫ് ദ സീറ്റ് ഓഫ് ദി രാജ്യസഭ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഫോൾസ് വേക്കൻറ്റ്, then the president will appoint a person as the temporary
പ്രിസൈഡിങ് ഓഫീസർ ഓഫ് രാജ്യസഭ. ഓക്കെ, അത് അവിടെയും നടക്കും. സോ വേക്കൻസിയുടെ കേസിൽ ഇതുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഡയറക്ടിങ് ദ സ്പീക്കർ ടു ഡിസ്ക്വാളിഫൈ ആൻ MP ഇൻ കേസ് ഓഫ് അൺഎത്തിക്കൽ ഡിഫെക്ഷൻ. ഡിഫെക്ഷന്റെ കേസിൽ ഒരു MP നെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കറോട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ സ്പീക്കർക്ക് നിർദ്ദേശം കൊടുക്കുക, ഡയറക്റ്റ് ചെയ്യുക. സോ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 10th ഷെഡ്യൂളിനകത്താണ് ഡിഫെക്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ 10th ഷെഡ്യൂൾ അനുസരിച്ച് ഡിഫെക്ഷന്റെ പേരിൽ ആൾക്കാരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനാണ്. സോ ഇൻ ദി കേസ് ഓഫ് ലോക്സഭ ദാറ്റ് ഈസ് ദി പവർ ഓഫ് ദി സ്പീക്കർ. അതിനകത്ത് എക്സിക്യൂട്ടീവിന് ഇടപെടാൻ പറ്റില്ല. ഓക്കെ, ദ പ്രസിഡന്റ് കനോട്ട് ഇന്റർവീൻ ഇൻ ദിസ് കേസ്. ബാക്കിയുള്ള എല്ലാ ഡിഫെക്ഷൻസിന്റെ കേസിലും, ഡിഫെക്ഷൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഡിസ്ക്വാളിഫിക്കേഷൻസിന്റെ കേസിലും ഈ പറയുന്ന പ്രസിഡന്റ് ആണ് ഡിസിഷൻ എടുക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡിഫെക്ഷന്റെ കേസിൽ ഒരാൾ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനാണ്. പ്രസിഡന്റിന് അതിനകത്ത് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ ഡിഫെക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് എസ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു ദി സ്പീക്കേഴ്സ് പവർ. കാരണം ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം മഹാരാഷ്ട്രയിലെ ഈ ശിവസേനക്കകത്തുള്ള ഏക്നാഥ് ഷിൻഡെ ഗ്രൂപ്പിലുള്ള ചില MLA-മാരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, ഡിഫെക്ഷന്റെ പേരിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട്. പക്ഷെ നിയർലി 8 months ആയിട്ടും മഹാരാഷ്ട്ര സ്പീക്കർ അതിനകത്ത് ഡിസിഷൻ എടുത്തിട്ടില്ല. കാരണം 10th ഷെഡ്യൂളിനകത്ത് ഇവർക്ക് ഒരു ടൈം ഫ്രെയിം പറഞ്ഞിട്ടില്ല, ഇത്ര കാലത്തിൻ്റെ അടുത്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. സുപ്രീം കോടതി ഇപ്പോൾ അതിൻ്റെ ഡെഡ് ലൈൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഈ ഡിഫെക്ഷന്റെ കേസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. സോ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്പീക്കറോട് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പ്രസിഡന്റിന് പറ്റില്ല. നോമിനേറ്റിംഗ് ദി മെമ്പേഴ്സ് ടു ദി അപ്പർ ഹൗസ് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ അപ്പർ ഹൗസിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യാം. സോ നമ്മുടെ ഇന്ത്യയിൽ രാജ്യസഭയിലേക്ക് 12 പേരെ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, വളരെ ചുരുക്കം ചില സ്റ്റേറ്റുകളിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളൂ. സോ ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ഈ 5 ഫീൽഡുകളിലുള്ള എക്സ്പീരിയൻസിൻ്റെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ നോളജിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഗവർണർക്ക്, ഓക്കെ, നോട്ട് ദി പ്രസിഡന്റ് ബട്ട് ദി ഗവർണർ ക്യാൻ നോമിനേറ്റ് അപ് ടു 1/6 members ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ ടു ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പർ ഹൗസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെന്ന് മനസ്സിലാക്കുക. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഇറ്റ് ഈസ് ദി പവർ ഓഫ് ദി ഗവർണർ, നോട്ട് ഓഫ് ദി പ്രസിഡന്റ്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദി ആൻസർ ഈസ് എ, ഓൺലി 1. സോ ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി പാർട്ട് ഓഫ് പൊളിറ്റി, 85th question. Consider the following statements regarding the special provisions for Manipur under Article 371C of the Indian Constitution. It grants special powers to the Prime Minister to set up a committee of the Legislative Assembly. Second statement, the central government can give directions to the state government as to the administration of the hilly areas. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ 1 only, 2 only, both 1 and 2, neither 1 nor 2 ആണ് ഓപ്ഷൻസ് ആയിട്ട് തന്നേക്കുന്നത്. സോ ആർട്ടിക്കിൾ 371C എന്ന് പറയുന്നത് മണിപ്പൂരിനുള്ള സ്പെഷ്യൽ പ്രൊവിഷനെ കുറിച്ചാണ് പറയുന്നത്. സോ അതിനകത്ത് പറയുന്നത് ബേസിക്കലി 2 കാര്യങ്ങളാണ്. ഒന്ന്, the President of India shall, or the President of India will create a special committee consisting of the members of the Manipur State Legislative Assembly who are elected from the hill areas of Manipur. മണിപ്പൂരിലെ ഹിൽ ഏരിയാസിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള MLA-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഒരു കമ്മിറ്റിനെ പ്രസിഡന്റ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്, നോട്ട് ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. സോ ഈ കമ്മിറ്റി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവർണറുടെ ഒരു സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അതിനകത്ത് പറയുന്ന ആർട്ടിക്കിൾ 371C പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മണിപ്പൂരിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് പ്രസിഡന്റിന് ഗവർണർ കൊടുക്കണം. അതുപോലെ തന്നെ the central government or the president can give directions to the Manipur government with regard to the administration of hill areas. ഈ ഹിൽ ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷനകത്ത് ഡയറക്ഷൻസ് കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ബി ആണ് ആൻസർ
2 only. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബിക്കോസ് ആസ് യു നോ മണിപ്പൂരിനകത്ത് നമ്മുടെ കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് അല്ലെങ്കിൽ ഏപ്രിൽ തൊട്ടൊക്കെ കുറേ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഈ മണിപ്പൂരിൻ്റെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സ്പെഷ്യൽ പ്രൊവിഷൻസും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ. ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റിന്റെ ഡിസ്കഷൻ ആണ്. അതിൻ്റെ അകത്ത് സയൻസ് ആൻഡ് ടെക് പാർട്ടിന്റെ ഡിസ്കഷൻ ആണ്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് ഡൺ യുവർ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നപോലെ ടെസ്റ്റ് എഴുതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ സയൻസ് ആൻഡ് ടെക് പോർഷൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ സയൻസ് ആൻഡ് ടെക് ടോപ്പിക്സ് ഇൻ ദ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ്. സോ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് സയൻസ് ആൻഡ് ടെക്കിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റിലെ 53rd ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: സെമി കണ്ടക്ടേഴ്സ് ആർ ദ മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് എ കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സെമി കണ്ടക്ടർ ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ആസ്ക് യു ടു ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെമി കണ്ടക്ടേഴ്സ്. ആൻഡ് ബിഫോർ ദാറ്റ് the question itself gives a statement about semiconductors. Semiconductors are the materials that have a conductivity between conductors and insulators. So coming to the statements, first statement: semiconductors are smaller in size and possesses less weight. Let it be. The resistivity is higher than conductors but lesser than insulators. So the question itself, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ തന്നിരിക്കുന്നുണ്ട്, semiconductors are the materials that have a conductivity between conductors and insulators. ഒബ്വിയസ്ലി കണ്ടക്ടിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റെസിസ്റ്റിവിറ്റിയും ഇൻ ബിറ്റ്വീൻ ആണ്. നമുക്കറിയില്ലെങ്കിൽ പോലും ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദ ടെക്നിക്കാലിറ്റീസ് നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് എക്സ്റ്റൻസീവ് യൂസ് ഇൻ മോഡേൺ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അപ്പം നമുക്കറിയാം ഇപ്പോൾ മോഡേൺ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് കൂടുതൽ സ്മാർട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കമ്പോണൻസ് ഒക്കെ കൂടുന്നുണ്ട്, നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് സെമി കണ്ടക്ടർ. സോ ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് എക്സ്റ്റൻസീവ് യൂസ് ഇൻ ദ മോഡേൺ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒബ്വിയസ്ലി ശരിയാണ്. പിന്നെ സെമി കണ്ടക്ടേഴ്സ് ആർ സ്മോളർ ഇൻ സൈസ് ആൻഡ് പോസസസ് ലെസ് വെയിറ്റ്. ഒബ്വിയസ്ലി അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അതും ശരിയാകാനുള്ള. നമുക്കിപ്പം അത് കറക്റ്റായിട്ട് എക്സ്പ്ലിസിറ്റ്ലി അത് അറിഞ്ഞില്ലെങ്കിൽ കൂടി അത് കറക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണുള്ളത്. പിന്നെ ദ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയും. സാധാരണ നമ്മൾ ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും, ഏത് മെറ്റീരിയലോ ഇൻസ്ട്രുമെന്റോ എന്താണെന്നുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യുമ്പോൾ അത് ഹീറ്റപ്പ് ആവും, അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ മെറ്റലിന്റെ കേസിലോ കണ്ടക്ടറിന്റെ കേസിലോ സാധാരണ എന്തിൻ്റെ കേസിലോ നമുക്കറിയാം, ഫാനിൻ്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫാൻ കറങ്ങുമ്പോഴത്തേക്കും അത് ഹീറ്റപ്പ് ആവും. ഹീറ്റപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടും. അങ്ങനെയാണ് നമുക്ക് ലോസ് ഉണ്ടാകുന്നത്, എനർജി ലോസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ സെമി കണ്ടക്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി കുറയും. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. കാരണം ഒബ്വിയസ്ലി ഒരു മെഷീൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. സാധാരണഗതിയിൽ ഒരു മെറ്റലോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും, പക്ഷേ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റി കുറയും. ആ കാര്യം നമ്മളൊന്ന് ഓർത്തിരിക്കുക. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറും. നിങ്ങളുടെ NCERT അകത്ത് തന്നെ കിടക്കുന്ന ഒരു ഡയഗ്രമാണ്. അപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അഥവാ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ദ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. കണ്ടക്ടറിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടും. പക്ഷേ നമ്മുടെ സെമി കണ്ടക്ടറിന്റെ ആണെന്നുണ്ടെങ്കിൽ നേരെ ഇൻവേഴ്സ് ആണ്. അത് തന്നെയാണ് അവരുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലൊക്കെ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാര്യവും. സോ ദിസ് ഇസ് എ ഗ്രാഫ് ടേക്കൺ ഫ്രം NCERT that shows the variation of resistivity with temperature for conductors and semiconductors. ജസ്റ്റ് ഇത് ഓർത്തിരിക്കുക. ഇപ്പം ഇത് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ കോപ്പറാണ്. കോപ്പറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതാണ്ട് ടെമ്പറേച്ചർ കൂടുന്നു, റെസിസ്റ്റിവിറ്റി കൂടുന്നു. കോപ്പർ ഒരു കണ്ടക്ടറാണ്. അതുപോലെ തന്നെ ഇവിടെ നിക്രോമിൻ്റെ കാര്യവും കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നു, റെസിസ്റ്റിവിറ്റി കൂടുന്നു. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ സെമി കണ്ടക്ടർ ടിപ്പിക്കൽ ഗ്രാഫ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുന്നു. അപ്പോൾ ഇതാണ് സെമി കണ്ടക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി.
So in the case of semiconductors, resistivity decreases with the temperature. So the answer to the first question from Science and Tech is option C. The resistance of semiconductor material increases with increase in temperature. The statement is incorrect. The question asks about the incorrect statement. So answer is option C. So we will be moving on to the next question. With reference to supercomputers, consider the following statements. Globally, India has the maximum number of supercomputers and maintains the top position in the world, followed by the US. Param Shivai, the first supercomputer assembled indigenously, was installed in IIT BHU. So these are the statements, and we are being asked to select the correct statements. So we will go to the statements one by one. First statement, globally India has the maximum number of supercomputers and maintains the top position in the world, followed by US. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാറ്റ് കറക്റ്റ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ത്യ അസ് ഓഫ് നൗ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതിനാൽ തന്നെ മാക്സിമം നമ്പർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടറും അതിൻ്റെ ടോപ്പ് പൊസിഷനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പൊസിഷനിലല്ല ഇന്ത്യ. സോ ഒബ്വിയസ്ലി ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്താണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് അല്ല, ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ലെങ്കിൽ കൂടി ഫസ്റ്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം ചൈനയുണ്ട്, US ഉണ്ട്, അതുപോലെ തന്നെ ചില യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഉണ്ട്. ടെക്നോളജിക്കലി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ജപ്പാനുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. സോ ഒബ്വിയസ്ലി ഇന്ത്യ ടോപ്പ് പൊസിഷനിൽ വരാനുള്ള സാധ്യത ഇല്ല. ഇനിയും അടുത്തത്, പരം ശിവൈ ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ അസംബിൾഡ് ഇൻഡിജിനസ്ലി വാസ് ഇൻസ്റ്റാൾഡ് ഇൻ IIT BHU. അപ്പോൾ നിങ്ങൾ ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ അകത്തുള്ളതായിരുന്നു. നമ്മുടെ പരം ശിവൈ അങ്ങനെ ഒരു ക്ലാസ് ഓഫ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിലും IISCയിലും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരുന്നു റീസെൻ്റ്ലി. അപ്പോൾ ബേസിക്കലി ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പരം ശിവൈ ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ അസംബിൾഡ് ഇൻഡിജിനസ്ലി. നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, ഇതിനോടനുബന്ധിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കറണ്ട് അഫയേഴ്സിലുള്ളതായിരുന്നു. നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇൻഡിജിനസ്ലി അസംബിൾഡ് ആയിട്ടുള്ള ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇന്ത്യയിലെ പരം ശിവൈ. അത് ഇൻസ്റ്റാൾ ചെയ്തത് IIT BHU. പണ്ടിത് IT BHU ആയിരുന്നു, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇപ്പോൾ അതിന് IIT സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. സോ IIT BHUലാണ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി അസംബിൾഡ് സൂപ്പർ കമ്പ്യൂട്ടർ പരം ശിവൈ ഇൻസ്റ്റാൾ ചെയ്തത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 2015 ഫസ്റ്റ് NDA ഗവൺമെന്റിന്റെ സമയത്ത് വന്നതാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. സോ കമ്മിങ് ടു ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, നമ്മൾ ഇതിന്റെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 തെറ്റാണ്, ഓപ്ഷൻ 2 ശരിയാണ്. സോ 2 only. We are being asked to identify the correct statement. Option 1, statement 1 is false, statement 2 is correct. So the answer will be option B, 2 only. Answer B, 2 only. Statement 1 is incorrect. Globally, China has the maximum number of supercomputers and maintains the top position in the world, followed by the US, Japan, France, Germany, Netherlands, Ireland and the United Kingdom. So ഇന്ത്യക്ക് മുമ്പ് ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമുക്ക് തന്നെ കോമൺ സെൻസിക്കലി ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും ഇന്ത്യ ആ ഒരു പൊസിഷനിലേക്ക് എത്താനുള്ള അസ് ഓഫ് നൗ എത്തിയിട്ടില്ല. സോ ഒബ്വിയസ്ലി ഇന്ത്യ അല്ല ടോപ്പ് പൊസിഷനിൽ. സ്റ്റേറ്റ്മെന്റ് 2 is correct. പരം ശിവൈ ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ അസംബിൾഡ് ഇൻഡിജിനസ്ലി വൺസ് ഇൻസ്റ്റാൾഡ് ഇൻ IIT BHU. ഇത് ആത്മനിർഭർ ഭാരതിനും മേക്ക് ഇൻ ഇന്ത്യയോടും ഒക്കെ അനുബന്ധിച്ച് ന്യൂസിൽ വന്നേക്കുന്നതാണ്. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ന്യൂസിലുള്ളതാണ്. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫോളോഡ് ബൈ പരം ശക്തി, പരം ബ്രഹ്മ, പരം യുക്തി, പരം സംഗാനക് അറ്റ് പരം ശക്തി IIT ഖരഗ്പൂറിൽ, അതുപോലെ പരം ബ്രഹ്മ ഐസർ പൂനെയിൽ, പരം യുക്തി JNCSRൽ, പരം സംഗാനക് IIT കാൺപൂറിൽ, ഇങ്ങനെ റെസ്പെക്റ്റീവ്ലി ഓരോന്നോരോന്നിൻ്റെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതെല്ലാം നമ്മുടെ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. പരം ശിവൈ ഫസ്റ്റ് ഇൻഡിജിനസ്ലി അസംബിൾഡ് ആണ്. അതുപോലെ തന്നെ പരം ശക്തി, നിങ്ങൾ ഈ പരം പത്മ എന്നൊക്കെ ആയിരുന്നു പണ്ടത്തെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര്. പരം കൂട്ടി വരുന്ന എല്ലാ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പം പരം ശക്തി എവിടെയാണ്? IIT ഖരഗ്പൂറിൽ. അതുപോലെ പരം ബ്രഹ്മ ഐസർ പൂനെയിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ പൂനെയിലാണ് പരം ബ്രഹ്മ. അതുപോലെയാണെന്നുണ്ടെങ്കിൽ പരം യുക്തി JNCSR, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച്, ബംഗളൂരുവിലുള്ള ഒരു ഹയർ ലേണിംഗിന്റെ സയൻസ് ആൻഡ് ടെക്കിന്റെ ഒക്കെ ഒരു ഹയർ ലേണിംഗ് സെന്റർ ആണ്. ബംഗളൂരിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. IISc ബാംഗ്ലൂർ ഉണ്ട്, RRI ഉണ്ട്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെയുള്ളതാണ് ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച്. അവിടെയുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം യുക്തി. അതുപോലെ പരം സംഗാനക്
അറ്റ് IIT കാൺപൂർ. അപ്പം ഇത് സംഘടനയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറാത്തിയിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പേരാണ്. അത് IIT കാൺപൂർ. അപ്പോൾ ഇതെല്ലാം ഈ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനോടനുബന്ധിച്ച് വന്നതാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് അതിൻ്റെയൊക്കെ പേരുകളൊന്നും ഓർത്തിരിക്കുക, എവിടെയാണ് എന്നുള്ള ഓർത്തിരുന്നില്ലെങ്കിൽ പോലും ഈ പരം ശിവയെ ഓർത്തിരിക്കുക. അത് നമ്മുടെ IIT BHUവിൽ വന്നതാണ്. ഫസ്റ്റ് ഇൻഡിജിനസ്ലി അസംബിൾഡ് സൂപ്പർ കമ്പ്യൂട്ടറാണ്. പിന്നെ ബാക്കി ഈ പറഞ്ഞ പോലെ പരം ശക്തി IIT ഖരഗ്പൂറിൽ, പരം ബ്രഹ്മ ഐസർ പൂനെയിൽ, പരം യുക്തി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് ബംഗളൂരുവിൽ, പരം സംഗണക് അറ്റ് IIT കാൺപൂറിൽ. അപ്പം ജസ്റ്റ് ആ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇൻ 2020 പരം സിദ്ധി ദ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ അച്ചീവ്ഡ് ഗ്ലോബൽ റാങ്കിംഗ് ഓഫ് 62nd ഇൻ ടോപ്പ് 500 മോസ്റ്റ് പവർഫുൾ സൂപ്പർ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഇൻ ദ വേൾഡ്. അപ്പോൾ പരം സിദ്ധി അതിൻ്റെ കാര്യങ്ങളും കൂടെ, ഇത് കറണ്ട് അഫയേഴ്സിൽ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ പറ്റി എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഓർത്ത് വെക്കണം. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ വാസ് അനൗൺസ്ഡ് ഇൻ 2015 with an aim to connect national academic and research and development institutions with a grid of more than 70 high performance computing facilities at an estimated cost of rupees 4,500 crores over the period of 7 years by 2022. It supports the government's vision of Digital India and Make in India. Digital India, Make in India, Atmanirbhar Bharat, ഇതിൻ്റെ എല്ലാം ഒരു കമ്പോണൻറ്റും കൂടെയാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഫസ്റ്റ് NDA ഗവൺമെൻറ്റിന് വന്നു കഴിഞ്ഞ ഉടനെ വന്നാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഇന്ത്യയെ സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും അതിൻ്റെ കേപ്പബിലിറ്റീസിൻ്റെ കാര്യത്തിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മേജർ പവർ ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ NSM ഈസ് ജോയിൻലി സ്റ്റിയർഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, MeitY, ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DST, ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, CDAC. നമുക്കറിയാം CDACന് പല സെൻറ്റേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്രത്താണെന്നുണ്ടെങ്കിൽ തന്നെ വെള്ളയമ്പലത്തുള്ള കെൽട്രോണോടനുബന്ധിച്ചുള്ളത് CDAC ആണ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. സോ ദ CDAC പൂനെ ആൻഡ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. സോ ഈ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ അണ്ടർ Ministry of Electronics and IT as well as Department of Science and Technology and is implemented by CDAC, Center for Development of Advanced Computing and IISc ബംഗളൂരു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ so the answer for the second question is option B, too early. So going on to the next question. So the third question from Science and Tech. Consider the following statements with respect to the National Quantum Mission. നാഷണൽ ക്വാണ്ടം മിഷനെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദ മിഷൻ പ്ലാൻഡ് ഫോർ 2023-2031 എയിംസ് ടു സീഡ്, നർച്ചർ ആൻഡ് സ്കെയിൽ അപ്പ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് and create a vibrant and innovative ecosystem in quantum technology. Statement 2. It will be implemented by the Department of Science and Technology under the Ministry of Science and Technology. With the launch of this mission, India will be the first country to have a dedicated quantum mission. അപ്പോൾ ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, the mission planned for 2023-2031 aims to seed, nurture and scale up scientific and industrial research and development and create a vibrant and innovative ecosystem in quantum technology. കറക്റ്റ് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നാഷണൽ ക്വാണ്ടം മിഷനെ പറ്റി പറയുന്നതാണ്. ഒബ്വിയസ്ലി ക്വാണ്ടം ടെക്നോളജിയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ, കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മിഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DST. നമുക്കറിയാം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മുമ്പ് നമ്മളെ കണ്ടു നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. അതാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് MeitY, അവർ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻസ് ആൻഡ് ടെക്നോളജി, അവർ രണ്ടുപേരുടെയും കൂടെ ഒരു കൊളാബറേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാഷണൽ ക്വാണ്ടം മിഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരാനാണ് സാധ്യത. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അടുത്തത്, വിത്ത് ദ ലോഞ്ച് ഓഫ് ദിസ് മിഷൻ ഇന്ത്യ വിൽ ബി ദ ഫസ്റ്റ് കൺട്രി ടു ഹാവ് എ ഡെഡിക്കേറ്റഡ് ക്വാണ്ടം മിഷൻ. നമ്മൾ മുമ്പേ കണ്ട നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ്റെ അത് കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ നമുക്കറിയാം ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അസ് ഓഫ് നൗ ടെക്നോളജിക്കലി നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. നമുക്കറിയാം US ഉണ്ട്, ചൈന ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ചില യൂറോപ്യൻ കൺട്രീസൊക്കെ ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺട്രി ടു ഹാവ് എ ഡെഡിക്കേറ്റഡ് ക്വാണ്ടം മിഷൻ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതല്ല. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ്. ഹൗ മെനി ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം ഒരു 2 വർഷമായിട്ട് UPSCക്കകത്ത് ഇപ്പോൾ ചോദിക്കുന്നതാണ് ഹൗ മെനി ഓഫ് ദ എബോവ് പേയേഴ്സ് ആർ കറക്റ്റ്, ഹൗ മെനി ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, അങ്ങനെയുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ B ആണ്, only 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്.
നമുക്ക് ഇതിന്റെ കറക്റ്റ് ഫാക്ച്വൽ നോളജ് അറിയില്ലെങ്കിൽ പോലും ഈ ക്വസ്റ്റൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്കിൾ ചെയ്യാം. ഇതിന് മുമ്പത്തെ ക്വസ്റ്റൻ ആണെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടാക്കിൾ ചെയ്യാം. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് എന്നുള്ളത് ലോജിക്കലി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിലല്ല. ഇന്ത്യക്കാളും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ ക്വാണ്ടം മിഷനും ഇന്ത്യയിൽ ഫസ്റ്റ് കൺട്രി ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാക്കി സ്റ്റേറ്റ്മെന്റ് നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ തന്നെ കറക്റ്റ് ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, only 2. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ, നാഷണൽ ക്വാണ്ടം മിഷൻ, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഏകദേശ ഐഡിയ വെക്കണം. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ അത് നമ്മൾ ഇതിന് മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ അകത്ത് കണ്ടു. അപ്പോൾ അതിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെ, ജസ്റ്റ് ആ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. നാഷണൽ ക്വാണ്ടം മിഷൻ അതിപ്പോൾ വന്നേ ഉള്ളൂ. ദ മിഷൻ പ്ലാൻ ഫോർ 2023 to 2031. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാഷണൽ മിഷൻസ്, നമ്മൾ പണ്ട് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കീഴിലുള്ള മിഷൻസ് ഒക്കെ പഠിച്ചതുപോലെ തന്നെ ഇതും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം, പഠിക്കണം. ന്യൂസിൻ്റെ അകത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കണം. So answer B, only 2 of the above statements are correct. Why news? Recently the Union Cabinet chaired by the Prime Minister has approved the National Quantum Mission to aid scientific and industrial research and development in quantum technology. Statement 1 is correct. The mission planned for 2023-2031 aims to seed, nurture and scale up scientific and industrial research and development and create a vibrant and innovative ecosystem in quantum technology. Statement 2 is correct. It will be implemented by the Department of Science and Technology under the Ministry of Science and Technology. Statement 3 is incorrect. With the launch of this mission, India will be the 7th country to have a dedicated quantum mission after the US, Australia, Finland, France, Canada and China. നമ്മൾ പറഞ്ഞു നമുക്കാണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ക്വാണ്ടം മിഷൻ നമ്മളെക്കാളും ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഒക്കെ ഉണ്ട്. സോ ഒബ്വിയസ്ലി ഇന്ത്യ ഫസ്റ്റ് ആകാനോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അങ്ങനെ നമുക്ക് ലോജിക്കലി ആലോചിക്കുമ്പോൾ തന്നെ ഈ ക്വസ്റ്റിനും അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ സൂപ്പർ കണ്ടക്ടറിന്റെ ക്വസ്റ്റിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ളത്, ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി അസംബിൾഡ് സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം ശിവൈ IIT BHUവിൽ. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പരം ഫ്രണ്ടിൽ വരുന്നതെല്ലാം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. നമുക്ക് പണ്ടറിയാം പരം പത്മ ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പരം ശിവൈ, പരം ശക്തി, പരം യുക്തി, പരം ബ്രഹ്മ, അങ്ങനെയൊക്കെയുള്ളതൊക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. അത് ഇതിന് മുമ്പത്തെ ക്വസ്റ്റിന്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ക്വാണ്ടം മിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പും വേറെ കൺട്രീസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ്? അപ്പോൾ only 2 സ്റ്റേറ്റ്മെന്റ്സ്. ഇനിയും നിങ്ങൾ ഈ ക്വാണ്ടം ടെക്നോളജിയുടെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ 2-3 വർഷമായിട്ട് നൊബേൽ പ്രൈസസ് കിട്ടുന്നത് തന്നെ ഈ വർഷം കെമിസ്ട്രിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടം ഡോട്ട്സിനായിരുന്നു. അതുപോലെ തന്നെ ഫിസിക്സിനാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റിനായിരുന്നു. അപ്പോൾ എല്ലാം ഈ ക്വാണ്ടം ടെക്നോളജി, ആ ക്വാണ്ടം റെജീമിന് കിട്ടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പൊണൻഷ്യൽ ആയിട്ടാണ് അതിൻ്റെ പവർ പോകുന്നത്. അതായത് ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിനുള്ള ഒരു ലിമിറ്റ് ഒന്നും അതിന് ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഫീൽഡാണ് ക്വാണ്ടം ടെക്നോളജി. ക്വാണ്ടം ടെക്നോളജിയുടെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പാർട്ടിക്കിൾസ് അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഈ പറഞ്ഞ പോലെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അകത്തൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ട് കാണും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ. ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പം വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബോള് എറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം വിരാട് കോഹ്ലിയുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് സച്ചിൻ്റെ കേസിലൊക്കെ പറയുന്നത് നമുക്ക് നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ടൈം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതെവിടെയാണ് അടുത്ത സെക്കൻഡിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതേസമയം ക്രിക്കറ്റ് ബോളിൻ്റെ സ്ഥാനത്ത് ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറ്റില്ലായിരുന്നു. അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ, നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിലിട്ട് വരുമ്പോഴത്തേക്കും ഈ പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ ബിഹേവിയറും പ്രോപ്പർട്ടിയും ഭയങ്കര വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഈ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ്, ക്വാണ്ടം ഡോട്ട്സ് എല്ലാം അതിൻ്റെ ഓരോ ആപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ തിൻ ഫിലിം, നാനോ ടെക്നോളജി ഇങ്ങനത്തെ സാധനങ്ങൾ പ്രോപ്പർട്ടീസിൻ്റെ സൈസ് കുറഞ്ഞ് മെറ്റീരിയൽസിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നതനുസരിച്ച് അവിടെ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ബേസിക്സ്. So it will target developing intermediate scale quantum computers with 50 to 100 physical qubits. Qubits എന്താണെന്നുള്ളത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ട് കാണും. ക്യൂബിറ്റ്സ്, ക്വാണ്ടം ബിറ്റ്സ്,
അതായത് ഫിസിക്കലി നമുക്കറിയാം 0, 1 അതിനെയാണ് ബിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്വാണ്ടം അനലോഗാണ് ക്യൂബിറ്റ്സ്. In 5 years and 52,000 physical qubits in 8 years, the mission will help develop magnetometers with high sensitivity for precision timing, atomic clocks, communications and navigations. It will also support the design and synthesis of quantum materials such as supercomputers, novel semiconductor structures and topological materials for the fabrication of quantum devices. 4 thematic hubs will be set up in top academic and national research and development institutes on the domains quantum computing, quantum communication, quantum sensing and metrology and quantum materials and devices. അപ്പം ഓർത്തിരിക്കുക, ഈ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ടെക്നോളജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ന്യൂസ് വരുന്നതാണ്. എമർജിങ് ടെക്നോളജി ആണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്നും അതിൻ്റെ സാധ്യതകൾ എന്താണെന്നും, വാട്ട് ആർ ദ ലൈക്ക് പോസിബിലിറ്റീസ് as well as limitations, അത് രണ്ടും നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കണം. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 56 ആണ്. ദ ടേം അസ്പാർട്ടൈൻ, സുക്രലോസ് ആൻഡ് നിയോടൈം റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? നിങ്ങൾ നിങ്ങളോട് മസ്റ്റ് റീഡ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റിനകത്ത് ഒന്ന് പറഞ്ഞിരിക്കുന്നതാണ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് ക്ലാസ് 12 NCERTയുടെ കെമിസ്ട്രി NCERTയുടെ ലാസ്റ്റ് ടെക്സ്റ്റ് ആണ്. സ്പെസിഫിക് ആയിട്ട് നമുക്ക് അതിന് സബ്ജക്ട് നോളജ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങളോട് വായിച്ചിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കെമിസ്ട്രി, ഇതൊക്കെ. അപ്പോൾ അത് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ കറക്റ്റ് അറിയാം. ഇത് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൻ്റെ അകത്തെ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ്, അസ്പാർട്ടൈൻ, സാക്കറിൻ, സുക്രലോസ്, അലിറ്റൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് നോക്കി അതിൻ്റെ കാര്യങ്ങളും അറിയാണെന്നുണ്ടെങ്കിൽ NCERT ക്ലാസ് 12 കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. ഇത് റീസെൻ്റ്ലി ന്യൂസിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അസ്പാർട്ടൈം, അലിറ്റൈം എന്നൊക്കെ പറയുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. ബ്ലോക്ക് ടൈം ടെക്നോളജി അല്ല, ന്യൂലി ഡിറ്റക്റ്റഡ് എക്സോ പ്ലാനറ്റ്സ് അല്ല, മലേറിയ വാക്സിൻസ് അല്ല, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. WHO's International Agency for Research on Cancer classified the commonly used non-sugar sweeteners aspartame as possibly carcinogenic to humans. അപ്പം നമ്മൾ ഈ സാധാരണ നാച്ചുറൽ ഷുഗേഴ്സിൻ്റെ അകത്തൊക്കെ കലോറി അതിനേക്കാളും കലോറി കുറവായിരിക്കും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്. അതുകൊണ്ട് അത് ആൾക്കാർ ഉപയോഗിക്കലുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പോസിബിൾ കാഴ്സിനോജനിക് എഫക്റ്റ് ഉണ്ട് എന്നാണ് റീസെന്റ് സ്റ്റഡി പറഞ്ഞിരിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI has approved several artificial sweeteners such as saccharin, aspartame, sucralose, neotame for use in food in India. Artificial sweeteners contain few to no calories but has a higher sweetness intensity per gram than sweeteners with calories like table sugar, fruit juice concentrates, etc. അപ്പോൾ അതിൻ്റെ അകത്ത് കലോറിയുടെ അളവ് കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷേ സ്വീറ്റനിങ് കോൺസെൻട്രേഷൻ കൂടുതലുമാണ്. ഇത് നിങ്ങളുടെ ജസ്റ്റ് അതിൻ്റെ അകത്തെ പേരുകൾ ഇതിൻ്റെ അകത്തൊക്കെയാണ്. സ്വീറ്റ്നസ് വാല്യൂ ഇൻ കമ്പാരിസൺ ടു കെയിൻ ഷുഗർ. ഇപ്പം അലിറ്റൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2000 ടൈംസ് ആണ്. അതൊന്നും ഓർത്തിരുന്നില്ല പോലും, ജസ്റ്റ് ആ പേരുകളൊന്നും ഓർത്തിരിക്കുക. നാച്ചുറൽ സ്വീറ്റ്നസ് എക്സാമ്പിൾ സുക്രോസ് add to the calorie intake and therefore many people prefer to use artificial sweetness. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് സാക്രൈൻ ആണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി എൻറ്റയർലി ഇനേർട്ട് ആൻഡ് ഹാംലെസ് വെൻ ടേക്കൺ. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിന് പോസിബിൾ കാർസിനോജനിക് എഫക്ട്സ് ഉണ്ടെന്നാണ്. ഇറ്റ്സ് യൂസ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ ടു ഡയബറ്റിക് പേഴ്സൺസ് ആൻഡ് പീപ്പിൾ ഹു നീഡ് ടു കൺട്രോൾ ഇൻടേക്ക് ഓഫ് കലോറീസ്. സം അതർ കോമൺലി മാർക്കറ്റഡ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആർ ഗിവൺ ഇൻ ടേബിൾ. അപ്പോൾ നിങ്ങൾ NCERTക്കകത്ത് സയൻസ് ആൻഡ് ടെക്കിനോട് ബേസ് ചെയ്ത് NCERT ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കേണ്ട കുറച്ച് ഏറ്റവും മിനിമൽ ആയിട്ട് വായിച്ചിരിക്കേണ്ടത് കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് ക്ലാസ് 12ൻ്റെ കെമിസ്ട്രിയുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ വേൾഡ്, ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു പ്രീ റിക്വിസിറ്റ്സ് ഒന്നും വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ വായിക്കാം. ജസ്റ്റ് ഓൺ ദ ബിഗിനിങ് തന്നെ നമുക്ക് വായിക്കാം. ഫിസിക്കൽ വേൾഡ് ക്ലാസ് 11ൻ്റെ NCERT ആണ്. അതുപോലെ തന്നെ ബയോളജിക്കകത്തുനിന്ന് ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, അതുപോലെ തന്നെ സെലക്റ്റീവ് ആയിട്ട് ബയോടെക്നോളജി, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ എൻവയോൺമെന്റിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ഓർഗാനിസം പോപ്പുലേഷൻ, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബെയർ മിനിമം ആണ്. ഇതൊക്കെ നിങ്ങളൊന്ന് സെലക്റ്റീവ് ആയിട്ട് ഇപ്പം വായിച്ച് ഒരു
ക്രിസ്പ് ആയിട്ടുള്ള സക്സൻ്റ് ആയിട്ടുള്ള നോട്ട് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉപകാരപ്പെടില്ല. അല്ല ലാസ്റ്റ് ഇതൊന്നും നമുക്ക് ഫുൾ എടുത്ത് വായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളത് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ബെയർ മിനിമം ആണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, ഫിസിക്സ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ക്ലാസ് 11 കെമിസ്ട്രി ആണ്. NCERT എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, ഫിസിക്കൽ വേൾഡ്, ലിവിങ് വേൾഡ്. ഇത് ഫിസിക്സിൻ്റെ അകത്താണ്, +1 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. പിന്നെ സെലക്റ്റീവായിട്ട് ഈ പറഞ്ഞ പോലെ ബയോടെക്നോളജി, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് ബയോളജിക്കകത്ത്. അതിൻ്റെ അകത്തൊക്കെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സാധനം വായിച്ച് നോട്ട് ഉണ്ടാക്കി വെക്കുക. അല്ല ലാസ്റ്റ് ഇതൊന്നും നമ്മളെ കൊണ്ട് ഫുള്ളൊന്നും വായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് മിഷൻസ് പ്ലാൻഡ് ഓർ എക്സിക്യൂട്ടഡ് ഫോർ മൂൺ. അപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം ചന്ദ്രയാൻ 3 മിഷൻ്റെ ആണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ എക്സിക്യൂഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നടന്നു, സക്സസ്ഫുൾ ലാൻഡിങ് ആയിരുന്നു, സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ വേറെ ലൂണാർ മിഷൻസും, വേറെ കൺട്രീസിൻ്റെ ലൂണാർ മിഷൻസും അതിൻ്റെ സ്റ്റാറ്റസും ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ചന്ദ്രയാൻ 3യുടെ സക്സസിനോടനുബന്ധിച്ച് തന്നെ. അതുപോലെ തന്നെ ISROയുടെ മെയിൻ മിഷനും, അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പം ആദിത്യ L1 ISROയുടെ സോളാർ മിഷനായിരുന്നു. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ കൺട്രീസിൻ്റെ സ്പേസ് ഏജൻസീസിനാണെന്നുണ്ടെങ്കിൽ സോളാർ മിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വെക്കുക. അപ്പം കൺസിഡർ ദ ഫോളോയിങ് മിഷൻസ് പ്ലാൻഡ് ഓർ എക്സിക്യൂട്ടഡ് ഫോർ മൂൺ: ലൂണ 25, ആർട്ടിമിസ്, സ്ലിം മിഷൻ, ബെർഷീറ്റ് മിഷൻ. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ലൂണ എന്താണ്? ലൂണ മിഷൻ ഒബ്വിയസ്ലി റഷ്യയുടെ ഒരു സ്പേസ് മിഷനാണ്. ആർട്ടമിസ് മിഷൻ, ആർട്ടമിസ് അക്കോർഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ന്യൂസിൻ്റെ അകത്ത് വായിക്കുന്നതാണ്. USA ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള അടുത്ത മിഷനാണ്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ സ്ലിം മിഷൻ, ഇതും കറക്റ്റാണ്. ബെർഷീറ്റ് മിഷൻ ചൈനയുടെ അല്ല, ഇസ്രായേലിൻ്റെ ഒരു മിഷനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൺലി 3 പേഴ്സ്, ഓപ്ഷൻ സി ആണ്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോവാം. ആൻസർ ഓപ്ഷൻ സി. ലൂണ 25 ഈസ് റഷ്യാസ് മൂൺ ലാൻഡർ മിഷൻ ഷെഡ്യൂൾഡ് ഫോർ 2023. ആർട്ടിമിസ് പ്രോഗ്രാം ഓഫ് നാസ എയിംസ് ടു സെൻഡ് എ മാൻഡ് മിഷൻ ടു മൂൺ ബൈ 2025. ഇന്ത്യ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആർട്ടിമിസ് അക്കോർഡ്സിൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സയൻസ് ആൻഡ് ടെക്നിക്കൽ അടുത്ത് പഠിക്കുന്നതാണ്. സ്ലിം മിഷൻ ഇസ് എ സ്മോൾ സ്കെയിൽ എക്സ്പ്ലോറേഷൻ മിഷൻ ബൈ സാക്സ എന്ന് പറയുന്നത് ജപ്പാന്റെ സ്പേസ് ഏജൻസിയാണ്. നാസ അമേരിക്കയുടെ സ്പേസ് ഏജൻസി, റോസ്കോമോസ് റഷ്യയുടെ, സാക്സ ജപ്പാന്റെ, യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉണ്ട് ESA, കനേഡിയൻ സ്പേസ് ഏജൻസി ഉണ്ട് CSA. അപ്പോൾ ജസ്റ്റ് അവരുടെ ഇമ്പോർട്ടൻറ്റ് മിഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക, ന്യൂസിൽ കാണുന്ന മിഷൻസ് ഒക്കെ. ഡിസൈൻ ടു ഡെമോൺസ്ട്രേറ്റ് പ്രിസൈസ് ലൂണാർ ലാൻഡിങ്സ് ഓൺ ദ മൂൺ സർഫസ്. ബെർഷീറ്റ് വാസ് ഇസ്രായേൽസ് ഫസ്റ്റ് lunar mission and the first attempt by a private company to land on the moon. The mission achieved lunar orbit but was lost during an April 2019 landing attempt. പിന്നെ ഇതിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ചൈനീസ് മിഷൻസിൻ്റെ ഒക്കെ പേര് ഒരു ചൈനീസ് എറ്റിമോളജി ഉള്ള പേരുകളാണ്. അപ്പോൾ ഇത് മൂന്നും അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ബെർഷീറ്റ് എന്നൊക്കെയുള്ള ഒരു പേര് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊക്കെ ഓരോ ടെക്നിക്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും അറിയണം. അപ്പോൾ ഇത് മൂന്നും കറക്റ്റ് ആണെന്നുള്ള. ആർട്ടിമിസ് എപ്പോഴും ന്യൂസിലുള്ളതാണ്. ലൂണ സ്ലിം മിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ജപ്പാൻ്റെ ഒരു ലൂണാർ മിഷനാണ്. അതുപോലെ തന്നെ ബെർഷീറ്റ് ചൈനീസ് എറ്റിമോളജി ഉള്ള ഒരു വാക്കല്ല, നമുക്ക് അങ്ങനെ കോമൺ സെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തല്ല ഉപയോഗിക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ്. ഇറ്റ് ഈസ് എ സർഫസ് ടു സർഫസ് മിസൈൽ. ഇറ്റ് ഈസ് എ 2-stage solid fueled system. It can carry a 1-ton nuclear warhead over a distance of 4,000 kilometers. It is developed by the DRDO under the Integrated Guided Missile Program. Which missile system aligns with specified characteristics? അപ്പോൾ നിങ്ങൾ ഡിഫൻസ് ടെക്നോളജിക്കകത്ത് നിങ്ങൾ പഠിക്കുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മിസൈൽസ് ഏതൊക്കെയാണ് നമ്മളൊരു കോഡ് വെച്ചിട്ടാണ് ഓർത്തിരിക്കുന്നത്. പാറ്റ്ന എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോഡ് വെച്ചിട്ടാണ് പൃഥ്വി, അഗ്നി, തൃശൂൽ, നാഗ്, ആകാശ്, അങ്ങനെ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ DRDO അണ്ടർ ദി ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ പ്രോഗ്രാം. അപ്പം ഒബ്വിയസ്ലി ഈ 5 മിസൈൽസിൻ്റെ അകത്ത് ഏതെങ്കിലും ആണ്. പൃഥ്വി, അഗ്നി, തൃശൂൽ, നാഗ്, ആകാശ്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു മിസൈലാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ സർഫസ് ടു സർഫസ് മിസൈലാണ്, 2-stage solid fueled മിസൈലാണ്, 1-ton nuclear warhead ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 4,000 kilometers. നമുക്കറിയാം ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ്. അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇത്രയും റേഞ്ച് ഉള്ള സ്ഥിതിക്ക് ഇതൊരു ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ്.
അപ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് ആകെയാണെന്നുണ്ടെങ്കിൽ 2 ക്രൂയിസ് മിസൈലേ ഉള്ളൂ. ഒന്ന് ബ്രഹ്മോസ് അതിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് ബ്രഹ്മോസ് സൂപ്പർസോണിക് ആയിട്ടുള്ള ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. അതുപോലെ തന്നെ സബ്സോണിക് ആയിട്ടുള്ള ക്രൂയിസ് മിസൈലാണ് നിർഭയ്, ഒരു ക്രൂയിസ് മിസൈലാണ്. അപ്പോൾ ഇത് 2 ക്രൂയിസ് മിസൈൽസ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈലാണ്, 4000 റേഞ്ച് ഉണ്ട്. ഇനി നമുക്കറിയാം ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ റേഞ്ചിൽ വരുന്നതാണ് അഗ്നി 5, ഓൾമോസ്റ്റ് 5000 കിലോമീറ്റേഴ്സ് ഒക്കെ റേഞ്ച് ഉള്ളതാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിലുള്ള പൃഥ്വി, ആകാശ്, തൃശൂൽ, നാഗ, അഗ്നി ഇതിൻ്റെയൊക്കെ റേഞ്ച് പഠിക്കുമ്പോഴാണെന്നത് തന്നെ നമുക്കറിയാം പൃഥ്വി, ആകാശ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ട് റേഞ്ച്, ഇന്റർമീഡിയറ്റ് റേഞ്ച് ആ മിസൈൽസ് ആണ്. ഇത്രയും റേഞ്ച് വരുന്നത് അഗ്നി സീരീസിലാണ്. അഗ്നി സീരീസിൻ്റെ അകത്ത് തന്നെ അഗ്നി 5, അഗ്നി സീരീസിലുള്ള ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ തന്നെ നമുക്ക് എഴുതാം അഗ്നി 4 ആണ്. അഗ്നി 5 എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഇന്ത്യക്ക് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ കാപ്പബിലിറ്റി ഉള്ളതാണ്. അത് നമ്മൾ എക്വിപ്ഡ് ആണ്. അഗ്നി 5 ആണ്. അപ്പം ജസ്റ്റ് ഇന്ത്യയിലുള്ള മിസൈൽസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്രൂയിസ് മിസൈൽസ് ഉണ്ട്, ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചാണ്. ക്രൂയിസ് മിസൈൽസിൻ്റെ അകത്തുള്ളതാണ് ആകെ 2 ക്രൂയിസ് മിസൈൽസ് ആണ് ഇന്ത്യക്കുള്ളത്. ബ്രഹ്മോസ് അതിൻ്റെ വേരിയേഷൻസ്, പിന്നെ നിർഭയ്. ബ്രഹ്മോസ് സൂപ്പർസോണിക്, നിർഭയ് സബ്സോണിക് ആണ്. ബാക്കിയുള്ള എല്ലാം ബാലിസ്റ്റിക് മിസൈലാണ്. ഈ 2 ഒഴിച്ച് വേറെ ഏത് ക്വസ്റ്റിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാലും അത് ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡിനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളതാണ്. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് 5 ക്ലാസ് ഓഫ് മിസൈൽസ് ആണ്. പൃഥ്വി, ആകാശ്, തൃശൂൽ, നാഗ്, അഗ്നി. അതിൻ്റെ അകത്ത് തന്നെ അഗ്നി 5 വരുമ്പോഴത്തേക്കുമാണ് ഇന്റർ കോണ്ടിനെന്റൽ റേഞ്ച് വരുന്നത്, 5000 കിലോമീറ്റേഴ്സ് ഒക്കെ വരുന്നത്. അഗ്നി സീരീസ് പൊതുവെ ഹൈ റേഞ്ച് ആയിട്ടുള്ള, അതായത് നല്ല റേഞ്ചുള്ള മിസൈൽസ് ആണ്, ഇൻ കോൺട്രാസ്റ്റ് ടു പൃഥ്വി, ആകാശ് ഒക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം സർഫസ് ടു സർഫസ് മിസൈൽ ഉണ്ട്, സർഫസ് ടു എയർ മിസൈൽ ഉണ്ട്, എയർ ടു സർഫസ് മിസൈൽ ഉണ്ട്, അണ്ടർ വാട്ടർ ടു എയർ മിസൈൽ ഉണ്ട്, അണ്ടർ വാട്ടർ ടു സർഫസ് മിസൈൽ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ ഇതിൻ്റെ അകത്ത് ആൻസർ ഓപ്ഷൻ എ, അഗ്നി 4. Agni 4 is a nuclear capable long range ballistic missile of India with a strike range of 4000 km. The indigenously developed Agni 4 is a 2-stage surface to surface missile. It is 20 meters long with a weight of 17 tons. Hence statement 1 is correct. It is a 2-stage solid fueled system that can carry a 1-ton nuclear warhead over a distance of 4000 kilometers. So going to the next question, the word lockbit sometimes mentioned in media is in reference to. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നതാണ് എപ്പോഴും. ഇതിനോടനുബന്ധിച്ച് തന്നെ വേറെ ഒരു പ്രീവിയസ്ലി UPSCക്ക് ഒരു 2-3 ഇയേഴ്സിന് മുമ്പ് വാണക്രൈ, സെയിം രീതിക്ക് തന്നെ വാണക്രൈ റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൈബർ അറ്റാക്ക് ആണ്. വാണക്രൈ ഒരു സൈബർ അറ്റാക്സ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു സൈബർ അറ്റാക്ക് ആണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പെഗാസസ് അറ്റാക്സ്, അതുപോലെ തന്നെ ഈയിടെ റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിഷൻ ആപ്പിൾ ഡിവൈസസിൻ്റെ ഒക്കെ എൻക്രിപ്ഷൻ ബ്രീച്ച് ആയി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ സൈബർ സെക്യൂരിറ്റി, സ്പൈവെയർ, പെഗാസസ് സ്പൈവെയർ ആയിരുന്നു, അതുപോലെ റാൻസം വെയർ, ഫിഷിംഗ്, വെയിലിംഗ്, ഇങ്ങനത്തെ ടേംസിനെ പറ്റിയൊക്കെ നിങ്ങൾ അവെയർ ആയിരിക്കണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ലോക്ക്ബിറ്റ് ഈസ് എ ന്യൂ റാൻസം വെയർ അറ്റാക്ക് ഇൻ എ ലോങ് ലൈൻ ഓഫ് extortion cyber attacks, formerly known as ABCD ransomware. It has since grown into a unique threat within the scope of these extortion tools. Lockbit is a subclass of ransomware known as cryptovirus due to forming its ransom requests around financial payment in exchange for decryption. It focuses mostly on enterprises and government organizations rather than individuals. അപ്പം നമുക്ക് അറിയാം ഇത് സൈബർ അറ്റാക്ക് ആണ്. അപ്പം നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്സ്, സ്പൈവെയർ, പെഗാസസ് ഒക്കെ ഒരു സ്പൈവെയർ ആയിരുന്നു. നമ്മളറിയാതെ തന്നെ ഒരു സർവൈലൻസ് കൊണ്ടിരുന്നത്. റാൻസം വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാൻസം ചോദിക്കുന്നത്, തട്ടിക്കൊണ്ട് പോയിട്ടൊക്കെ ആൾക്കാർ റാൻസം ചോദിക്കുന്നില്ല, റാൻസം ചോദിക്കുന്നത് ആണ് റാൻസം വെയർ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് മോസ്റ്റ്ലി ഓൺ എന്റർപ്രൈസസ് ആൻഡ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് റാദർ ദാൻ ഇൻഡിവിജ്വൽസ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കേസ് തന്നെയുണ്ട് ഫിഷിങ്. അതുപോലെ തന്നെ അത് വലിയ വലിയ ആൾക്കാരെ, ഇപ്പം വൻ സ്രാവുകളെയൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് വെയിലിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ആ ടേംസ് ഒക്കെ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഫെമിലിയർ ആയിരിക്കണം. So coming to the next question, consider the following statements regarding monoclonal antibodies. Statement 1, എപ്പോഴും ന്യൂസിലുള്ളതാണ്. Statement 1, monoclonal antibodies use artificially made proteins that act like human antibodies in the immune system. Each monoclonal antibody has the ability to bind multiple antigens to protect the natural immune system of the body. നമുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മോണോക്ലോണൽ ആൻറ്റിബോഡീസ് അതായത് ക്ലോൺ ചെയ്യപ്പെട്ടതാണ്, ഒരേ ടൈപ്പാണ്. Monoclonal antibodies are artificially made proteins that act like antibodies in the immune system. Statement correct ആണ്.
മോണോക്ലോണൽ ആൻറ്റിബോഡി ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി ഒക്കെ ഒരുപാട് ന്യൂസിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പം അത് ലാബിൽ ക്ലോൺ ചെയ്തെടുക്കുന്ന പ്രോട്ടീൻസ് ആണ്. അത് നമ്മുടെ ആൻറ്റിജൻസിനെതിരെ ഹ്യൂമൻസ് നമ്മുടെ ആൻറ്റിബോഡീസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനിയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈച്ച് മോണോക്ലോണൽ ആൻറ്റിബോഡി ഹാസ് ദ എബിലിറ്റി ടു ബൈൻഡ് മൾട്ടിപ്പിൾ ആൻറ്റിജൻസ്. മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്, സെയിം ടൈപ്പ് ഓഫ് ആൻറ്റിബോഡിയാണ്. അപ്പം ഒബ്വിയസ്ലി ഏതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ പാർട്ടിക്കിൾ, ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു ഫോറിൻ സബ്സ്റ്റൻസ്. അപ്പം ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻ, സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനെതിരെ മാത്രമേ അതിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ മോണോക്ലോണൽ ആൻറ്റിബോഡിക്ക്. പോളിക്ലോണൽ ആണെന്നുണ്ടെങ്കിലാണ് പല പല ആൻറ്റിജൻസിനെതിരെ ആക്ട് ചെയ്യുന്നത്. സോ ഈച്ച് മോണോക്ലോണൽ ആൻറ്റിബോഡി ഹാസ് ദ എബിലിറ്റി ടു ബൈൻഡ് ടു സ്പെസിഫിക് ആൻറ്റിജൻ ഓൺലി ആൻഡ് പ്രൊട്ടക്ട് ദ നാച്ചുറൽ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, 1 only ആണ്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ എ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആൻറ്റിബോഡീസ് that aid to aim the body's natural immune system. Monoclonal antibodies can be created in the lab by exposing white blood cells to a particular antigen. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ എന്താണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസിൻ്റെ അകത്ത് വാക്സിനേഷൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്നത് ക്ലാസ് 12 ബയോളജി NCERT അകത്തുള്ള ഒരു ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, അതിൻ്റെ അകത്ത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വാക്സിൻസ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. റീസെൻ്റ്ലി നമുക്ക് mRNA വാക്സിൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോബൽ കിട്ടി. അപ്പോൾ വാക്സിനേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആൻറ്റിബോഡീസ് ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻറ്റിജൻസിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ദ ലാബ് ബൈ എക്സ്പോസിങ് വൈറ്റ് ബ്ലഡ് സെൽസ് ടു എ പർട്ടിക്കുലർ ആൻറ്റിജൻ. അപ്പോൾ ആൻറ്റിജൻ എന്ന് പറയുന്നത് ആൻറ്റിജനെതിരെ നമ്മുടെ ബോഡി അല്ലെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ കേസിൽ വെളിയിലാണ്. അപ്പോൾ ആൻറ്റിജനെതിരെ പ്രവർത്തിക്കുന്ന സാധനമാണ് ആൻറ്റിബോഡി. ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ആയിട്ടുള്ള ഡിസീസ് കോസിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. Statement 2 is incorrect, is not correct. They target a specific antigen, a protein from the pathogen that induces an immune response. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. They are man-made proteins that act like a human antibody in the immune system. They are made by cloning a unique white blood cells. Monoclonal antibodies are now relatively common. They are used in treating Ebola, HIV, psoriasis, etc. അപ്പോൾ ഇത് ഇതിൻ്റെ യൂസ് ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് വരുന്നുണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡി ട്രീറ്റ്മെൻ്റ് ഒക്കെ. അപ്പോൾ ന്യൂസിൻ്റെ അകത്തുള്ളതാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണയൊക്കെ വെക്കണം. ഹ്യൂമൻ ആൻറ്റിബോഡീസ് തന്നെ ലാബിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബൂസ്റ്റിന് വേണ്ടി ആൻറ്റിബോഡീസ് ആയിട്ട് തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അങ്ങനത്തെ കാര്യങ്ങളും ടൈപ്സ് ഓഫ് വാക്സിൻസ്, ഇപ്പം ഇനാക്ടിവേറ്റഡ് വാക്സിൻസ്, ടോക്സോയിഡ് വാക്സിൻസ്, ഡെഡ് വാക്സിൻസ്, അതുപോലെ തന്നെ mRNA വാക്സിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നമുക്കിപ്പോൾ അറിയാം പാൻഡമിക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ വാക്സിൻ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കുന്നുണ്ട്. മിഷൻ ഇന്ദ്രധനുഷ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. There are 4 ways in which scientists prepare monoclonal antibodies. They are murine, human, humanized, chimeric. Murine എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസ് പ്രോട്ടീൻസ് ആണ്. ഹ്യൂമൻ ജസ്റ്റ് ടേംസ് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. ഇനി ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ അകത്ത് തന്നെയാണ്. അത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്നേക്ക് ബൈറ്റ്സിനോടൊക്കെ അനുബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഹോഴ്സസിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്ത ആൻറ്റിബോഡിയും ഹ്യൂമൻസിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്ത ആൻറ്റിബോഡിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസിൻ്റെ അകത്തൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഹ്യൂമനൈസ്ഡ്, കൈമറിക്, അപ്പോൾ ജസ്റ്റ് ആ ടൈപ്സ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിന് ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് NISAR mission. NISAR, NISAR mission. It is jointly developed by NASA and the Canadian Space Agency. The aim of the mission is to explore the gas giant planets such as Jupiter and Saturn. അപ്പം നിസാറിൻ്റെ ഫുൾ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത് കിട്ടും. നാസ ISRO, സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, അതാണ് നിസാർ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് ജോയിൻലി ഡെവലപ്ഡ് ബൈ നാസ ആൻഡ് ISRO, സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അപ്പോൾ ബേസിക്കലി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജോയിൻലി ഡെവലപ്ഡ് ബൈ നാസ ആൻഡ് കനേഡിയൻ സ്പേസ് ഏജൻസി. അത് തെറ്റാണ്. നാസയുടെയും ISROയുടെയും കൂടെ ഒരു ജോയിൻറ്റ് മിഷനാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ എയിം ഓഫ് ദ മിഷൻ ഈസ് ടു എക്സ്പ്ലോർ ദ ഗ്യാസ് ജൈന്റ് പ്ലാനറ്റ് സച്ച് ആസ് ജൂപ്പിറ്റർ ആൻഡ് സാറ്റേൺ. അല്ല, ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അത് റിമോട്ട് സെൻസിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്.
അപ്പോൾ നാസ ആൻഡ് ISRO ആണ്. ഇതിന്റെ ഫുൾ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ്. അതുപോലെ എയിം ഓഫ് ദ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് സെൻസിങ്, ക്ലൈമറ്റ് ചേഞ്ച് പാറ്റേൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എക്സോ പ്ലാനറ്റ്സിലോട്ടൊന്നും അല്ല പോകുന്നത്, എർത്തിൽ നടക്കുന്ന ഫിനോമിനെ പറ്റി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നെയ്തർ 1 nor 2. ഈ ക്വസ്റ്റിന്റെ ഓപ്ഷൻ നെയ്തർ 1 nor 2. ക്വസ്റ്റിന്റെ കറക്റ്റ് ഓപ്ഷൻ നെയ്തർ 1 nor 2. 2 ഓപ്ഷൻസും 2 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. Statement 1 is incorrect. It is jointly developed by NASA and the ISRO. NISAR mission will measure Earth's changing ecosystems, dynamic surfaces and ice masses, providing information about biomass, natural hazards, sea level rise and groundwater, and will support a host of other applications. NISAR will observe Earth's land and ice covered surfaces globally with 12-day regularity on ascending and descending passes, sampling Earth on average every 6 days for a baseline 3-year mission. അപ്പോൾ നിസാർ മിഷന് നമ്മുടെ ഈ പറഞ്ഞ പോലെ ISROയും കൊളാബറേഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യ ജോയിൻലി ആയിട്ടുള്ള കൊളാബറേഷൻ ITER, ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എനർജി റിയാക്ടർ, അങ്ങനത്തെ ജോയിന്റ് കൊളാബറേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ഈസ് ഓൾസോ നോൺ ആസ് ഫോറവർ കെമിക്കൽസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ഈസ് ഓൾസോ നോൺ ആസ് ഫോറവർ കെമിക്കൽസ്? അപ്പോൾ ഫോറവർ കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് അത്ര പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകാതെ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളെ ആയിരിക്കാനുള്ള ഫോറവർ കെമിക്കൽസ്. നമുക്ക് ആ വേർഡിന്റെ എറ്റിമോളജി എന്ന് തന്നെ മനസ്സിലാവും. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSG എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം എന്താ? അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനമാണ്. ഡൈഇഥൈൽ ടൊളൂമൈഡ്. അത് നിങ്ങൾ ചിലപ്പം ഒരുപക്ഷെ കേട്ടിട്ട് കാണും. അതൊരു പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ് ഒക്കെയാണ്. നിങ്ങൾ ഈ ഇൻസെക്ടിസൈഡിന്റെ അതിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പോണൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈഇഥൈൽ ടൊളൂമൈഡ് കാണാം. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനമാണ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. അപ്പോൾ ഇതെല്ലാം കോമൺലി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതൊന്നും ഫോറവർ കെമിക്കൽസ് ഒന്നും അല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ വരുന്നതാണ് പെർഫ്ലൂറോ ആൽക്കൈൽ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസസ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, പെർഫ്ലൂറോ ആൽക്കൈൽ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസസ്. ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, റബ്ബിംഗ് ആൽക്കഹോളാണ് നമ്മൾ ഈ എന്താ പറയുന്നത് സാനിറ്റൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഡൈഇഥൈൽ ടൊളൂമൈഡ് എന്ന് പറയുന്നത് ഡീറ്റ് എന്നാണ് പറയുന്നത്, അതൊരു ഇൻസെക്ടിസൈഡ് ആണ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനമാണ്. സോ ആൻസർ ബി എക്സ്പ്ലനേഷൻ. എ റീസെന്റ് സ്റ്റഡി ഹാസ് ഫൗണ്ട് ദാറ്റ് റെയിൻ വാട്ടർ ഫ്രം മെനി പ്ലേസസ് അക്രോസ് ദ ഗ്ലോബ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് പെർ ആൻഡ് polyfluoro alkyl substances PFAs, which are called forever chemicals because of their tendency to stick around in the atmosphere, rainwater and soil for longer periods of time. നിങ്ങൾക്ക് നമ്മൾ എൻവയോൺമെന്റിന്റെ അകത്ത് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ പ്രശ്നം. അത് ബയോഡിഗ്രേഡബിൾ അല്ല, അത് കുറേ ടൈം എടുക്കും. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോ മാഗ്നിഫിക്കേഷൻ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇതിങ്ങനെ ട്രോഫിക് ലെവൽസ് കൂടുന്തോറും ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി വാട്ട് ആർ PFAs? PFAs ആർ മാൻമെയ്ഡ് കെമിക്കൽസ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന മറ്റേ നമ്മുടെ നോൺ സ്റ്റിക്ക് വാട്ടർ റിപ്പല്ലന്റ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. PFAs ആർ മാൻമെയ്ഡ് കെമിക്കൽസ് യൂസ് ടു മേക്ക് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ, വാട്ടർ റിപ്പല്ലന്റ് ക്ലോത്തിങ്, സ്റ്റെയിൻ റെസിസ്റ്റന്റ് ഫാബ്രിക്സ്, കോസ്മെറ്റിക്സ്, ഫയർ ഫൈറ്റിംഗ് ഫോംസ് ആൻഡ് മെനി അതർ പ്രൊഡക്ട്സ് ദാറ്റ് റെസിസ്റ്റ് ഗ്രീസ്, വാട്ടർ ആൻഡ് ഓയിൽ. PFAs can migrate to the soil, water and air during their production and use. Since most PFAs do not break down, they remain in the environment for long periods of time. Some of the PFAs can build up in the people and animals if they are repeatedly exposed to these chemicals. അതാണ് ബയോമാഗ്നിഫിക്കേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ സ്റ്റെയിൻ റെസിസ്റ്റന്റ് ക്ലോത്ത് ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണാമല്ലേ, പല കമ്പനീസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാമല്ലോ. അതിൻ്റെ അകത്തൊക്കെ അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ അകത്ത് നോൺ സ്റ്റിക്ക് തവയൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പെർഫ്ലൂറോ പോളിഫ്ലൂറോ അങ്ങനത്തെ ആൽക്കൈൽ സബ്സ്റ്റൻസസ് PFAs. അപ്പോൾ അതിൻ്റെ ഒരു എൻവയോൺമെന്റൽ കൺസേൺ ആണ്. അപ്പോൾ ജസ്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. എവർഗ്രീൻ ഫോറെവർ കെമിക്കൽസ് എന്നാണ് പറയുന്നത്. സോ വാട്ട് ഹാം ഡു PFAs കോസ്? ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ലിസ്റ്റ് എ വെറൈറ്റി ഓഫ് ഹെൽത്ത് റിസ്ക് ദാറ്റ് ആർ അട്രിബ്യൂട്ടഡ് ടു PFA exposure, including decreased fertility, developmental effects in children, interference with the body hormones, increased cholesterol levels and increased risk of some cancers. Recently, researchers have also revealed that long-term low-level exposure to certain PFAs
can make it difficult for humans to build antibodies after being vaccinated against various diseases. അപ്പോൾ വാക്സിനേഷൻ്റെ എഫിക്കസിയെ വരെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് നമുക്കറിയാം, ഈ വാട്ടർ റിപ്പല്ലൻ്റ് ക്ലോത്ത്സ്, നോൺ സ്റ്റിക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോമൺ ആയിട്ടുമുണ്ട്. So how can these chemicals be removed from rainwater? Well, there is no known method that can extract and remove PFAS from the atmosphere itself. There are many effective, albeit expensive, effective ആണ് പക്ഷേ എക്സ്പെൻസീവ് ആണ്, methods to remove them from rainwater that has been collected through various rainwater harvesting methods. One way to do this would be to use a filtration system with activated carbon. The activated carbon will need to be removed and replaced regularly. Also, the contaminated material must be destroyed. അപ്പോൾ PFAS എന്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെസ്ലർ സിൻഡ്രം ഓഫൺ സീൻ ഇൻ ന്യൂസ് ഈസ് ഹേർഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ കെസ്ലർ സിൻഡ്രം, കൊണോട്രി മിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂസിലൊക്കെ വരുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഓരോ രാജ്യങ്ങളും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പല പല പർപ്പസിന്, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന്, റിമോട്ട് സെൻസിങ് പർപ്പസിന്, അങ്ങനെ പല പല പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റലൈറ്റ്സ്, ഇപ്പം നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു PSLV C-57 ആണെന്നുണ്ടെങ്കിൽ ഇനി ഒരു PSLV മിഷൻ്റെ അകത്തൊക്കെ 100 സാറ്റലൈറ്റ്സ് ഒക്കെയാണ് ഒരു ലോഞ്ചിൽ തന്നെ പോകുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ്സിൻ്റെ എല്ലാം ലൈഫ് ടൈം കഴിഞ്ഞിട്ടും അത് തിരിച്ചു വരുന്നില്ല. ഈ സാറ്റലൈറ്റ്സ് എല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. ബേസിക്കലി നമ്മുടെ ഈ ലോ എർത്ത് ഓർബിറ്റ്സിലാണെന്നുണ്ടെങ്കിൽ പണ്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റ്സിൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ സാറ്റലൈറ്റ്സും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഇവിടെ ഒരു കൊളീഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു കൊളീഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഡോമിനോ എഫക്റ്റ് പോലെയാണ്. ഒരു സാറ്റലൈറ്റ് വേറെ സാറ്റലൈറ്റിനെ കൊളൈഡ് ചെയ്താൽ ഇത് മൊത്തത്തിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടി നടക്കും, ട്രാഫിക്കിലൊക്കെ കാണുന്ന പോലെ. എന്നിട്ട് ആകെപ്പാടെ താറുമാറാകും. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും റിമോട്ട് സെൻസിങ്ങും വെതർ പ്രഡിക്ഷനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എല്ലാം സാറ്റലൈറ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. ബേസിക്കലി കെസ്ലർ സിൻഡ്രം ഓഫൺ സീൻ ഇൻ ന്യൂസ് ഈസ് ഹേർഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്പേസ് ഡെബ്രിസ് ആണ്. സ്പേസ് ഡെബ്രിസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ബയോളജിക്കൽ വാർഫെയർ അല്ല, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ല, ജനറ്റിക് ഡിസോർഡർ അല്ല, സ്പേസ് ഡെബ്രിസ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ലോ എർത്ത് അറ്റ്മോസ്ഫിയറിന് ചുറ്റും, ലോ എർത്ത് ഓർബിറ്റിന് ചുറ്റുമാണെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ്സിൻ്റെ ആ ഒരു ഡെൻസിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ്. കാരണം നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞ സാറ്റലൈറ്റ്സ് ഒന്നും നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നൊന്നുമില്ല, അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കൊളീഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു സീരീസ് ഓഫ് കൊളീഷൻസിലേക്ക്, ഒരു ഡൊമിനോ എഫക്റ്റ് പോലെ അത് സംഭവിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ കെസ്ലർ സിൻഡ്രം ഈസ് എ ഫെനോമെനൻ ഇൻ വിച്ച് ദ ഡെൻസിറ്റി ഓഫ് ഒബ്ജക്ട്സ് ഇൻ ദ ലോ എർത്ത് ഓർബിറ്റ് grows so high that collisions between two objects could cause a massive cascade of space junk and trigger further collisions. Space debris refers to human-made objects in space no longer in use, such as discarded rocket stages, defunct satellites, etc. These debris can remain in orbit for years or for even decades, increasing the risk of collision with the active spacecraft. അപ്പം കെസ്ലർ സിൻഡ്രം എന്താണ്, അതിനെതിരെ പല പല സ്പേസ് ഏജൻസീസ്, പല പല കൺട്രീസിൻ്റെ സ്പേസ് ഏജൻസീസ് നടത്തുന്ന, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത് ശ്രമിച്ചിട്ടുള്ള മിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി വാട്സൺ എക്സ് പ്ലാറ്റ്ഫോം റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? വാട്സൺ എക്സ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ന്യൂസിലാണെന്നുണ്ടെങ്കിൽ വളരെ ഇതായിട്ട് നമ്മുടെ എന്താണ് പറയുന്നത്, റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്നായിരുന്നു, എസ്പെഷ്യലി ഇൻ റിലേഷൻ ടു AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്. AI ആൻഡ് ഡാറ്റ പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ് ബൈ ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ, IBM, International Business Machines Corporation, that is capable of enabling countries to integrate artificial intelligence in their business. അപ്പോൾ വാട്സൺ എക്സ് മാഗ്നറ്റോമീറ്റേഴ്സ് ഒന്നുമല്ല, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒന്നുമല്ല, ക്യാപ് ജെമിനി ഇതൊന്നുമല്ല. ഇതാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ, AI ടൂൾസ് എങ്ങനെ ബിസിനസ് മോഡൽസിൽ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് IBM ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് കോർപ്പറേഷൻ, IBM കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ AI പറ്റി നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ, ചാറ്റ് GPT, അതിനോടനുബന്ധിച്ച് തന്നെ ട്രൂത്ത് GPT, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ന്യൂസിൽ വരുമ്പോഴത്തേക്കും, അതുപോലെ തന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എത്തിക്കൽ AI, ഡീപ്പ് ഫേക്സ് ഒക്കെ നിങ്ങളിപ്പോൾ ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ AI പ്രശ്നങ്ങളും അതിൻ്റെ സാധ്യതകളും, ഇപ്പം PM തന്നെ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫേക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ഇതുപോലത്തെ ടേംസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വാട്സൺ എക്സ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ AI പ്ലാറ്റ്ഫോമാണ്.
to integrate artificial intelligence in their business models. So answer C, explanation. IBM has launched Watson X, an AI and data platform capable of enabling countries to integrate artificial intelligence into their businesses. It can be used for automatically generating codes using natural language and deploying AI models for tasks such as chemical creation and climate change modeling. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് മോഡലിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ക്ലൈമറ്റ് ചേഞ്ച് പ്രഡിക്ഷൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ക്ലൈമറ്റ് മോഡലിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും. വാട്സൺ എക്സ് അലൗസ് ക്ലയൻസ് ടു specialize and deploy models for various enterprise use cases or build their own. Watson X comprises 3 products: Watson.ai, Watson.x.ai, Watson.x.data, Watson.x.governance. അപ്പം ബേസിക്കലി IBM അവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഔട്ട്സോഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്കറിയാം IBM കാര്യമൊക്കെ. അപ്പോൾ അവരുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. കൺട്രീസ്, ഗവൺമെൻറ്റ്സ്, ബിസിനസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ AI എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അവരുടെ ബിസിനസ്സിൻ്റെ ഒക്കെ ഗ്രോത്തിന് വേണ്ടി, അതാണ് ബേസിക്കലി ഈ പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 94 ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, മൈറ്റോകോൺട്രിയൽ ഡൊണേഷൻ ട്രീറ്റ്മെൻറ്റ് combines the sperm and eggs from the biological parents with mitochondria from a donor's eggs. Mitochondrial diseases are only passed on by the mother. Which of the following is correct in response of the above statement? അപ്പോൾ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം മൈറ്റോകോൺട്രിയൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, മൈറ്റോകോൺട്രിയൽ ഡിസീസസ്, സെൽ ഓർഗനൽസ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ പറയും. ATP എനർജി കറൻസി ഓഫ് ദ സെൽ, ഇതെല്ലാം നിങ്ങൾ ബേസിസ് ഓഫ് സെല്ലിൻ്റെ അകത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, സെല്ലിൻ്റെ അകത്തുള്ള ഓർഗനൽസിൻ്റെ അകത്ത് മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്. സ്വന്തമായിട്ട് DNA ഉള്ള ഒരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. മൈറ്റോകോൺട്രിയൽ ഡൊണേഷൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയൽ റീപ്ലേസ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്പി കമ്പൈൻസ് ദ സ്പേം ആൻഡ് എക്സ് ഫ്രം ദ ബയോളജിക്കൽ പേരൻസ് വിത്ത് മൈറ്റോകോൺട്രിയ ഫ്രം എ ഡോണേഴ്സ് എക്സ്. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൈറ്റോകോൺട്രിയാൽ അവന് സ്വന്തമായിട്ട് DNA ഉണ്ട്. ഒരു സെൽ ഓർഗനലാണ്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ATP സിന്തസിസ് ഒക്കെയാണ്. അപ്പം അവന് സ്വന്തമായിട്ട് DNA ഉണ്ട്. ആ DNAയിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പല പല ഡിസീസസിലേക്കൊക്കെ നയിക്കും. ഏത്? മൈറ്റോകോൺട്രിയയുടെ DNAയിൽ. അതിനാണ് മൈറ്റോകോൺട്രിയൽ ഡിസീസസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെതിരെയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മൈറ്റോകോൺട്രിയയുടെ ഫോൾട്ടി ആയിട്ടുള്ള DNA മാറ്റിയിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മൈറ്റോകോൺട്രിയൽ DNA, ഒരു ഡോണറിൻ്റെ അടുത്ത് നിന്ന് മൈറ്റോകോൺട്രിയൽ DNA എടുക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബയോളജിക്കൽ ആയിട്ടുള്ള പേരൻസിൻ്റെ സ്പേമോ എഗ് ഫ്യൂസ് ചെയ്യുന്നു. മൈറ്റോകോൺട്രിയൽ DNAക്ക് പകരം ഒരു ഡോണറിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഫോൾട്ടി അല്ലാത്ത മൈറ്റോകോൺട്രിയൽ DNA ഉപയോഗിക്കുന്നു. അതിനാണ് മൈറ്റോകോൺട്രിയൽ റീപ്ലേസ്മെൻറ്റ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ട് കാണും 3 parent ചൈൽഡ് എന്നൊക്കെ പറഞ്ഞ്. അതായത് കുട്ടിക്ക് 3 ആൾക്കാരുടെ DNA ഉണ്ടാവും. മൈറ്റോകോൺട്രിയൽ DNA ഫ്രം ദ ഡോണർ, അതുപോലെ തന്നെ DNA ഓഫ് ഫാദർ, ബയോളജിക്കൽ ഫാദർ, ആൻഡ് DNA ഓഫ് ബയോളജിക്കൽ മദർ. അപ്പോൾ യൂഷ്വലി മാമൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മൈറ്റോകോൺട്രിയൽ ഡിസീസസ് ഒക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് മെറ്റേണൽ സൈഡ്, അമ്മയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ബേസിക്കലി ഈ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ എക്സെല്ലിൻ്റെ അകത്തുനിന്ന് ഫോൾട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയൽ DNA മാറ്റി അവരുടെ നാച്ചുറൽ DNA മാത്രം എടുത്തിട്ട് വേറെ ഒരു ഡോണറിൻ്റെ എക്സെല്ലിലോട്ട് വെക്കുന്നു. അതിൻ്റെ അകത്ത് മൈറ്റോകോൺട്രിയൽ, അപ്പം ഡോണറിൻ്റെ മൈറ്റോകോൺട്രിയൽ DNA പ്ലസ് അമ്മയുടെ നാച്ചുറൽ DNA, അതായത് മൈറ്റോകോൺട്രിയൽ DNA ഒഴിച്ച് ബാക്കിയുള്ളതല്ല. അതിനുശേഷം അത് ഫെർട്ടിലൈസ് ചെയ്യുന്നു, ഇൻവിട്രോ ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ സാധാരണ നടക്കുന്നതിൽ ജസ്റ്റേഷൻ, ഗ്രോത്ത് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ കുട്ടിക്ക് 3 DNA വരും. മൈറ്റോകോൺട്രിയൽ DNA ഫ്രം ദ ഡോണർ ആൻഡ് നാച്ചുറൽ DNA ഫ്രം ബോത്ത് ഫാദർ ആൻഡ് മദർ. അപ്പോൾ ഇത് തന്നെ UPSCക്ക് ഒരു 2-3 വർഷം മുമ്പ് ചോദിച്ചിരുന്നായിരുന്നു, മൈറ്റോകോൺട്രിയൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയൽ ഡോണർ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. മൈറ്റോകോൺട്രിയൽ ഡൊണേഷൻ ട്രീറ്റ്മെന്റ് കമ്പൈൻസ് സ്പേം ആൻഡ് എക്സ് ഫ്രം ദ ബയോളജിക്കൽ പേരൻസ് വിത്ത് മൈറ്റോകോൺട്രിയ ഫ്രം ഡോണേഴ്സ് എക്സ്. മൈറ്റോകോൺട്രിയ അസച്ച് അല്ല, മൈറ്റോകോൺട്രിയൽ DNA. ഇനി മൈറ്റോകോൺട്രിയൽ ഡിസീസസ് ആർ ഓൺലി പാസ്ഡ് ഓൺ ബൈ ദ മദർ. ആസ് ഓഫ് നൗ മാമൽസിലെ സ്റ്റഡീസ് എല്ലാം പ്രകാരം അത് മെറ്റേണൽ സൈഡിൽ നിന്ന് തന്നെയാണ് മൈറ്റോകോൺട്രിയൽ ഡിസീസസ് ഒക്കെ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ്? അപ്പം സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1 ആണ്. കാരണം എഗ്ഗിൻ്റെ അകത്തുനിന്ന് തന്നെ അത് മാറ്റാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ അമ്മയുടെ സൈഡിൽ നിന്നാണ് കൂടുതൽ വരുന്നത്.
സ്പേമിൻ്റെ അകത്തുനിന്നുള്ള മൈറ്റോകോൺഡ്രിയൽ DNA പ്രശ്നം ഉണ്ടാകുന്നില്ല. So answer A, statement 1 is correct. Mitochondrial donation treatment അല്ലെങ്കിൽ mitochondrial replacement therapy is the process through which an egg which has the genetic material from the parents and the mitochondria from a selected female donor is implanted in the uterus and carried to full term to yield a baby free of any mitochondrial diseases. Statement 2 is correct. Mitochondrial diseases are only passed on by the mother, therefore the need for mitochondrial donation treatment. അപ്പോൾ ഇതാണ് മേക്കിംഗ് എ 3-parent embryo. ഇത് ന്യൂസിൻ്റെ അകത്ത് റീസെൻ്റ്ലി ഉണ്ടായിരുന്നായിരുന്നു. ഹെൽത്തി, അപ്പം ജസ്റ്റ് പ്രോസസ്സിങ്ങിനാണ്. ഹെൽത്തി ന്യൂക്ലിയർ DNA റിമൂവ്ഡ് ഫ്രം ദ പേഷ്യൻസ് എഗ് സെൽ ലീവിംഗ് ബിഹൈൻഡ് ഫോൾട്ടി മൈറ്റോകോൺഡ്രിയൽ DNA. ഇതാണ് ബയോളജിക്കൽ മദർ. ബയോളജിക്കൽ മദറിൻ്റെ മൈറ്റോകോൺഡ്രിയൽ DNAക്കാണ് പ്രശ്നം. മദർ സൈഡിൽ നിന്നാണ് മൈറ്റോകോൺഡ്രിയൽ ഡിസീസ് വരുന്നത്. അപ്പോൾ ആ മൈറ്റോകോൺഡ്രിയൽ DNA മാത്രം നമ്മൾ മാറ്റി നിർത്തി, എന്നിട്ട് അവരുടെ ന്യൂക്ലിയർ DNA, നാച്ചുറൽ DNA എടുത്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയൽ DNA ഉള്ള ഒരു ഡോണറിൻ്റെ എക്സെല്ലിൽ അത് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു സ്പേം സെല്ലുമായിട്ട് അത് ഇൻവിട്രോ ആയിട്ട് ഫ്യൂസ് ചെയ്ത് അപ്പോൾ ഉണ്ടാകുന്ന കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈറ്റോകോൺഡ്രിയൽ ബേസ്ഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒന്നും വരില്ല. അപ്പം ഹെൽത്തി ന്യൂക്ലിയർ DNA റിമൂവ്ഡ് ഫ്രം പേഷ്യൻസ് എഗ് സെൽ ലീവിംഗ് ബിഹൈൻഡ് ഫോൾട്ടി മൈറ്റോകോൺഡ്രിയൽ DNA. Patient's nuclear DNA transplanted into the donor egg with healthy mitochondrial DNA. Reconstructed egg cell fertilized with sperm in the lab and implanted into the patient's resulting embryo has 3 genetic parents. That is making a 3-parent embryo. Mitochondrial diseases, certain mutations in mitochondria can lead to mitochondrial diseases affecting energy production. നമുക്കറിയാം മൈറ്റോകോൺഡ്രിയ ആണ് സെൽ ഓർഗനൽ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്ക് സെൽ ഓർഗനൽസിനെ പറ്റിയൊക്കെ ഏകദേശം മൈറ്റോകോൺഡ്രിയ, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതിനെപ്പറ്റിയൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കണം. And impacting various organs including the brain, nerves, muscles, kidneys, heart and liver. These diseases can result in severe symptoms such as organ failure, muscle wiltage and even brain damage. Unfortunately, there is no cure for mitochondrial diseases. അതിൻ്റെ ക്യൂർ ഇല്ല, but they can be managed to some extent. Few examples of mitochondrial disease are Leigh syndrome, Kearns-Sayre syndrome, mitochondrial myopathy and mitochondrial DNA depletion syndrome. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡിസീസസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ സയൻസ് ആൻഡ് ടെക് പാർട്ട് ഓഫ് യുവർ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ്. സോ ഹോപ്പ് യു ഹാവ് ഡൺ ദ ടെസ്റ്റ് വെൽ. ആൻഡ് ഇൻ കേസ് നമുക്ക് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാകണം. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്പോൾ ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് പ്ലസ് ഫാക്ച്വൽ നോളജ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ നോക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിലിംസ്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എൻവിറോൺമെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ലെറ്റ്സ് ഡിസ്കസ് ദി ക്വസ്റ്റ്യൻസ് ഫ്രം എൻവിറോൺമെൻറ്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആംഫീബിയസ് പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്ലാറ്റ് ലീവ്സ്, എയർ സ്പേസസ് ഇൻ ലീവ്സ്, poorly formed roots. So these are the general character that has been asked in the question. So first statement is flat leaves. So first statement നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആംഫീബിയസ് പ്ലാന്റുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണം. ഈ ഒരു 2 കീവേഡ്സ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ദർ ഇസ് എനി കണക്ഷൻ യു ഗോട്ട് ദി ആൻസർ. സോ ആംഫീബിയസ് പ്ലാന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ്ലി എന്താണ്, അക്വാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടറിനെ മെയിൻലി ഡിപ്പെൻഡ് ചെയ്ത് വളരുന്ന പ്ലാന്റ്സുകളാണ്. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് അക്വാറ്റിക് പ്ലാന്റ്സ്. സോ ആംഫീബിയസ് പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ദേ ആർ നത്തിങ് ബട്ട് അക്വാറ്റിക് പ്ലാന്റ്സ്. അപ്പോൾ വി ഗോട്ട് ദ മേജർ കീവേഡ്. ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിനെ ഈ കീവേഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലാറ്റ് ലീവ്സ് നമുക്കറിയാം, ഈ പറഞ്ഞ നമ്മുടെ ലോട്ടസ് പോലുള്ള അല്ലെങ്കിൽ അക്വാറ്റിക് പ്ലാന്റ്സിന് യൂഷ്വലി ഫ്ലാറ്റ് ലീവ്സ് ആയിരിക്കും, വളരെ വലിയ. ഇപ്പോൾ ലോട്ടസിൻ്റെയൊക്കെ ലീഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇറ്റ് ഹാസ് വെരി വൈഡ് ഏരിയ. സോ സ്വാഭാവികമായിട്ടും ഫ്ലാറ്റ് ലീവ്സ്. എന്തിനാണ് ഫ്ലാറ്റ് ലീവ്സ്? ദെൻ ഓൺലി ഇറ്റ് ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ. വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ലീവ്സുകൾ വേണം. ചില പ്ലാന്റ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബൊട്ടാണിക്കൽ ഗാർഡൻസിലൊക്കെ, ദേ ഹാവ് വെരി ഹ്യൂജ് ലീവ്സ് വിച്ച് ഇസ് ഫ്ലോട്ടിങ് ഓവർ ദ വാട്ടർ. സോ ഫ്ലാറ്റ് ലീവ്സ് ഇറ്റ് മേ ബി നമുക്ക് ഒരു കാരണവശാലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്, സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന സമയത്ത് നമ്മൾ മോസ്റ്റ്ലി ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നാച്ചുറലി തിങ്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിലെന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമ്മുടെ മനസ്സിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ റിഗാർഡിങ്
സോൾവിങ് പ്രിലിമിനറി എക്സാമിനേഷൻ. സോ ഫ്ലാറ്റ് ലീസ് ഇതൊരു ജനറൽ പോയിന്റ് ആണ്. അപ്പോൾ ഇത് ക്രിട്ടിക്കലി ഒരിക്കലും ചിന്തിക്കരുത്. ഇതുപോലുള്ള പോയിന്റ്സുകൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഡോണ്ട് തിങ്ക് ഇൻ എ ക്രിട്ടിക്കൽ വേ. ഇപ്പോൾ ഫ്ലാറ്റ് ലീസ് ഇറ്റ് ക്യാൻ ബി ദി ആൻസർ. സ്റ്റേറ്റ്മെന്റ് ശരിയാവാനുള്ള ചാൻസസ് എന്താണ്, വളരെ കൂടുതലാണ്. ആ രീതിയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഫ്ലാറ്റ് ലീസ് അല്ലാതെ ഫ്ലാറ്റ് ലീസ് വരാൻ ഒരു സാധ്യതയില്ല എന്നുള്ള രീതിയിൽ ക്രിട്ടിക്കലി ചിന്തിക്കരുത് എന്നർത്ഥം. നെക്സ്റ്റ് ഈസ് എയർ സ്പേസസ് ഇൻ ലീവ്സ്. യെസ്, ഓഫ് കോഴ്സ് എയർ സ്പേസസ് ആംഫീബിയസ് പ്ലാന്റ്സിന് സ്വാഭാവികമായിട്ട് ലീവ്സിൽ എയർ സ്പേസസ് ഉണ്ടെങ്കിൽ അത് എന്തിനായിരിക്കണം? ലീഫ് അല്ലെങ്കിൽ ദ പ്ലാന്റ് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആയിരിക്കണം. സോ ഇത് ശരിയാവാനുള്ള പോസിബിലിറ്റി വീണ്ടും എന്താണ്, കൂടുതലാണ്. അപ്പോൾ നമ്മൾ പോസിബിലിറ്റി ചെക്കാണ് ചെയ്യുന്നത് ആക്ച്വലി 1 by 1 ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ. നെക്സ്റ്റ് ഇസ് പുവർലി ഫോംഡ് റൂട്ട്സ്. റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. റൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻലി ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്. ഇതാണ് ഒരു റൂട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇതല്ലാതെ സോയിൽ ഹോൾഡ് ചെയ്യുക, മോയ്സ്ചർ ഹോൾഡ് ചെയ്യുക, അതായത് ഈ പറഞ്ഞ പ്ലാന്റിനെ ഇറക്റ്റായി നിർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ബട്ട് ആസ് ദിസ് ഇസ് എൻ അക്വാട്ടിക് പ്ലാന്റ്, ഇറ്റ് ഡസൻ നീഡ് മച്ച് കോംപ്ലെക്സ് ഓർ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ ലാർജ് എക്സ്റ്റെൻസീവ് റൂട്ട്സിൻ്റെ ആവശ്യം വേണോ? അക്വാട്ടിക് പ്ലാന്റ്സിന് വേണോ? ഒട്ടും തന്നെ ആവശ്യമില്ല. ബിക്കോസ് ദേ ആർ ആക്ച്വലി ലിവിങ് ഇൻ വാട്ടർ. സോ ടു അബ്സോർബ് വാട്ടർ ദേ ഡോണ്ട് നീഡ് എക്സ്റ്റെൻസീവ് റൂട്ട്സ്. സോ റൂട്ട്സ് ആർ പുവർലി ഫോംഡ്. സോ ദാറ്റ് ആൻസർ മസ്റ്റ് ബി, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി റൈറ്റ്. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഡി ഫോർ ഡൽഹി. ഇപ്പോൾ എൻവയോൺമെൻറ്റിൽ നമ്മൾ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്ലാന്റ്സും ആനിമൽസും ബാക്ടീരിയ, ഫംഗസ്, അതുപോലെ എന്താണ് ഓരോ കൈൻഡ് ഓഫ് കിങ്ഡത്തിലുള്ള ഓർഗാനിസത്തിനെ കൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും ഫാക്ച്വലി പഠിക്കാൻ ആവശ്യമുള്ള കാര്യമില്ല. ലോജിക്കലി നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ. സി, ഈവൻ if you don't have that factual knowledge about all these things, you can answer very easily. Okay? Yes, next question is, yes, ഒരു detailed key ഇവിടെ തന്നിട്ടുണ്ട്. Okay? We are moving to the 11th question. Question number 11. Which among the following organizations run the nature-based solution origination platform? Recent ആയിട്ട് 2023 നിങ്ങൾ ഒരുപാട് ന്യൂസ് ഇതുമായി റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിലൊരു ഏജൻസി അല്ലെങ്കിൽ ഇതിലൊരു NGO, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ ഒറിജിനേഷൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഇസ് മെയിൻലി ടു പ്രൊട്ടക്ട് എ പെർട്ടിക്കുലർ ലാൻഡ്സ്കേപ്പ്, എക്സ്പെഷ്യലി ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റും റെയിൻ ഫോറസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഒരു ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏറ്റവും പുതുതായിട്ട് 2023 തുടങ്ങിയ ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണിത്. ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ്സ് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഓക്കെ, നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ ഒറിജിനേഷൻ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ NBSOP എന്നാണ് ഇതിന് പറയുക. NBSOP ഈസ് ആക്ച്വലി launched by World Wide Fund for Nature. Don't forget. So NBSOP യെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ nature based solution start ചെയ്ത്. It's an innovative vehicle to drive impact at scale for people, climate, nature across selected tropical forest landscape. Please remember that it is actually focusing tropical forest landscape. See, this project is actually already launched in some of the selected forest ranges of different countries. For example, Vietnamile forest launch ചെയ്തിട്ടുണ്ട്, അനാട്ടസ് ഫോറസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെറുവിലുള്ള ഒരു ഫോറസ്റ്റ്, പെറുവിയൻ ഫോറസ്റ്റ്, ഇക്വട്ടോറിയൽ ഫോറസ്റ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ സെയിം വേ മഡഗാസ്കർ, നോർത്തേൺ മഡഗാസ്കറിലുള്ള ഡയാന ഫോറസ്റ്റിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചില സെലക്റ്റഡ് ലാൻഡ്സ്കേപ്സിലാണ് ഈ ഒരു നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ ഒറിജിനേഷൻ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഹോളിസ്റ്റിക് കൺസർവേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് 12th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോറൽ റീഫ്സ്? നമ്മൾ കീവേഡ് അണ്ടർലൈൻ ചെയ്യുന്നു. ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ വിൽ എൻസർക്കുലേറ്റ്. ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു. കോറൽ റീഫ്സ് ഇൻ ദ മെഡിറ്ററേനിയൻ ആർ മോർ റെസിലിയൻറ്റ് ടു ഹീറ്റ് സ്ട്രെസ് ദാൻ കോറൽ റീഫ്സ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ. Tropical corals and Mediterranean corals reefs in the Mediterranean region, that must be what?
കോൾഡ് കോറൽസ്. നമുക്കറിയാം കോറൽസ് രണ്ട് തരമുണ്ട്, കോൾഡ് വാട്ടർ കോറൽസും ഉണ്ട്, ട്രോപ്പിക്കൽ കോറൽസും ഉണ്ട്. ട്രോപ്പിക്കൽ കോറൽസ് ആണ് പൊതുവേ നമ്മൾ കോറൽ റീഫ്സ് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലം, ട്രോപ്പിക്കൽ റീജിയൻ ആണ്. ബട്ട് വി ഹാവ് സംതിങ് കോൾഡ് കോൾഡ് വാട്ടർ കോറൽ ഓർ ഡീപ്പ് വാട്ടർ കോറൽസ്. ഇത് ഈവൻ നമുക്ക് ആർട്ടിക് സർക്കിളിനും അന്റാർട്ടിക് സർക്കിളിനും അടുത്ത് പോലുള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ദേ ആർ കോൾഡ് വാട്ടർ കോറൽസ്. ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ട്രോപ്പിക്കൽ കോറൽസ്, നോർമൽ കോറൽസ്, റൈറ്റ്? സോ മെഡിറ്ററേനിയൻ സീയിലെ കോറൽ റീഫ്സ് ഹീറ്റിന് കൂടുതൽ റെസിലിയൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാൻ ട്രോപ്പിക്കൽ കോറൽസ്. ഹീറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള കോറൽസ് ട്രോപ്പിക്കൽ കോറൽസ് ആയിരിക്കുമോ, കോൾഡ് വാട്ടർ കോറൽസ് ആയിരിക്കുമോ? വാം വാട്ടർ കോറൽസ് ആയിരിക്കുമോ, കോൾഡ് വാട്ടർ കോറൽസ് ആയിരിക്കും? തീർച്ചയായും അത് വാം വാട്ടർ കോറൽസ് ആയിരിക്കും. ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കോൾഡ് വാട്ടർ കോറൽസിന് ചിലപ്പോൾ ഹീറ്റ് ഒരു പ്രശ്നമായി വന്നേക്കാം. പക്ഷെ ട്രോപ്പിക്കൽ കോറൽസ് എന്ന് പറയുന്നത് ഹൈ ഇൻസുലേഷൻ കിട്ടുന്ന വാം വാട്ടേഴ്സിൽ വളരുന്ന കോറൽസ് ആണ്. സ്വാഭാവികമായിട്ടും ഇറ്റ് വോണ്ട് എഫക്ട് മച്ച് ഗ്രോത്ത്. സോ ട്രോപ്പിക്കൽ കോറൽസിൻ്റെ ഗ്രോത്ത് ഒട്ടും തന്നെ എഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി വാട്ട് റോങ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ബോത്ത് ഷാലോ ആൻഡ് ഡീപ്പ് വാട്ടർ കോറൽസ് ഇൻ ദി മെഡിറ്ററേനിയൻ ഹാവ് ബീൻ ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് എക്സ്ട്രീം ഹീറ്റ് വേവ്സ് ഇൻ ദി റീസെൻറ്റ് പാസ്റ്റ്. എക്സ്ട്രീം ഹീറ്റ് വേവ് പോലും കോൾഡ് വാട്ടർ കോറൽസ് ആയിട്ടുള്ള മെഡിറ്ററേനിയൻ സീയിലെ കോറൽസ് വിത്ത്സ്റ്റാൻഡ് ചെയ്തു, ബോത്ത് ഡീപ്പ് വാട്ടർ ആൻഡ് ഷാലോ വാട്ടർ. സ്വാഭാവികമായിട്ടും ഡീപ്പ് വാട്ടറിലുള്ള കോറൽസ്, ഷാലോ വാട്ടറിലുള്ള കോറൽസ്, അപ്പോൾ ഹീറ്റ് വേവ്സ് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് ഷാലോ വാട്ടറിൽ അല്ലെങ്കിൽ സർഫസിനടുത്തുള്ള കോറൽസിനെ ആയിരിക്കും. ഡീപ്പ് വാട്ടറിൽ അധികം ടെമ്പറേച്ചർ കൂടാറില്ല, ഹീറ്റ് വേവ് എഫക്റ്റ് ചെയ്യാറില്ല. കാരണം ഡീപ്പസ്റ്റ് ഒരു ഓഷ്യൻ്റെ ഡീപ്പസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന ഒരു 3000 മീറ്റർ 4000 മീറ്റർ ഒക്കെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് അവിടെ വളരുന്ന കോറൽസ് എപ്പോഴും കോൾഡ് കണ്ടീഷനിൽ തന്നെയായിരിക്കും, ഹീറ്റ് വേവ്സ് റീച്ച് ചെയ്യില്ല. അത്രയും ടെമ്പറേച്ചർ കുറവാണ്. ഏകദേശം 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഒരു ഓഷ്യൻ ബെഡിൻ്റെ ടെമ്പറേച്ചർ. സോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിൻ്റെ ആൻസർ കാണാൻ പറ്റും. എന്താണ്, റീസെൻ്റായിട്ട് ന്യൂസിൽ വന്ന ഒരു കാര്യമായിരിക്കണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഹീറ്റ് വേവ് മെഡിറ്ററേനിയൻ സീയിലെ കോറൽ റീഫ്സിനെ എഫക്റ്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നാൽ ആയിരിക്കുമോ, അതോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീഗ്രഡേഷൻ ആയിരിക്കുമോ, ഹാബിറ്റാറ്റ് ലോസ് ആയിരിക്കുമോ ന്യൂസിൽ വന്നിരിക്കാൻ ചാൻസസ് കൂടുതൽ? തീർച്ചയായും എന്താണ്, ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായത് അത് കാരണമായിരിക്കാം ന്യൂസ് മീഡിയയിലൊക്കെ സെർച്ച് ചെയ്തത്, കറണ്ട് അഫയേഴ്സിൽ വന്നത്, അല്ലേ? സോ സ്വാഭാവികമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. എനിവേ നമുക്കൊന്ന് നോക്കാം. യെസ്, ആൻസർ ഇസ് ഡി, നെയ്തർ 1 nor 2. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ആക്ച്വലി ഇൻകറക്റ്റ് ആണ്. ആദ്യത്തത് ട്രോപ്പിക്കൽ കോറൽസ് ആണ് കൂടുതൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ റെസിലിയൻ, കാരണം വാം വാട്ടറിൽ ഓൾറെഡി വളരുന്ന കോറൽസ് ആണ്, അപ്പോൾ ഹീറ്റ് വേവ്സ് അധികം എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ കോൾഡ് വാട്ടർ കോറൽസിനെ ഹീറ്റ് വേവ്സ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, കാരണം ടെമ്പറേച്ചർ നല്ല രീതിയിൽ വ്യത്യാസപ്പെടുത്തും. അറ്റ് ദ സെയിം ടൈം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡീപ്പ് വാട്ടർ കോറൽസ് അല്ല, ഷാലോ വാട്ടർ കോറൽസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. See, scientists have discovered that soft branching corals deep in the Mediterranean have been remain unharmed. പക്ഷെ ഷാലോ വാട്ടറിലുള്ള കോറൽസോ നോട്ടീഷ്യബിളി സഫർ ചെയ്തതിലേക്കും അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്തതായിട്ട് നമ്മൾ കാണാൻ പറ്റി. അതാണ് ന്യൂസിൽ വന്നത്. ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ വന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ഇത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. വാട്ട് ഈസ് മീൻ ബൈ കോറൽ? ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് മീൻ ബൈ കോറൽ? കോറൽ ഈസ് നത്തിങ് ബട്ട് it's an association of two organisms, polyp and algae. Algae എന്ന് പറയുമ്പോൾ the name of the algae is zooxanthellae. Zooxanthellae. That's the family of algae found in corals. Polyp എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ്, ഒരു ആനിമൽ ആണ്. ജെല്ലി ഫിഷിൻ്റെയും ഹൈഡ്രയുടെ ഒക്കെ ഫാമിലിയിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ്. സോ ഇറ്റ്സ് എ സിംബയോട്ടിക് അസോസിയേഷൻ, മ്യൂച്വലിസം ആണ്, സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ഓക്കെ, polyp gets food from algae because algae is photosynthetic, and polyp gives algae the substratum to grow, minerals or nutrients to grow. That's it. Okay, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് പോവുകയാണ്. വിത്ത് റിഗാർഡ് ടു ലെതർ ബാക്ക് സീ ടർട്ടിൽ, ഒരു ആനിമൽ ഇൻ ന്യൂസിലുണ്ടായിരുന്ന ഒരു ആനിമലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണ്. ക്വസ്റ്റ്യൻ ആണ്, ലെതർ ബാക്ക് സീ ടർട്ടിൽ കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ലെതർ ബാക്ക് സീ ടർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒലിവ് റിഡ്ലി ഈസ് ദ സ്മോളസ്റ്റ് സീ ടർട്ടിൽ ഇൻ ദ വേൾഡ് ആൻഡ് ലെതർ ബാക്ക് ഇസ് ദ ബിഗ്ഗസ്റ്റ് സീ ടർട്ടിൽ ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് തവണ ന്യൂസിൽ ഡിസ്കസ് ചെയ്ത, വർഷങ്ങളായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു
മേജർ ആയിട്ടുള്ള ഒരു ആനിമലാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് കീ സ്റ്റോൺ ആനിമലാണ്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ബിഫോർ ദാറ്റ് ദേ ആസ്ക് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എൻസർക്കിൾ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. കറക്റ്റ് ആണോ, ട്രൂ ആണോ, ഫോൾസ് ആണോ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് OMRൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്ന സമയത്ത് മാറിപ്പോകില്ല, ആൻസർ ചെയ്യുന്ന സമയത്ത് മാറിപ്പോകില്ല. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ലിവിങ് ടേർട്ടിൽസ്. തീർച്ചയായും ലെതർ ബാക്ക് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സീ ടേർട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടേർട്ടിൽസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ബിഗർ ദാൻ ഒലിവ് റിഡ്ലി. ഒലിവ് റിഡ്ലി ഈസ് ദ സ്മോളസ്റ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് എ സൈസ് ഓഫ് ലൈക്ക് ഒരുപാട് അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ. അതേസമയം ലെതർ ബാക്ക് എന്ന് പറയുന്ന വളരെ വലിയൊരു സീ ടേർട്ടിലാണ്. ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ലിമിറ്റഡ് ടു വാം ട്രോപ്പിക്കൽ വാട്ടേഴ്സ്. വാം ട്രോപ്പിക്കൽ വാട്ടർ. ടേർട്ടിൽസ് എന്നൊക്കെ പറയുമ്പോൾ ഒംനിവോറാണ്. അത് ചിലപ്പോൾ സീ വീഡ്സുകൾ കഴിക്കും, അല്ലേ? സീ വീഡ്സുകൾ, ആൽഗെ പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നുണ്ടാവും. ചെറിയ ആനിമൽസിനെയൊക്കെ ഈറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രോപ്പിക്കൽ റീജിയനിൽ മാത്രം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരാൻ ചാൻസസ് ഉണ്ടോ? വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ റീജിയനിൽ സാധാരണഗതിയിൽ ഈ പറഞ്ഞ പ്ലാങ്ക്ടൺസ് കുറവായിരിക്കും. ഫിഷിൻ്റെ നിങ്ങൾ റിച്ചസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട്സ് ഒക്കെ നിങ്ങൾ ജിയോഗ്രഫിയിലും എൻവയോൺമെൻറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫാക്ക്ലാൻഡ്, ന്യൂ ഫൗണ്ട് ലാൻഡ്, ജാപ്പനീസ് കോസ്റ്റ്, ഇതൊക്കെ വരുന്നത് സബ് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയനിലാണ്. അതിന് കാരണം എന്താ? ഹൈ പ്ലാങ്ക്ടൺ ഡെൻസിറ്റി കാണുന്നത് ട്രോപ്പിക്സിലല്ല, സബ് ട്രോപ്പിക്സിലും ടെമ്പറേറ്റ്സിലുമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ ഇൻസുലേഷൻ കാരണം അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കാരണം ഈ ട്രോപ്പിക്കൽ റീജിയനിൽ നല്ല രീതിയിൽ സീ പ്ലാങ്ക്ടൺസിന് വളരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാങ്ക്ടൺസ് ഉണ്ടാകുന്നത് ടെമ്പറേറ്റ് റീജിയനിലാണ്, വേർ ടെമ്പറേച്ചർ ഈസ് ബാലൻസ്ഡ് ബൈ ബോത്ത് വാം കറന്റ് ആൻഡ് ഓഷ്യൻ കറന്റ്, വാം ഓഷ്യൻ കറന്റ് ആൻഡ് കോൾഡ് ഓഷ്യൻ കറന്റ്. അപ്പോൾ ഈ ന്യൂ ഫൗണ്ട് ലാൻഡും ഫാക്ക്ലാൻഡും ജാപ്പനീസ് കോസ്റ്റും ഒക്കെ എന്താണ്? ടെമ്പറേറ്റ് റീജിയനിലാണ്. അപ്പോൾ പ്രൈമറി ഫുഡ് എവിടെയാണ് ഉണ്ടാക്കുന്നത്? ടെമ്പറേറ്റ് റീജിയനിലാണ്. അതായത് ആൽഗയും പ്ലാങ്ക്ടൺസും സീ വീഡ്സ് ഒക്കെ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ഇതുപോലുള്ള ജീവികൾ, ഫുഡ് ചെയിനിൽ രണ്ടാമതായിട്ട് വരുന്ന ജീവികളൊക്കെ എവിടെയായിരിക്കും? അവിടെ തന്നെയാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ these turtles can be seen both in tropical region, subtropical region, temperate region. ഈവൻ ലെതർബാക്ക് ടർട്ടിൽസ് നമുക്ക് ആർട്ടിക്കും അന്റാർട്ടിക്കും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും പോകാൻ പറ്റില്ല. ബിക്കോസ് ടർട്ടിൽ എന്ന് പറയുന്നത് ആംഫീബിയൻ ആണോ റെപ്റ്റൈൽ ആണോ? ഇറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ. പക്ഷെ ഒരുപാട് ആൾക്കാർ തെറ്റിക്കാറുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ റെപ്റ്റൈൽ. ഓക്കെ, ഇതൊരു കാരണവശാൽ ആംഫീബിയൻ അല്ല, റെപ്റ്റൈലാണ്. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്രോഗ് ഒക്കെയാണ്. ഫ്രോഗ്, ടോഡ്, സിസിലിയൻസ് ഒക്കെയാണ്. ദേ ആർ ആക്ച്വലി റെപ്റ്റൈൽസ്. ക്രോക്കഡൈൽസും അതുപോലെ ടേർട്ടിൽസും ലിസാർഡ്സും സ്നേക്സും ഒക്കെ എന്താണ്? റെപ്റ്റൈൽസ് ആണ്. കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള റെപ്റ്റൈൽസ് ആണ്. ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. റീസെൻ്റ് ആയിട്ട് നമ്മൾ ബേസിക് ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ്. അപ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന എല്ലാ ആംഫീബിയൻസ് അല്ല, reptiles, amphibians alla. There are some reptiles too, okay, living both in water and land. So Indian Ocean, it nest only in Andaman Nicobar Islands. Indian Ocean, entire Indian Oceans from Australia up to Africa we have Indian Ocean. Entire Indian Ocean Andaman Nicobar lu മാത്രമേ ഇത് നെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് തെറ്റാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇത്രയും വലിയൊരു ഓഷ്യനിൽ ആൻഡമാൻ നിക്കോബാറിൽ മാത്രം കൂടുകൂട്ടാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരു ടേർട്ടിലിന്? ബിക്കോസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഒരുപാട് ഐലൻഡ്സുകളും നല്ല ഷോർ ലൈൻസുകളും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റീജിയനിലാകുമ്പോൾ ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാനുള്ളൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലേ? യെസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്, ദിസ് വൺ. ഓക്കെ, വാം വാട്ടറിൽ മാത്രമല്ല, ട്രോപ്പിക്കൽ റീജിയൻ, സബ് ട്രോപ്പിക്കൽ റീജിയനിലും ടെമ്പറേറ്റ് റീജിയനിലും ആർട്ടിക് അന്റാർട്ടിക് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഇതിനെ കാണാം. അതുപോലെ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ദി ലിവിങ് ടേർട്ടിൽസ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡമാൻ നിക്കോബാറിൽ മാത്രമല്ല, ശ്രീലങ്ക അതുപോലെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് കൂട്ടാറുണ്ട്. സോ ശ്രീലങ്ക, ഇന്തോനേഷ്യ ആൻഡ് ഓൾ യു ക്യാൻ സീ ദിസ് ടോട്ടൽ. ഓക്കെ, ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോസ്. എ ഇസ് ദ ആൻസർ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ലെതർബാക്ക് ടർട്ടിൽ ഒരു ഷെഡ്യൂൾ 1 പെട്ട വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 പെട്ട ജീവിയാണ്. സൈറ്റ്സ് 1 പെട്ട ജീവിയാണ്. ഇറ്റ്സ് എ കീ സ്റ്റോൺ ആനിമൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷെഡ്യൂൾ 1 തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ജീവികളെ. ഓക്കെ, യെസ്, നമുക്ക് വായിച്ചു നോക്കാം. നിക്കോബാർ ഐലൻഡ്സിലൊക്കെ ഇത് വന്ന് മുട്ടയിടാറുണ്ട്. നിക്കോബാറിൽ മാത്രമല്ല, ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലൊക്കെ ഇത് നെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്.
Question number 15. Consider the following statement regarding ferns. Fernsനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. It is nothing like a plant. It's almost, it belongs to kingdom of plant. So, ഈ പ്ലാന്റ് ആയിട്ടുള്ള ഫേൺസിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലെറ്റ്സ് ഗോ ത്രൂ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. എ ഫേൺ ഇസ് എ പ്ലാന്റ് ദാറ്റ് ഹാസ് ലോങ് സ്റ്റം. നിങ്ങൾ ഫേൺസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ഫെദറി ലൈക്ക് അല്ലേ, ഒരു വാക്കിംഗ് ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേണൊക്കെ വളരെ ഫേമസ് ആണ്. സോ ലോങ് സ്റ്റം, ഇറ്റ് ക്യാൻ ബി ഫെദറി ലീവ്സ്, ചാൻസസ് ഉണ്ട് അല്ലേ, ഫെദറി ലീവ്സ്. ഇങ്ങനെ നമുക്ക് ഫെദറി ആയിട്ടുള്ള ഫേൺസുകൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും അല്ലേ. ആൻഡ് മെനി ഫ്ലവേഴ്സ്, ഫേൺസിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുമോ? ആക്ച്വലി ഇറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ ഫ്രം ബോട്ടണി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള +1 നമ്മുടെ ബയോളജി ടെക്സ്റ്റ് ബുക്ക്, NCERT ബയോളജി ടെക്സ്റ്റ് ബുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 8th 9th സ്റ്റാൻഡേർഡിലേക്ക് ബയോളജി പ്ലാന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻസർ എഴുതാൻ പറ്റും. NCERT മാത്രം മതി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. യെസ്, അതിനു മുമ്പായിട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പാണുള്ളത്. First type of plants are known as, first group of plants are known as bryophytes. Bryophytes. ഈ ആൽഗയും മറ്റും വരുന്നത് ഏതിലാണ്? ബ്രയോഫൈറ്റ്സിലാണ്. ആൽഗയൊക്കെ വരുന്നത് ബ്രയോഫൈറ്റ്സിലാണ്. Second type of plants are known as ferns. I mean pteridophytes. Pteridophytes. Okay? Pteridophytes. ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഫേൺസ് ഒക്കെ വരുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, ഫേൺസും മറ്റും വരുന്ന ഗ്രൂപ്പാണ് ടെറിഡോഫൈറ്റ്സ്. ദെൻ വി ഹാവ് സംതിങ് കോൾഡ് ജിംനോസ്പേം. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ബയോളജിയാണ്, ബോട്ടണിയുടെ ബേസിക് ആണ്, പ്ലാന്റ്സിൻ്റെ നിർബന്ധമായി അറിഞ്ഞിരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ്. നിങ്ങൾ +1 +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ, ബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആൻജിയോസ്പേംസ് ആർ നത്തിങ് ബട്ട് ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആരാണ്? ആൻജിയോസ്പേം ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ് ആണ്. അതിനേക്കാളും പ്രിമിറ്റീവ് ആണ് ജിംനോസ്പേം. ഇതിന് സീഡ് ഉണ്ടാകും, പക്ഷെ എന്തുണ്ടാവില്ല? ഫ്ലവർ ഉണ്ടാവില്ല. ഈവൻ ജിംനോസ്പേം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും നേക്കഡ് സീഡ്സ് എന്നാണ്. നേക്കഡ് സീഡ് ബിയറിംഗ് പ്ലാന്റ്സ്. നേക്കഡ് ആയിട്ടുള്ള സീഡ് എന്ന് വെച്ചാൽ സീഡിന് പുറമെ നേക്കഡ് ആയിരിക്കും. ഫ്ലവേഴ്സ് ആണ് സാധാരണ ഒരു സീഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഫ്ലവർ ആണ് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ടാണ് സീഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, സീഡ് ഉള്ളിൽ കാണും. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്രൂട്ട് ഉണ്ടാവില്ല, നേക്കഡ് ആയിട്ടുള്ള സീഡായിരിക്കും ജിംനോസ്പേമിന്. അപ്പോൾ ഇതാണ് ജിംനോസ്പേം. ആൻഡ് ഏറ്റവും മുകളിലുള്ള ഗ്രൂപ്പ് ബ്രയോഫൈറ്റ്സ് ആൽഗയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ടെറിഡോഫൈറ്റ്സ്. അതിൽപ്പെട്ട ജീവിയാണ് ഫേൺ. ഇപ്പോൾ ഫേണിന് ഫ്ലവേഴ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടോ? ഇല്ല. ദാറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി റോങ്. നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. ദി പ്രൊഡ്യൂസ് ത്രൂ സ്പോർസ് റാദർ ദാൻ സീഡ്സ്. സീഡ്സ് വരുന്നത് ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലാണ്. ജിംനോസ്പേമിൽ നേക്കഡ് സീഡ്സ്, ഇവിടെ സീഡ്സ് വിത്ത് ഫ്രൂട്ട് അല്ലേ? ആ ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ദേ റീപ്രൊഡ്യൂസ് ത്രൂ spores, not seeds. This statement is right. B is the answer. B for Bombay is the answer. Yes, B for Bombay is the answer. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് വന്നു. അതിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഫോം ചെയ്തത്. ഒരു ഫെർനേറിയം, റീസെൻ്റ്ലി വി സ്റ്റാർട്ടഡ് എ ഫെർനേറിയം ഇൻ ഇരവികുളം നാഷണൽ പാർക്ക് ഓഫ് കേരള, ഇടുക്കി ഡിസ്ട്രിക്ട്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ പ്ലേസ് വേർ നീലഗിരി ടാർ ഇസ് സീൻ. കേരളത്തിലാണ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള നീലഗിരി ടാർ അല്ലെങ്കിൽ വരയാടിനെ കാണുന്ന സ്ഥലമാണ്. സോ വി സ്റ്റാർട്ടഡ് എ ഫെർനേറിയം ദർ. ഫെർനേറിയം ഈസ് നത്തിങ് ബട്ട് ഫേൺ ഗാർഡൻ. ഓക്കെ, ഫസ്റ്റ് ഫേൺ ഗാർഡൻ ആക്ച്വലി സ്റ്റാർട്ടഡ് ഇൻ ഉത്തരാഖണ്ഡ് റീസെൻ്റ്ലി 2-3 years ബാക്ക്. സോ ഫെർനേറിയം നമുക്ക് പല സ്ഥലത്തും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദിസ് ഇസ് സച്ച് എ പ്ലേസ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 is not correct and statement 2 is correct. Okay, we are moving to the 16th question. Okay, 16, question number 16. Which of the following major outcomes of 27th session of COP UNFCCC? Okay, UNFCCC 27th
കോൺഫറൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം കറണ്ട് അഫയേഴ്സ്, റീസെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ്, ഫ്രം ക്ലൈമറ്റ് ചേഞ്ച്, ഫ്രം യുവർ സിലബസ് ക്ലൈമറ്റ് ചേഞ്ച്. സോ an agreement to establish and operationalize loss and damage fund for vulnerable countries in hard by climate disaster. So COP's 27 സെഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം ആയിരുന്നു, ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു ഈ ഒരു ഫണ്ട് സെറ്റ് ചെയ്തത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ നോളജ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. ലോജിക്കലായിട്ടും ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ക്രിട്ടിക്കലി ചിന്തിക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ വിത്തൗട്ട് നോളജ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യണം, എസ്പെഷ്യലി മേജർ ഇനീഷ്യേറ്റീവ് റിഗാർഡിംഗ് ക്ലൈമറ്റ് ചേഞ്ച്, എസ്പെഷ്യലി COPs ഓഫ് UNFCCC. എല്ലാ വർഷവും ആനുവലി COPs നടക്കും. ഫ്രം 1994 ആണെന്ന് തോന്നുന്നു തൊട്ട് COP നമുക്ക് നടത്തുന്നുണ്ട്. 27th സെഷനാണ് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഫോക്കസ് ഓൺ ദീസ് കൈൻഡ് ഓഫ് developments, recent developments. A commitment to phase out coal-fired power plants and end fossil fuel subsidies. ഇത് ആക്ച്വലി തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നിങ്ങൾ ലോജിക്കലി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഫേസ് ഔട്ട് ചെയ്യുക കോൾ പവർ പ്ലാന്റ്സ് ശരിയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഫോസിൽ ഫ്യൂവൽ സബ്സിഡീസ് മൊത്തമായിട്ട് എൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് പോസിബിൾ അല്ല ഇപ്പോൾ. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി റോങ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് COP 27 എടുത്തിട്ടില്ല. ഇനി എഗ്രിമെൻറ്റ് ടു ഇൻക്രീസ് ഗ്ലോബൽ ക്ലൈമറ്റ് ഫിനാൻസ് ടു 100 billion per year by 2025. ഓക്കെ, ഇതും കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതൊരു മേജർ ഇനീഷ്യേറ്റീവാണ് COP 27 ചർച്ച ചെയ്യപ്പെട്ട റീഇൻറ്റേറ്റ് ചെയ്ത്. An agreement to keep global warming to 1.5 degrees Celsius above pre-industrial level. Agreement. തീർച്ചയായും ഈ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി എന്താണ്? തെറ്റാണ്. ഈ UNFCCC ഓരോ മീറ്റിങ്ങിലും ഓരോ ആനുവലി വരുന്ന മീറ്റിങ്ങും കൃത്യമായിട്ട് നോക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കുക, അതിൻ്റെ ഔട്ട്കംസ് നോക്കുക, അതിൻ്റെ സെറ്റ് ബാക്സുകൾ നോക്കുക. അവിടെ നിന്ന് തീർച്ചയായും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനീഷ്യേറ്റീവ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് യുവർ എക്സാമിനേഷൻ, ബോത്ത് ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിനേഷൻ. സോ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ട് കാണുന്നത്, 1 ഉം 3 ഉം. സോ ഓൺലി 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ B is the answer. B is the answer. B is the answer. സോ 27th COPയുടെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് കീഴിലുണ്ട്. പ്ലീസ് റെഫർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. കൺവെൻഷണൽ മൈഗ്രേറ്ററി ബേർഡ്സ്, ഫ്ലൈവേസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ മേജർ ഫ്ലൈവേസ് എന്ന് പറയുമ്പോൾ അത് മൈഗ്രേറ്റ് ചെയ്യുന്ന പാത്വേ ആണ് ഉദ്ദേശിക്കുന്നത്. യെസ്, ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് നോക്കാം. ഇന്ത്യ ഈസ് ഹോം ടു വെറൈറ്റീസ് ഓഫ് ബേർഡ്സ്. നമുക്കറിയാം ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്ത്യ. ഒരു മേജർ ഡെസ്റ്റിനേഷനാണ് മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ. സോ ഈ ഫ്ലൈവേസ് ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്ലൈവേ ഫോർ ഇന്ത്യ ആസ് ഇറ്റ് കവേഴ്സ് ലാർജസ്റ്റ് ഏരിയ ഓഫ് ദ കൺട്രി. സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് വഴി പോകുന്നതായിരിക്കും? ഇന്ത്യയുടെ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ത്യയുടെ തൊട്ട് മുകളിലുള്ള കൺട്രീസാണ്. തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലുള്ള, മംഗോളിയ, ചൈനയുടെ കുറച്ച് ഭാഗങ്ങൾ, റഷ്യയുടെ സൈബീരിയൻ റീജിയൻ പോലും വരും. സോ സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ തീർച്ചയായും ഇന്ത്യയുടെ ഒരു വലിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഈസ്റ്റ് ഏഷ്യ ഓസ്ട്രേലേഷ്യൻ ഫ്ലൈവേ. ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ഒക്കെ പറയുമ്പോൾ ഇതാ ഈ ഭാഗത്തുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആണ്. ചൈന തുടങ്ങി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, തായ്ലാൻഡ് പോലുള്ള കൺട്രീസ്, ഇന്തോനേഷ്യ, അങ്ങനെ പോകും. അവിടുന്ന് എവിടം വരെ? ഓസ്ട്രലേഷ്യൻ എന്നാണ് ഇവിടെ കീവേഡ് കാണുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയുമായിട്ട് ബന്ധം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു നമ്മുടെ ഫ്ലൈവേ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഗോയിങ് ത്രൂ ദി ഈസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യ അല്ലേ? സോ നെക്സ്റ്റ് ഈസ് ആഫ്രിക്കൻ യുറേഷ്യൻ ഫ്ലൈവേ എന്നും കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്ക ഇവിടെയാണ്. തീർച്ചയായും നമുക്ക് ആഫ്രിക്ക ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, ഗൾഫ് രാജ്യങ്ങളും മറ്റും. ആഫ്രിക്കൻ യുറേഷ്യൻ ഫ്ലൈവേ. സോ ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ദിസ്. ഈ ഒരു ഭാഗത്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് രണ്ടും ഇന്ത്യയുടെ രണ്ട് സൈഡിലേക്കാണ്, രണ്ട് ഈസ്റ്റിലും വെസ്റ്റിലും ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ മിക്കവാറും ഇന്ത്യയുടെ സെൻട്രലിലൂടെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, എനിവേ നമുക്ക് എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദി സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ ബട്ട് ദേ സ്റ്റിൽ കവർ സിഗ്നിഫിക്കൻറ്റ് ഏരിയസ് ഓഫ് ഇന്ത്യ. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാവാനുള്ള ചാൻസസ് കൂടുതലാണല്ലേ? അപ്പോൾ കാരണം എന്താ? സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈസ്റ്റ് ഏഷ്യയും
ഈസ്റ്റ് ഏഷ്യൻ ഫ്ലൈവേയും അതുപോലെ ഈസ്റ്റ് ആഫ്രിക്കൻ ഫ്ലൈവേയും തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യയുടെ ലാർജർ ഏരിയ കവർ ചെയ്യുന്നില്ല. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്, ലോജിക്കലി ട്രൂ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. India is home to wide variety of migratory bird species, including many threatened and endangered species. തീർച്ചയായും വളരെ ജനറൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. എളുപ്പത്തിൽ നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റും. ഇന്ത്യ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഓൺ ദി പ്ലേസ് ഫോർ മൈഗ്രേറ്ററി ബേർഡ്സ് ഫ്രം റഷ്യ. നമുക്കറിയാം ഒരുപാട് ബേർഡ്സുകൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്ററി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ വെറ്റ്ലാൻഡ്സിലേക്ക്. സോ സി എന്തായാലും ശരിയാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ സി ശരിയാവാൻ ചാൻസസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓൾ ഓഫ് ദി എബോ ആർ കറക്റ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക്, ഈ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ, ഡി ഫോർ ഡൽഹി. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായും ഫോക്കസ് ചെയ്യുക. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി 18th ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ്സ് എഗെയിൻ കോൺസെപ്ച്വൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൻ്റെ ബേസിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻവയോൺമെൻറ്റിൽ കുറച്ച് കോൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ജോഗ്രഫിയിലേക്കാളും വളരെ കുറച്ച് കോൺസെപ്റ്റുകൾ മാത്രമേ എൻവയോൺമെൻറ്റിൽ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എക്കോളജിക്കൽ സക്സഷൻ, അതുപോലെ എഡ്ജ് സ്പീഷീസ്, എക്കോട്ടോൺ. നെക്സ്റ്റ് ബയോട്ടിക് ഇൻട്രാക്ഷൻ. ബയോട്ടിക് ഇൻട്രാക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് കമൻസാലിസം, പ്രിഡേഷൻ, മ്യൂച്വലിസം, അമൻസാലിസം, അല്ലെ, ഒബ്ലിഗേറ്റ് മ്യൂച്വലിസം, ഫാക്കൾട്ടേറ്റീവ് മ്യൂച്വലിസം, ഇങ്ങനെയുള്ള കുറേ ബയോട്ടിക് ഇൻട്രാക്ഷൻസ് ഉണ്ട്. ആനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ ബയോട്ടിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോട്ടിക് ഇൻട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. എ ലാർജ് ട്രീ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്പീഷീസ്, ഷെയ്ഡ്സ് എ സ്മോൾ പ്ലാന്റ്. ദിസ് ഇസ് ദ സെക്കൻഡ് സ്പീഷീസ്. സോ സ്പീഷീസ് എ, സ്പീഷീസ് ബി. സോ ലാർജ് ട്രീ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഷെയ്ഡ്സ് എ സ്മോൾ പ്ലാന്റ് ആർ റിട്ടാർഡ്സ് ദി ഗ്രോത്ത് ഓഫ് സ്മോൾ പ്ലാന്റ്. അപ്പോൾ സ്മോൾ പ്ലാന്റിൽ കിട്ടുന്നത് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ? നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഹാംഡ് ഓർ ഡിസഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. ഇനി whereas large tree has no specific advantage or disadvantage. Advantage ഇല്ല, that means disadvantage advantage ഇല്ല എന്നർത്ഥം. It has no effect, അല്ലേ? സോ ബയോട്ടിക് ഇൻട്രാക്ഷനിൽ സ്പീഷീസ് എ, സ്പീഷീസ് ബി. സ്പീഷീസ് എക്ക് അല്ലെങ്കിൽ ഇത് എ ആണെന്ന് എടുക്കാം, ഇത് ബി ആണെങ്കിൽ എടുക്കുകയാണെങ്കിൽ എക്ക് നെഗറ്റീവ് എഫക്റ്റ് ആണ്, പക്ഷെ ബി ഹാസ് നോ എഫക്റ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ഇൻട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമൻസാലിസം. എന്താ പറയുക? അമൻസാലിസം. ബുടബുട്ട് ഇത് പോസിറ്റീവും ഇത് സീറോ ആണെങ്കിൽ എന്ത് വിളിക്കും? ഒരു ജീവിക്ക് പോസിറ്റീവ് ബെനിഫിറ്റും മറ്റേതിന് നോ ബെനിഫിറ്റും ആണ്. നോ ഹാം, ഇറ്റ് ഇസ് നോട്ട് ഹാംഡ്, നെയ്തർ ഹാംഡ് നോർ ബെനിഫിറ്റഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കമൻസാലിസം എന്നാണ് പറയുക. കമൻസാലിസം. ഓക്കെ, ഇനി രണ്ടിനും കിട്ടുവാണെങ്കിൽ മ്യൂച്വലിസം, അതുപോലെ ഒന്നിന് പോസിറ്റീവും മറ്റൊന്നിന് നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ അതിനെ പ്രിഡേഷൻ, അതുപോലെ പാരസൈറ്റിസം എന്നൊക്കെ പറയും. ഓക്കെ, സോ ബയോട്ടിക് ഇൻട്രാക്ഷൻ പ്ലീസ് ഫോക്കസ്. സോ കമൻസാലിസത്തിനെ കുറിച്ചുള്ള ഒരു കമൻസാലിസത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ആൻസർ ഈസ് അമൻസാലിസം. യു ക്യാൻ സീ ഹിയർ എ, അമൻസാലിസം. അപ്പോൾ ഓരോ ബയോട്ടിക് ഇൻട്രാക്ഷനെ കുറിച്ചും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റീഡ് ഓൺ ഇറ്റ്. ഓക്കെ, സോ അമൻസാലിസം മീൻസ് നെഗറ്റീവ് ആൻഡ് സീറോ. Commensalism means one has positive effect, one has no effect. Like shark and suckerfish. Suckerfish gets food, shark has no effect. Next is mutualism, both gets benefited. Coral reefs, polypinum, algae ക്കും benefit ഉണ്ട്. Predation, ഒന്നിന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. So the animal getting eaten by the predator is getting harmful benefit, I mean negative effect, and the other animal, the predator is getting food, so positive. Okay, that's it. Okay, let's move on to the 19th question. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which of the following statements are correct about Indian sandalwood? ഇതും ഒരു സ്പീഷീസിനെ കുറിച്ചുള്ള, സ്പീഷീസ് ഇൻ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ലോജിക്കലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇന്ത്യൻ സാൻഡൽവുഡ് ഇസ് എ നേറ്റീവ് സ്പീഷീസ് ടു ഇന്ത്യ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട് എനിവെയർ എനി അതർ കൺട്രി.
ഇന്ത്യൻ സാൻഡൽവുഡ് ഇന്ത്യയിൽ മാത്രമേ കാണുള്ളൂ എന്നാണ്. ഇതൊരു എൻഡമിക് സ്പീഷീസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയില്ല, നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, നമുക്കത് അറിയില്ല, നോക്കാം. ഇന്ത്യൻ സാൻഡൽവുഡ് ഇസ് എ ഫാസ്റ്റ് ഗ്രോയിങ് ട്രീ, ക്യാൻ ബി ഹാർവെസ്റ്റഡ് ആസ് ലിറ്റിൽ ആസ് 5 years. 5 വർഷം കൊണ്ട് ഈ ഒരു ട്രീ വളരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാൻഡൽവുഡ് ട്രീ എന്ന് പറയുന്നത് വളരെ ഡിമാൻഡുള്ള ഒരു ട്രീ ആണ് അല്ലേ. 5 years കൊണ്ട് വളരെ സിമ്പിളായിട്ട് എന്താണ് വളരുന്ന ഒരു ട്രീ ആണെങ്കിൽ ഇത്രയും ഡിമാൻഡ് ഉണ്ടാവാനുള്ള ചാൻസസ് എന്താണ്? ഇറ്റ് ഇസ് വെരി ലെസ്. ഇറ്റ്സ് എ ട്രീ, റൈറ്റ്? വിത്തിൻ 5 years റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ തന്നെ ലോജിക്കലി ഇറ്റ് ഈസ് റോങ്. ഓക്കെ, ഒരുപാട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്താണ് വില വരുന്ന ഒരു ടിമ്പറാണ് ഈ സാൻഡൽവുഡിന്റെ വുഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സാൻഡൽവുഡ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് പെർഫ്യൂംസ്, ഇൻസെൻസ്, കോസ്മെറ്റിക്സ്, സോപ്സ്, മെഡിസിൻസ് എക്സെട്ര. കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാൻഡലാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 3 തീർച്ചയായും ശരിയാവാൻ ചാൻസസ് ഉണ്ട്. 2 ശരിയാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഡി അപ്പോൾ നമ്മൾ എലിമിനേറ്റ് ചെയ്തു അല്ലേ. യെസ്. അടുത്തത്, ഇന്ത്യൻ സാൻഡൽവുഡ് ഇസ് എ കീ സ്റ്റോൺ സ്പീഷീസ് ഇൻ ഇറ്റ്സ് എക്കോസിസ്റ്റം ആൻഡ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഫുഡ് ചെയിൻ. എഗെയിൻ എ ജനറൽ സ്റ്റേറ്റ്മെന്റ്, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതൊരു ഇമ്പോർട്ടൻറ്റ് ഓർഗാനിസത്തിനും ന്യൂസിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഏതൊരു എക്കോസിസ്റ്റത്തിലെ ആനിമൽസിനും അതിനൊരു റോൾ ഉണ്ട്. ഇറ്റ് ഹാസ് എ റോൾ പ്ലേഡ് ഇൻ ദി എക്കോസിസ്റ്റം. ദിസ് ഇസ് കോൾഡ് നിച്ചെ. ആ നിച്ചയിൽ ആ ഒരു ഓർഗാനിസം ചെയ്യുന്ന ഒരു റോൾ ഉണ്ട്. ദറ്റ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്, വൈറ്റൽ റോൾ ആയിരിക്കും. ഇറ്റ് ഈസ് ഡൺ ബൈ ദറ്റ് യുണീക്ക് ഓർഗാനിസം. ഓക്കെ, സോ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എൻവയോൺമെന്റ് എന്നുള്ള. സോ ഇതും ശരിയാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്. ഓൾ 3 സ്റ്റേറ്റ്മെന്റ്സ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഇന്ത്യ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി എന്താണ്, ഇന്ത്യയിൽ മാത്രമല്ല ചില ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആൻസർ എന്ന് പറയുന്നത് യെസ് ബി ആണ്. അതായത് 2 സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി ശരി. ബി ഫോർ ബോംബെ, 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് 20th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ എയർ ക്വാളിറ്റി ഇൻഡെക്സ് റീസെൻ്റ്ലി നമുക്കറിയാം ഡൽഹിയിലൊക്കെ പൊല്യൂഷൻ വളരെ കൂടുതലാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ നല്ല രീതിയിൽ എന്താണ് പൊല്യൂട്ടൻസിൻ്റെ അളവ് കൂടി എന്നൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇറ്റ്സ് എ ടൂൾ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓഫ് എയർ ക്വാളിറ്റി സ്റ്റാറ്റസ്. കൺസിഡർ ഫോളോയിങ് പൊല്യൂട്ടൻസ്. സോ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ് മെഷർ ചെയ്യുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ, AQIയിൽ ഏതൊക്കെ പൊല്യൂട്ടൻസ് മെഷർ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നൈട്രജൻ ഡയോക്സൈഡ്, യെസ്, നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും തീർച്ചയായും ഒരുവിധം എല്ലാ എയർ ക്വാളിറ്റി ഇൻഡെക്സിലും മെഷർ ചെയ്യപ്പെടുന്ന 2 പൊല്യൂട്ടൻസ് ആണ്. വെഹിക്കുലർ എമിഷൻസ് എന്നൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന പൊല്യൂട്ടൻ്റ് ആണ് NO2 അഥവാ നൈട്രജൻ ഡയോക്സൈഡ്, NO2. ദെൻ കംസ് ബെൻസീൻ. ബെൻസീനും നമുക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ മെഷർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ലെഡ് ഓൾസോ, ലെഡ് അല്ലെങ്കിൽ PB, ലെഡും നല്ല രീതിയിൽ നമുക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ എയർ ക്വാളിറ്റി ഇൻഡെക്സിലും സഫർ പോലുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സിലൊക്കെ നമുക്ക് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിലൊക്കെ മെഷർ ചെയ്യുന്നത് കാണാം. നെക്സ്റ്റ് കംസ് കാർബൺ ഡയോക്സൈഡ്. ഇത് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, യു മസ്റ്റ് നോ. കാർബൺ ഡയോക്സൈഡ് ആക്ച്വലി ഇതിൽ പെടില്ല, കാർബൺ മോണോക്സൈഡ് ആണ് വരുന്നത്. കാർബൺ ഡയോക്സൈഡ് ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ നമ്മൾ ചെക്ക് ചെയ്യാറില്ല. ഓക്കെ, ഇതൊരു പൊല്യൂട്ടൻ എന്നതിലുപരി ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അറ്റ് ദ സെയിം ടൈം ബാക്കിയെല്ലാം പൊല്യൂട്ടൻ്റ് ആണ്. ബ്രീത്തിങ് ഇഷ്യൂസും ഹെൽത്ത് ഹസാർഡ് കൂട്ടാനുള്ള ചാൻസസ് ഉള്ള പൊല്യൂട്ടൻസ് ആണ് ബാക്കിയല്ലേ. ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ടെമ്പറേച്ചർ വാം ചെയ്യാണ് ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം കാർബൺ മോണോക്സൈഡ് ഇസ് എ സിവിയർ പൊല്യൂട്ടൻ. നെക്സ്റ്റ് ഇസ് ഓസോൺ. O3 ഓസോൺ ഈസ് എ ട്രോപ്പോസ്ഫെറിക് ഓസോൺ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സിവിയർ പൊല്യൂട്ടൻ ആൻഡ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, സോ ഇത്രയും പൊല്യൂട്ടൻസ് ആണ് ആക്ച്വലി എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. യെസ്, ദ ആൻസർ ഇസ് ബി, ദാറ്റ് ഈസ് ഓൺലി 5. കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ പെടില്ല. ഓക്കെ, ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് മൂവ് ഓൺ. അബൌട്ട് 22 നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സും അതുപോലെ സഫർ ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിലുള്ള 12 പൊല്യൂട്ടൻസിൻ്റെ പേര് നിർബന്ധമായി പഠിച്ചു വെക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. 38th ക്വസ്റ്റ്യൻ. 38, ക്വസ്റ്റ്യൻ നമ്പർ 38.
Consider following statement about high ambition coalition which aims to protect at least 30% of the world's land and ocean by 2030. 30 by 30. 30% by 2030. It was co-chaired jointly by US and Britain. Again, current affairs എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഇൻ്റർനാഷണൽ കൊയാലിഷൻസ്, ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ്, എക്സ്പെഷ്യലി UNEP, UNDP, UNCCD, UNFCCC, WWF ഇതൊക്കെ ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്സ് നമ്മൾ നിർബന്ധമായും നോക്കിയിരിക്കണം. സോ ഇന്ത്യ ഹാസ് നോട്ട് ജോയിൻ ദി ഇനീഷ്യേറ്റീവ്. ലോജിക്കലി നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യ ജോയിൻ ചെയ്തത് കൊണ്ടായിരിക്കണം അത് ന്യൂസിൽ വരാൻ സാധ്യതയുള്ളത്. ലെറ്റ്സ് സി. ആൻസർ ഇസ് ആക്ച്വലി ഡി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇന്ത്യ റീസെന്റ് ജോയിൻഡ് this coalition, this high ambition coalition. Okay, so it is co-chaired by not US and Britain. It is actually co-chaired by whom? Now it is actually co-chaired by, yes, it is co-chaired by Costa Rica and France, by UK as ocean co-chair. Okay, so it is co-chaired by Costa Rica and France and by UK as ocean co-chair. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇന്ത്യ ജോയിൻ ദ ഇനീഷ്യേറ്റീവ് റീസെൻ്റ്ലി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ വീണ്ടും കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഓൺ കറണ്ട് അഫയേഴ്സ്. എൻവയോൺമെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്ന കറണ്ട് അഫയേഴ്സ് എന്നാണ്. 52nd ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 52. സ്റ്റേറ്റ്മെൻറ്റ് പ്രൊജക്ട് ടൈഗർ ആൻഡ് എലിഫൻറ്റ്. പ്രൊജക്ട് ടൈഗർ ആൻഡ് എലിഫൻറ്റ്. പ്രൊജക്ട് ടൈഗറും പ്രൊജക്ട് എലിഫൻറ്റും 1992 പ്രൊജക്ട് എലിഫൻറ്റ് തുടങ്ങിയത്. അതുപോലെ പ്രൊജക്ട് ടൈഗർ തുടങ്ങിയത് 1973 ഓക്കെ, ടു പ്രൊജക്ട്സ്. സോ പ്രൊജക്ട് ടൈഗർ എലിഫൻറ്റ് ഡിവിഷൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് അണ്ടർ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ബൈ മെർജിങ് പ്രൊജക്ട് ടൈഗർ ആൻഡ് പ്രൊജക്ട് എലിഫൻറ്റ്. സോ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള ചാൻസസ് എന്താണ്? കൂടുതലാണ്. ലോജിക്കലി അല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? പ്രൊജക്ട് ടൈഗറും എലിഫൻറ്റും ഡിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. ആരുടെ അണ്ടറിൽ? ഇറ്റ് മസ്റ്റ് ബി അണ്ടർ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച്. നമ്മുടെ പ്രൊജക്ട് ടൈഗറും NTCയും എല്ലാം വരുന്നത് ഇതിൻ്റെ പെർവ്യൂവിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇത് മെർജ് ചെയ്തിട്ട് ആയിരിക്കണം ഉണ്ടാക്കിയത്. സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി റൈറ്റ്. ക്രിട്ടിക്കലി ചിന്തിക്കാതിരിക്കുക, നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ പ്ലീസ് ഫോക്കസ് ഓൺ ദിസ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2. സിൻസ് ബോത്ത് സ്പീഷീസ് ഷെയർ സെയിം ഹാബിറ്റാറ്റ്, ഇറ്റ്സ് എൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ക്യാൻ ബെനിഫിറ്റ് ബോത്ത്. ശരിയാവാനുള്ള ചാൻസ് ഇല്ലേ? ടൈഗറും എലിഫൻറ്റും ഓൾമോസ്റ്റ് നമുക്ക് ഇന്ത്യയിലെ എവിടെ എലിഫൻറ്റിനെ കാണുന്നു അവിടെയും ടൈഗേഴ്സ് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇറ്റ് ഇസ് ദ ടോപ്പ് പ്രിഡേറ്റർ. ഒരു എന്താണ്, കാർണിവോർ ആണ്. അറ്റ് ദ സെയിം ടൈം എലിഫൻറ്റ് ഇസ് എ ഹെർബിവോർ. ആ ഒരു വ്യത്യാസം മാത്രമല്ല. ഇറ്റ് ഷെയർസ് ദി കോമൺ ഹാബിറ്റാറ്റ്. നിങ്ങൾ പല സ്ഥലത്തും എന്താണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൻ്റെയൊക്കെ നമ്മൾ ഫോന ആൻഡ് ഫ്ലോറയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ കാസിരംഗയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലുള്ള ഏതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിലും രൺതംബോറിലാണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എലിഫൻറ്റും ടൈഗറും സെയിം ഹാബിറ്റാറ്റ് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കില്ലേ? അതുകൊണ്ടാണല്ലോ ഇത് മെർജ് ചെയ്യുന്നത്, റൈറ്റ്? സോ 52ൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. പ്ലീസ് റീഡ് ദിസ് ദ സെയിം വേ. വി ആർ മൂവിങ് ടു 59th ക്വസ്റ്റ്യൻ. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സ്ലോത്ത് ബെയർ. എനദർ ഒരു സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ലോത്ത് ബെയർ എന്ന് പറയുന്ന ഒരു മേജർ ആനിമലാണ്. ഇറ്റ്സ് എ ഷെഡ്യൂൾ 1-ൽപ്പെട്ട വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1-ൽപ്പെട്ട ജീവിയാണ്. സി, സ്ലോത്ത് ബെയർ, ഇന്ത്യൻ ഗോർ, ടൈഗർ, ഏഷ്യാറ്റിക് ലയൺ, സ്നോ ലെപ്പേർഡ്, ക്ലൗഡഡ് ലെപ്പേർഡ് ഇതുപോലുള്ള കാര്യങ്ങൾ നിർബന്ധമായി ഫോക്കസ് ചെയ്യണം. അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ പഠിക്കണം. റെഡ് ലിസ്റ്റ്, IUCN റെഡ് ലിസ്റ്റിലുള്ള റെഡ് ഡാറ്റ ബുക്കിലുള്ള സ്റ്റാറ്റസ്. അതുപോലെ ഈ ജീവികളെല്ലാം ഷെഡ്യൂൾ 1-ൽ പെടുന്നതായിരിക്കും. അത് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം മേജറായിട്ട് നമ്മൾ ന്യൂസിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ജീവികളും ഷെഡ്യൂൾ 1-ൽപ്പെട്ട ജീവികളാണ് അക്കോർഡിംഗ് ടു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. സോ 90% ഓഫ് ഗ്ലോബൽ സ്ലോത്ത് പോപ്പുലേഷൻ ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. സോ ഇറ്റ്സ് എ ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഇസ് ആക്ച്വലി കറക്റ്റ്. നമുക്ക് 90% ഇന്ത്യയിൽ തന്നെയാണ് ഈ ജീവിയെ കാണുന്നത്. ഓക്കെ, യെസ്. ബോത്ത് 1 and 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. സി ഇസ് ദ ആൻസർ. 59. സോ ഇതൊരു ഒംനിവോർ ആയിട്ടുള്ള ജീവിയാണ്. വെജിറ്റബിൾ പാർട്സും അതുപോലെ ബീ ഹൈവ്സും കാര്യങ്ങളൊക്കെ കഴിക്കും. അതേപോലെ തന്നെ ടെർമൈറ്റ്സും അതുപോലുള്ള ചെറിയ ജീവികളെയൊക്കെ ഇത് എന്താണ് കഴിക്കാറുണ്ട്. സോ മെയിൻലി ആൻഡും ടെർമൈറ്റ്സും ഒക്കെയാണ് ഇത് കഴിക്കുന്നത്.
So that is slope pair. Okay, yes. Consider the following statement. 79th question. First statement എന്താണെന്ന് നോക്കുക. Any person seeking relief and compensation for environmental damage under Biological Diversity Act can approach NGT. NGTയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, Biological Diversity Act 2002 mentioned in the Schedule 1 of the NGT Act 2010. ആക്ച്വലി NGTയുടെ പെർവ്യൂവിൽ വരുന്ന കുറച്ച് ആക്റ്റുകളുണ്ട്. അതിൻ്റെ പേര് ഏതൊക്കെ ആക്റ്റുകളാണ് ഇത് വരുന്നത് എന്ന് നിർബന്ധമായി പഠിച്ചിരിക്കണം. യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്. എനി പേഴ്സൺ സീക്കിംഗ് റിലീഫ് ആൻഡ് കമ്പൻസേഷൻ ഫോർ എൻവയോൺമെന്റൽ ഡാമേജ് involving subject in the legislation mentioned in Schedule 1 of the NGT Act may approach the tribunal. ഈ സ്റ്റാറ്റ്യൂട്ടിൽ ഈ ഷെഡ്യൂൾ 1 പെടുന്നത് ഏതൊക്കെ ആക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. NGTയുടെ ആക്റ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ആക്ടിൻ്റെ പെർവ്യൂവിൽ എടുക്കാൻ പറ്റും. വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ പൊല്യൂഷൻ ആക്ട്, വാട്ടർ ആക്ട്, വാട്ടർ സെസ് ആക്ട്, ഫോറസ്റ്റ് ആക്ട്, അതുപോലെ എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ടും, അതുപോലെ ബയോളജിക്കൽ ഡൈവേഴ്സ് ആക്ട് 2002 വരും. ഓക്കെ, സോ ആക്ച്വലി ആൻസർ ഈസ് എ. Both statement 1, 2 are correct and statement 2 is the correct explanation for statement 2, 1. Okay, that's it. So A is the answer. We are moving to 92nd question. Consider the following statement regarding National Board for Wildlife. NBWL ne kurichana choichadu. It is the highest authority regarding wildlife conservation and everything regarding wildlife sanctuary, national parks in India. Okay, highest authority idana. It is actually chaired by whom? This is very important. Chairperson is whom? It is nothing but chaired by what? Prime Minister. It is chaired by whom? Prime Minister. Okay, NBLA is a statutory body constituted under Wildlife Protection Act. Yes, I told you it comes under. It is the highest wildlife conservation authority regarding wildlife conservation in India. So it must be a statutory body under what? Wildlife Protection Act. That statement is actually absolutely right. Minister of Environment, Forest and Climate Change act as its chairperson. No, we know that NBWL is chaired by whom? Prime Minister. Actually, Minister of Environment is the chairperson of NTCA, National Tiger Conservation Authority. എപ്പോഴും കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റാം. സോ NTCAയുടെ ചെയർമാനാണ് സ്വാഭാവികമായിട്ടും മിനിസ്റ്റർ. NBWL, ഹോൾ ആനിമൽ വൈൽഡ് ആനിമൽസിനെ കൊടുത്തിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററിൻ്റെ പെർവ്യൂവിലാണ്. ഓക്കെ, ഈ കാര്യം മറക്കരുത്. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. It is the apex body to review all wildlife related matters and the approval of projects in and around national parks. That's a general statement. Both the statements are correct, 1 and 3. 2 is incorrect. So the answer is B, only 2. Correct statement ആണ് ചോദിച്ചിരിക്കുന്നത്. ചെക്ക് ചെയ്യുക. Don't forget. Yes. Yes. Last one, 96th question. Environment എന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ. റാംസാർ സൈറ്റ്സും അതിൻ്റെ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് യൂട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോജ് വെറ്റ്ലാൻഡ്, ഇറ്റ്സ് എ വെറ്റ്ലാൻഡ് ഫ്രം വേർ? ബോജ് വെറ്റ്ലാൻഡ് എവിടെ നിന്നാണ്? അഷ്ടമുടി ലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം അഷ്ടമുടി ലേക്ക് എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നുള്ള ഇതാണ്. ഇതിൽ തമിഴ്നാട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? തെറ്റാണെന്ന് മനസ്സിലായി. കാഞ്ഞിരംകുളം ബേർഡ് സാങ്ച്വറി ആക്ച്വലി നേരെ തമിഴ്നാടാണ്. യെസ്, ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ആക്ച്വലി റോങ്. ഓക്കെ, സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളാണെന്ന് നമുക്കറിയാം. ചിലിക്ക അതുപോലെ ഒഡീഷയിലാണെന്ന് അറിയാം. കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ബോജ് വെറ്റ്ലാൻഡ് ഉത്തർപ്രദേശിലാണോ? യെസ്, ആൻസർ ഇസ് എ. ഓൺലി 2 പേയേഴ്സ് ആർ കറക്റ്റ്. സുന്ദർബൻസ്, ചിലിക്ക. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ബോജ് വെറ്റ്ലാൻഡ്സ് എവിടെയാ? ഇറ്റ്സ് ഇൻ മധ്യപ്രദേശ്. റാംസാർ സൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റ് ആയിട്ട് ഇന്ത്യ ഇതിൻ്റെ കുറേ റെക്കമെൻഡേഷൻ ചെയ്ത് 75th ഇൻഡിപെൻഡൻസ് ഡേക്ക് ശേഷം 75 റാംസാർ സൈറ്റ്സുകൾ ആക്ച്വലി റാംസാർ കൺവെൻഷനിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് വൈസ് ആയിട്ട് ജിയോഗ്രഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് അപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. കേരള ഹാസ് 3 റാംസാർ സൈറ്റ് ലൈക്ക് അഷ്ടമുടി, വേമ്പനാട് ലേക്ക് ആൻഡ് ശാസ്താംകോട്ട്. അത് സെയിം വേ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് റീജിയണൽ വൈസ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അല്ലാതെ 75 ലിസ്റ്റും ഒരുമിച്ച് പഠിക്കരുത്. വെൻ യു ആർ studying on a particular area, you study it. Study the Ramsar site of that area. If you are studying about the eastern coastal plain, you learn like Chilika is a Ramsar site from Odisha. Like that you learn. Sundarbans is a Ramsar site. So when you are
സ്റ്റഡിയിങ് ഓൺ എ പെർട്ടിക്കുലർ ഏരിയ, റീജിയൺ, ജിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് പഠിക്കുക. അല്ലാതെ ലിസ്റ്റ് എടുത്തിട്ട് 1 തൊട്ട് 75 വരെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും രാംസാർ സൈറ്റ്സും നാഷണൽ പാർക്സും ഒന്നും ഇങ്ങനെ പഠിക്കാൻ പാടില്ല. So it is better to study while you are studying in a particular geographical division. So these are the questions from environment. So the answer 96 നമ്മൾ കണ്ടു A ആണ്. ഓക്കെ, കാഞ്ഞിരംകുളം തമിഴ്നാട്ടിലെ ഒരു ബേർഡ് സാങ്ച്വറി ആണ്. അഷ്ടമുടി എന്ന് പറയുന്നത് കേരളത്തിലും ഭോജ് വെറ്റ്ലാൻഡ് മധ്യപ്രദേശിലുമാണ്. സുന്ദർബൻസും അതുപോലെ നമുക്ക് ചിലിക്ക ലേക്ക് എവിടെയാണെന്ന് അറിയാം. So this is all about environment question. Thank you very much. Hello everyone, myself Sirajuddin. പാത്വേസ് അക്കാദമിയുടെ ഓൾ ഇന്ത്യ പ്രിലിംസ് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റിന്റെ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോർപ്പറേഷൻ ഓർ FIPIC ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. FIPIC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2014 to promote cooperation between India and the Pacific Island Forum. Second statement, FIPIC has 14 member countries including all of the PIF members. Third statement, FIPIC focuses on cooperation in areas such as trade, investment, development and climate change. Fourth statement, India's renewed interest can also be seen in the light of its own recrescent activist policy. അപ്പോൾ ഇതിനകത്ത് എത്ര സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് 2014 എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പർപ്പസ് ഇന്ത്യക്കും പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനും ഇടയിലുള്ള കോപ്പറേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. സോ ഇത് രണ്ടും ആക്ച്വലി കറക്റ്റ് ആണ്. 2014 ഫിജിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഇനാഗുരൽ സമ്മിറ്റ് നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ പസഫിക് ഓഷൻ റീജിയനിലുള്ള ഈ ഐലൻഡ് നേഷൻസ് ഉണ്ട്, അവരുടെ ഒരു സംഘടന ഉണ്ട്, പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. അവരുമായിട്ടുള്ള ഇന്ത്യയുടെ കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഈ ചൈനയുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിലേക്കുള്ള അല്ലെങ്കിൽ ഇൻഡോ പസഫിക് റീജിയനിലുള്ള ചൈനയുടെ എക്സ്പാൻഡിങ് ഇൻഫ്ലുവൻസിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കർട്ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഒരു കൗണ്ടർ ആക്ഷൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ അന്ന് അല്ലെങ്കിൽ ഇതിനെ കാണാൻ പറ്റും. സോ അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇതിനകത്ത് 14 മെമ്പർ കൺട്രീസ് ആണുള്ളത് ഇൻക്ലൂഡിങ് ഓൾ ഓഫ് ദി പസഫിക് ഐലൻഡ് ഫോറം മെമ്പേഴ്സ്. സോ 2 ഫാക്ട്സ് ആണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഒന്ന്, ഇതിന്റെ മെമ്പർഷിപ്പ് 14 ആണ്. 2, PIF-ലെ അല്ലെങ്കിൽ പസഫിക് ഐലൻഡ് ഫോറത്തിലെ എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് ആണെന്ന് പറയുന്നു. സോ ഈ പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്നതിനകത്ത് 19 നേഷൻസ് ആണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ 19 നേഷൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുക്ക് ഐലൻഡ് പോലുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് പോലെ നിൽക്കുന്ന ടെറിട്ടറീസ് ആണെങ്കിലും ഓസ്ട്രേലിയയുടെ കൺട്രോളിലുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയയുമായിട്ട് വളരെ സ്ട്രോങ് റിലേഷൻസ് ഉള്ള ഓസ്ട്രേലിയയുടെ ഭാഗമായിട്ട് പലപ്പോഴും കണക്കാക്കപ്പെടുന്ന ടെറിട്ടറിയാണ്. സോ അപ്പോൾ ഇങ്ങനെയുള്ള ചില ഓവർസീസ് ടെറിട്ടറീസ് ഉൾപ്പെടെ 19 മെമ്പേഴ്സാണ് ഈ പസഫിക് ഐലൻഡ് ഫോറത്തിനകത്തുള്ളത്. നമ്മുടെ ഈ ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോർപ്പറേഷനകത്ത് FIPIF-നകത്ത് 14 മെമ്പേഴ്സ് ഉള്ളത്. സോ അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് ദീസ് 2 ആർ കോൺട്രഡിക്റ്റിംഗ് ഫാക്ട്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് ഫാക്ട് ആക്ച്വലി ശരിയാണ്, സെക്കൻഡ് പറഞ്ഞേക്കുന്നത് തെറ്റാണ്. ഈ PIF-നകത്തുള്ള എല്ലാ മെമ്പേഴ്സും FIPIC-ൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് FIPIC ഫോക്കസസ് ഓൺ കോപ്പറേഷൻ ഇൻ ഏരിയാസ് സച്ച് ആസ് ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അത് കറക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് ഇത് ഇന്ത്യയുടെ റിന്യൂഡ് ഇൻട്രസ്റ്റ് ഈ പറയുന്ന ഈ ഇൻഡോ പസഫിക് റീജിയനിൽ അല്ലെങ്കിൽ പസഫിക് റീജിയനിൽ ഇന്ത്യയുടെ റിന്യൂഡ് ഇൻട്രസ്റ്റ് can also be seen in the light of its own recrescent activist policy. അതും കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഈസ് ഓൺലി 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 51st അല്ലെങ്കിൽ 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സ്വമിത്വ സ്കീം. ഓക്കെ, സോ ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്, ഇതിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് ദി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. Second statement, it was launched to provide rural India with an integrated inhabited property ownership solution. Third statement, it aims to create survey infrastructure and geographic information system or GIS maps that can be leveraged by any department for their needs. സോ ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് എത്ര സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെൻട്രൽ സെക്ടർ സ്കീം
ഓഫ് ദി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. രണ്ട് കാര്യങ്ങളാണ്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് പറയുന്നു, ഇത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിലാണ് എന്ന് പറയുന്നു. സോ ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീം തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അണ്ടർ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഇറ്റ്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, തെറ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ടു പ്രൊവൈഡ് റൂറൽ ഇന്ത്യ വിത്ത് ആൻ ഇന്റഗ്രേറ്റഡ് ഇൻഹാബിറ്റഡ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് സൊല്യൂഷൻ. സോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് കൺഫർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഡീഡ്സും അതുപോലെ തന്നെ പ്രോപ്പർട്ടി കാർഡുകൾ എന്ന് പറയുന്ന ഓണർഷിപ്പ് രേഖകളും കൊടുക്കുന്നതാണ് ഈ സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോപ്പർട്ടി കാർഡ്സ് ആളുകൾക്ക് അവരുടെ ഡിജി ലോക്കറിലൂടെ കാണാനും ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഡിജി ലോക്കറിലൂടെ ഡൗൺലോഡ് ചെയ്യാനും കാണാനൊക്കെ പറ്റുന്നതുകൊണ്ട് തന്നെ ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ സർവേ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആപ്സ് ദാറ്റ് ക്യാൻ ബി ലിബറൈസ്ഡ് ബൈ എനി ഡിപ്പാർട്ട്മെന്റ് ഫോർ ദെയർ നീഡ്സ് എന്നുള്ളത്. സോ അത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ ട്രൂ. സോ ഇതിന്റെ ആൻസർ ബി ആണ്, ഓൺലി 2. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 72nd ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ലോഞ്ച്ഡ് ഓപ്പറേഷൻ കാവേരി ടു ഇവാക്യുവേറ്റ് ഇറ്റ്സ് നാഷണൽസ് ഫ്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺഫ്ലിക്റ്റ് ഓൺ ഏരിയാസ്. അതായത് താഴെ പറയുന്നതിൽ ഏത് കോൺഫ്ലിക്റ്റ് റീജൻസിൽ നിന്നാണ് ഇന്ത്യക്കാരെ റീപാട്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ കാവേരി ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇസ്രായേൽ, സിറിയ, യുക്രൈൻ, സുഡാൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആൻസർ സുഡാനാണ്. സുഡാനിലുള്ള കോൺഫ്ലിക്റ്റിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ്, കോൺഫ്ലിക്റ്റ് റീജിയനിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനാണ് ഓപ്പറേഷൻ കാവേരി ലോഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി അറിഞ്ഞിരിക്കുക, ഇപ്പോൾ 2023 ഓൺഗോയിങ് ആയിട്ടുള്ള ഇസ്രായേൽ ഹമാസ് വാറുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് ഇന്ത്യക്കാരെ, ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. യുക്രൈൻ്റെ കേസിലുള്ള ഓപ്പറേഷൻ്റെ പേര് 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് യുക്രൈനിലുള്ള ആൾക്കാരെ, ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി നടത്തിയതായിരുന്നു ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ്, ഇറ്റ് ഈസ് ടു ഇവാക്യുവേറ്റ് ഇന്ത്യൻസ് ഫ്രം സുഡാൻ. ഓക്കെ, ഇനി 87th ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ആർട്ടമിസ് അക്കോർഡ്സ് ആർ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് പലപ്പോഴും ആൾക്കാർക്ക് ഈ കറക്റ്റും ഇൻകറക്റ്റും മാറിപ്പോറുണ്ട്. സോ ഇത് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the Artemis Accords are a set of international agreements that govern cooperation on lunar and Martian exploration. Second statement, the Artemis Accords are open to all countries, but only a selected group of countries have signed on so far. Third statement, the Artemis Accords promote the peaceful exploration of the moon and Mars and the sustainable development of resources from these celestial bodies. Fourth statement, the Artemis Accord requires all participating countries to ഷെയർ ഡാറ്റ ആൻഡ് ടെക്നോളജി വിത്ത് ഈച്ച് അതർ. സോ ഈ ആർട്ടമിസ് അക്കോർഡ് എന്ന് പറയുന്നത്, ഈ ആർട്ടമിസ് എന്ന് പറയുന്ന പേര് തന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സിനകത്ത് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടാവും. സോ നാസ ഈ 1972 അപ്പോളോ 17 ശേഷം വീണ്ടും മൂണിലേക്ക് ഹ്യൂമൻ ലാൻഡിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് നാസ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് പ്രോഗ്രാമാണ് ഈ ആർട്ടമിസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടമിസ് പ്രോഗ്രാമിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ആർട്ടമിസ് പ്രോഗ്രാം അല്ലെങ്കിൽ ആർട്ടമിസ് മിഷനൊക്കെ അനൗൺസ് ചെയ്ത സമയത്ത് ഒരു 2020 ആ സമയത്ത് US അനൗൺസ് ചെയ്ത ഒരു എഗ്രിമെൻ്റ് ആണ് ഈ ആർട്ടമിസ് അക്കോർഡ്സ് എന്ന് പറയുന്നത്. സോ US ആണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് USA. ഈ പറയുന്ന സ്പേസ്, അതായത് സെലസ്റ്റിയൽ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലോറേഷൻസിലും കാര്യങ്ങളൊക്കെ സഹകരണം, ഒരു ഇന്റർനാഷണൽ കോപ്പറേഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റിയാണ് ഈ ആർട്ടമിസ് അക്കോർഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. So first statement, Artemis Accords are the set of international agreements that govern cooperation on lunar and Martian exploration എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. The Artemis Accords are open to all countries, but only a selected group of countries have signed on so far. അതും കറക്റ്റ് ആണ്, ഇൻക്ലൂഡിങ് ഇന്ത്യ ഇതിനകത്ത് സിഗ്നേറ്ററി ആണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏകദേശം ഒരു 10-30ഓളം രാജ്യങ്ങളാണ് ഇപ്പോൾ ഇത് സൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളൊന്നും ഇതിനകത്ത് സിഗ്നേറ്ററീസ് അല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 2020 തോന്നുന്നു ഇത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇറ്റ് പ്രൊമോട്ട് ദ peaceful exploration of moon and Mars and the sustainable development of resources from these celestial bodies. അതും കറക്റ്റ് ആണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ആർട്ടമിസ് അക്കോർഡ്സ് റിക്വയർസ് all participating countries to share data and technology with each other. സോ നമുക്കറിയാം അതിനുള്ള ചാൻസസ് കുറവാണ്. ബിക്കോസ് ഈ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള സ്പേസ് ടെക്നോളജിയുടെ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ വേരിയിങ് ആണ്. അപ്പോൾ ഈ ടെക്നോളജീസ് ഒക്കെ കൈവശം വെക്കുന്ന രാജ്യങ്ങൾ ചുമ്മാ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ
എല്ലാ രാജ്യങ്ങൾക്കും ഇത് കൊടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ബിക്കോസ് ദർ ഇസ് എ ഓൺ ഗോയിങ് സ്പേസ് റേസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ള ചാൻസസ് കുറവാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഇത് തെറ്റാണ്. ഇങ്ങനെ ഒരു ടെക്നോളജി ട്രാൻസ്ഫറിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എത്ര എണ്ണാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ എ ആണ്, ഓൺലി 1. 4th സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 88th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് സൈൻ ദ എബ്രഹാം അക്കോർഡ്സ്? എബ്രഹാം അക്കോർഡ്സ് ഏതൊക്കെ രാജ്യങ്ങളാണ് സൈൻ ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇസ്രായേൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സുഡാൻ, ഇസ്രായേൽ, സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ, ഇസ്രായേൽ, ഇറാൻ, ഇറാഖ്, സിറിയ, ഇസ്രായേൽ, ലെബനാൻ ആൻഡ് പാലസ്തീൻ, അതുപോലെ ജോർദാൻ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ എബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇസ്രായേലും ഇസ്രായേലിന്റെ അറബ് നെയ്ബേഴ്സും തമ്മിലുള്ള റിലേഷൻസിനെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു US മീഡിയേഷനിൽ ആരംഭിച്ചിട്ടുള്ള എഗ്രിമെന്റ്സ് ആണ്. സോ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അയൽരാജ്യങ്ങളുമായിട്ടുള്ള ഇസ്രായേലിന്റെ അറബ് നെയ്ബേഴ്സുമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ബിക്കോസ് ഓഫ് ദി ഓൺ ഗോയിങ് അറബ് ഇസ്രായേൽ കോൺഫ്ലിക്ട് ദാറ്റ് വാസ് ഹാപ്പനിങ് ഫ്രം 1940s ഓൺവേർഡ്സ്, ഈ മെജോറിറ്റി ഓഫ് ദി ഇസ്രായേലിന്റെ നെയ്ബറിംഗ് അറബ് കൺട്രീസും ഇസ്രായേലിനെ ഡിപ്ലോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ആ ഒരു നോർമലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എബ്രഹാം അക്കോർഡ്സ് US സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ US പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിലവിൽ ഈ എബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്തേക്കുന്നത് നമുക്കറിയാം, അഫ്കോഴ്സ് ഇതിനകത്ത് ഇസ്രായേൽ സിഗ്നേറ്ററി ആയിരിക്കും, കാരണം ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് നോർമലൈസ് ചെയ്യലാണല്ലോ ലക്ഷ്യം. അപ്പോൾ നിലവിൽ ഇത് സൈൻ ചെയ്തിട്ടുള്ളത് UAE, അതുപോലെ സുഡാൻ, ബഹ്റൈൻ, അതുപോലെ മൊറോക്കോ എന്നീ രാജ്യങ്ങളാണ്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ, UAE, സുഡാൻ ഈ രാജ്യങ്ങളുള്ള ഓപ്ഷൻ ഇത് മാത്രമാണ്. സൗദി അറേബ്യയുമായിട്ടുള്ള നോർമലൈസേഷൻ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഗാസ വാർ നടന്നത്. ഈജിപ്ത് ഒരു 1980s തൊട്ടേ, ഓക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1970s അവസാനം തൊട്ടേ ഇസ്രായേലുമായിട്ട് ഈജിപ്ത് അവരുടെ റിലേഷൻസ് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇസ്രായേലുമായിട്ടുള്ള ഈജിപ്തിന്റെ നോർമലൈസേഷൻ നടക്കുന്നത് US പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടറിന്റെ മീഡിയേഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്. ആ ക്യാമ്പ് ഡേവിഡ് അക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ്. ജോർദാന്റെ കേസിൽ ഇതും US മീഡിയേഷനിലാണ് നടക്കുന്നത്. ജോർദാനും ഇസ്രായേലും തമ്മിലുള്ള നോർമലൈസേഷൻ 1994 ഒരു എഗ്രിമെന്റിലൂടെ, അതും ഈ ക്യാമ്പ് ഡേവിഡ് അക്കോർഡും US മീഡിയേറ്റ് ചെയ്തതാണ്. 1994 ജോർദാന്റെ കേസിലും അത് ബിൽ ക്ലിന്റൺ US പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം മീഡിയേറ്റ് ചെയ്ത ഒന്നായിരുന്നു. സോ അതിലൂടെ ജോർദാനും ഇവരുമായിട്ടുള്ള റിലേഷൻസ് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയുടെ കേസിൽ സൗദി അറേബ്യ ഇസ്രായേലിനെ ഇപ്പോഴും ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ആസ് ഓഫ് നൗ റിലേഷൻസ് നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല. ഈ എബ്രഹാം അക്കോർഡിനകത്ത് സൗദി അറേബ്യ സൈൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുമ്പോഴാണ് ഇപ്പോൾ ഉള്ള ഈ അറബ് ഇസ്രായേൽ വാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇറാന്റെ കേസിൽ, ഇറാൻ പണ്ട് കാലത്ത്, അതായത് ഇറാനിൽ ഒരു മൊണാർക്ക് ഉണ്ടായിരുന്ന സമയത്ത്, ഈ ഷാ പഹ്ലാവി ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടിൽ 1979 ഇറാൻ ഇസ്രായേലിനെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇറാൻ വാസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ ഓഫ് ഇസ്രായേൽ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, പക്ഷേ 79 ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടന്നതിന് ശേഷം ഇസ്രായേലിനെ ഇപ്പോൾ ഇറാൻ ഒഫീഷ്യലി ഒരു രാജ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അവർക്കിടയിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ സിവിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ ബിഗ്ഗസ്റ്റ് എനിമി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന രാജ്യം ഇറാനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറാഖിന്റെ കേസിൽ ഇറാഖും ഇസ്രായേലിനെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, സിറിയയും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ മനസ്സിലാക്കുക, UAE, സുഡാന്, ഇസ്രായേൽ ഇവരാണ് ഈ ഓപ്ഷൻസിനകത്ത് സൈൻ ചെയ്തിട്ടുള്ള ആൾക്കാർ. പിന്നെ ഉള്ളത് ഈ ബഹ്റൈനും അതുപോലെ തന്നെ മൊറോക്കോയും ഈ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, സോറി ഈ എബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, with regard to comprehensive and progressive agreement for trans-Pacific partnership or CPTPP, consider the following statements. It is a free trade agreement signed between India and members of the Asia-Pacific Economic Cooperation. Recently, the United Kingdom became the first European nation to join the trade bloc. So, അതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു എഗ്രിമെന്റ്, അതായത് കോംപ്രഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് എഗ്രിമെന്റ് ഫോർ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ CPTPP എന്ന് പറയുന്നത് പണ്ട് ഒബാമ US പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്
US പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ ഉണ്ടായിരുന്നു, ഒരു ഈ പസഫിക് റിം കൺട്രീസുമായിട്ട്, വിത്ത് ദി എക്സെപ്ഷൻ ഓഫ് ചൈന, അവരുമായിട്ടൊരു ട്രേഡ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൈനയുടെ ഈ ഒരു ഗ്രോവിങ് എക്കണോമിക് ക്ലൗട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു US സ്പോൺസർ ചെയ്യുന്ന ഒരു ട്രേഡ് ഡീൽ ഉണ്ടായിരുന്നു, ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ TPP എന്ന് പറയുമായിരുന്നു. ഓക്കെ, സോ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ്. ആ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയിട്ട് മാറിയതോടുകൂടി ഐ തിങ്ക് ഇൻ 2018 ആ സമയത്ത് US വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് US അല്ലാത്ത ബാക്കിയുള്ള, ചൈനയൊന്നും അല്ലാത്ത ബാക്കിയുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് സൈൻ ചെയ്തതാണ് ഈ പറയുന്ന CPTPP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിലവിൽ ഇന്ത്യ ഒരു മെമ്പർ അല്ല എന്ന് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് യുണൈറ്റഡ് കിങ്ഡം ഇതിനകത്ത് സൈൻ ചെയ്യുന്ന ഫസ്റ്റ് യൂറോപ്യൻ കൺട്രി ആണെന്ന് പറയുന്നത്. ബിക്കോസ് നമുക്കറിയാം യുണൈറ്റഡ് കിങ്ഡം കിടക്കുന്നത് നോർത്തേൺ യൂറോപ്പിലാണ്, അവരുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അറ്റ്ലാന്റിക് ആണ്. ഓക്കെ, സോ ഇതിനകത്ത് UK സൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി. സോ UK ഇപ്പോൾ റീസെൻ്റ്ലി സൈൻ ചെയ്തിട്ടുണ്ട്. സോ യൂറോപ്പിൽ നിന്ന് ഇതിനകത്ത് സൈൻ ചെയ്ത ആദ്യത്തെ രാജ്യമാണ് UK എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. സോ അത് A ആണ്, 1 only. സോ ദി ആൻസർ ഈസ് A. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 91st ക്വസ്റ്റ്യൻ ആണ്. മിഷൻ 50K EV 4ECO റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ്. സോ ഈ മിഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്നുള്ളതാണ് ചോദ്യം. സോളാർ പവേർഡ് മിഷൻ ലോഞ്ച്ഡ് ബൈ നാസ ടു എക്സ്പ്ലോർ ദ റീജൻസ് ഔട്ട്സൈഡ് 50K റേഡിയസ് ഓഫ് ദി എർത്ത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ബി, മിഷൻ ലോഞ്ച്ഡ് ബൈ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓർ സിഡ്ബി ടു ഇന്ത്യ ടു പർച്ചേസ് 50,000 electric vehicles in the country to spur the local ecosystem. Third statement, mission launched by the Export Promotion Council to promote the export of eco-friendly goods. Fourth statement, option D, mission launched by Health Ministry as a following up mission Indradhanush for catch-up vaccination of minimum of 50K individuals, children and pregnant women. അപ്പോൾ അതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ആയിട്ടുള്ള സിഡ്ബി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. സോ ഇതിനകത്ത് ബേസിക്കലി ചെയ്യുന്നത് ഇന്ത്യയിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസിന് ഇലക്ട്രിക് വെഹിക്കിൾസും അതിൻ്റെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിഡ്ബി ലോൺ കൊടുക്കും. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇലക്ട്രിക് വെഹിക്കിൾസ് എക്കോസിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സോ സിഡ്ബി ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു മിഷനാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 93rd question. Consider the following statement. Syria is located south of Sea of Galilee. Second statement, Israel is located west of Sea of Galilee. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സീ ഓഫ് ഗലീലി എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. സോ ഈ ഒരു ഏരിയയും ഒന്ന് നോക്കിയിരിക്കുക, കാരണം UPSC ലൊക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് UPSCക്ക് ഇഷ്ടമുള്ളൊരു ഏരിയാസിലൊന്നാണ് ഈ ലെവാൻഡ് അല്ലെങ്കിൽ നമ്മൾ മിഡിൽ ഈസ്റ്റ്, മെഡിറ്ററേനിയൻ ആ റീജിയൻ ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സീ ഓഫ് ഗലീലിയുടെ സൗത്തിലാണ് സിറിയ കിടക്കുന്നത് എന്ന് പറയുന്നു. ഇസ്രായേൽ കിടക്കുന്നത് സീ ഓഫ് ഗലീലിയുടെ വെസ്റ്റിലാണെന്നും പറയുന്നു. ഓക്കെ, സോ നമുക്കറിയാം ഈ ഇസ്രായേലും സിറിയയും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇസ്രായേൽ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കോസ്റ്റിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. സിറിയ കിടക്കുന്നത് ഏകദേശം ഈ രീതിയിലാണ്. സോ ഒരിക്കലും ഈ സീ ഓഫ് ഗലീലിയുടെ സൗത്തിലായിട്ട് സിറിയയും വെസ്റ്റിലായിട്ട് ഇസ്രായേലും വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രാക്ടിക്കലി നിയർലി ഇമ്പോസിബിൾ. സോ ഈ സീ ഓഫ് ഗലീലി എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ മാത്രമേ സീ ഉള്ളൂ. നമ്മൾ ഈ ഡെഡ് സീ എന്നൊക്കെ പറയുന്നത്, ചാവുകടൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതൊരു തടാകമാണ്. ഇറ്റ്സ് എ ലേക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി നോർത്തേൺ പാർട്സ് ഓഫ് ഇസ്രായേൽ. അതായത് ഇസ്രായേലും അതുപോലെ തന്നെ സിറിയയുടെ ഭാഗമായിട്ടുള്ള ഗൊലാൻ ഹൈറ്റ്സ്, ഇപ്പോൾ ഇസ്രായേൽ 67 തൊട്ട് ഇസ്രായേൽ കൺട്രോൾ ചെയ്യുന്ന ഗൊലാൻ ഹൈറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേക്കാണ് സീ ഓഫ് ഗലീലി എന്ന് പറയുന്നത്. സോ ഈ സീ ഓഫ് ഗലീലിയുടെ ഒരു നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലേക്കായിട്ടാണ് അല്ലെങ്കിൽ ഈസ്റ്റ് സൈഡിലേക്കായിട്ടാണ് സിറിയ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. സീ ഓഫ് ഗലീലിയുടെ വെസ്റ്റേൺ സൈഡിലാണ് ഇസ്രായേൽ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് ആൻസർ ഈസ് ബി. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതാണ് സീ ഓഫ് ഗലീലി എന്ന് പറയുന്നത്. സീ ഓഫ് ഗലീലിയുടെ വെസ്റ്റ് ആയിട്ടാണ് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ഈസ്റ്റേൺ സൈഡിലേക്കായിട്ടാണ് സിറിയ സ്ഥിതി ചെയ്യുന്നത്.
സോ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ മെമ്പർ നേഷൻസ് ഓഫ് ബോത്ത് ബിംസ്റ്റെക് ആൻഡ് കോമൺവെൽത്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഇന്ത്യ. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ബിംസ്റ്റെക്കിലും അതുപോലെ കോമൺവെൽത്തിലും കോമൺ ആയിട്ട് മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ നമുക്കറിയാം ബിംസ്റ്റെക് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്ന് പറയുന്ന ബേ ഓഫ് ബംഗാൾ റീജിയനിലുള്ള അതിൻ്റെ ലിറ്ററൽ സ്റ്റേറ്റ്സും അതിൻ്റെ അഡ്ജോയിനിങ് ടെറിട്ടറീസിലുള്ള രാജ്യങ്ങളുടെയൊക്കെ ഒരു സംഘടനയാണ്. കോമൺവെൽത്ത് എന്ന് പറയുന്നത് ഇനീഷ്യലി ഇറ്റ് വാസ് നോൺ ആസ് ബ്രിട്ടീഷ് കോമൺവെൽത്ത് ബിക്കോസ് ബ്രിട്ടൻ്റെ കോളനീസ് ആയിരുന്ന രാജ്യങ്ങളായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിൻ്റെ പേര് ജസ്റ്റ് കോമൺവെൽത്ത് എന്ന് മാത്രമാക്കി മാറ്റി. സോ ഈ കോമൺവെൽത്തിനകത്തുള്ള മെജോറിറ്റി കൺട്രീസും ഫോമർ ബ്രിട്ടീഷ് കോളനീസ് ആണ്, അല്ലാത്ത രാജ്യങ്ങളും ഇപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ അപ്പോൾ അതിനകത്ത് ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള മെമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് പറയുന്ന ഈ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, അതുപോലെ നേപ്പാൾ, ശ്രീലങ്ക, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങളാണ്. പക്ഷെ ഇതിൽ കോമൺവെൽത്തിലെ മെമ്പേഴ്സ് അല്ലാത്തത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ബ്രിട്ടീഷ് കോളനീസ് അല്ലാതിരുന്ന രണ്ട് രാജ്യങ്ങൾ ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നേപ്പാളും ഭൂട്ടാനുമാണ്. സോ അപ്പോൾ അത് രണ്ടും ഇല്ലാത്തൊരു ഓപ്ഷൻ തപ്പി നോക്കിയാൽ മതി, ബിക്കോസ് അതല്ലാതെ നമുക്ക് ഇതിനകത്ത് വേറൊരു ചോയ്സ് ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ബംഗ്ലാദേശും ഇന്ത്യയും മ്യാൻമാർ, ശ്രീലങ്കയും ആണ് ഈ രണ്ടിലും മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, ഭൂട്ടാൻ ഇല്ല, അതുപോലെ തന്നെ നേപ്പാൾ കോമൺവെൽത്ത് മെമ്പർ അല്ല. സോ രണ്ടിലും മെമ്പേഴ്സ് ആയിട്ടുള്ളത് ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ ആൻഡ് ശ്രീലങ്കയാണ്. സോ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് പേയേഴ്സ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിനകത്ത് ടെറിട്ടറീസും ഏതൊക്കെ കൺട്രീസ് തമ്മിലാണ് ആ ടെറിട്ടറിയായിട്ട് ബന്ധപ്പെട്ട് കോൺഫ്ലിക്റ്റ് ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹലാബ് ട്രയാങ്കിൾ, ഇലേമി ട്രയാങ്കിൾ, നോർത്ത് റോക്ക്, മൻവദാർ. അതിനകത്ത് കെനിയ ആൻഡ് സൗത്ത് സുഡാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, USA, കാനഡ, ഈജിപ്ത്, സുഡാൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അതിനകത്ത് ഈ ഹലാബ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഈജിപ്തും സുഡാനും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. അതുപോലെ തന്നെ ഈ ഇലേമി ട്രയാങ്കിൾ എന്ന് പറയുന്നത് കെനിയയും സൗത്ത് സുഡാനും തമ്മിൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടെറിട്ടറിയാണ്. മാൻവദാർ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്, നമ്മുടെ ഗുജറാത്തിലുള്ള ഒരു സ്ഥലമാണ്. സോ റിമൈനിങ് ആയിട്ടുള്ളത് നോർത്ത് റോക്ക് ആണ്. നോർത്ത് റോക്ക് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറ്റ്സ് ആൻ ഓഫ് ഷോർ റോക്ക് ദാറ്റ് ഈസ് എ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ബിറ്റ്വീൻ USA ആൻഡ് കാനഡ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എ ആണ്, 1 പെയർ ഓൺലി. അപ്പോൾ ഈ സ്ഥലങ്ങളുടെയൊക്കെ ലൊക്കേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ബിക്കോസ് UPSC പ്രിലിംസിന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇതാണ് ഈ ഹലാബ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, സുഡാൻ്റെയും ഈജിപ്തിൻ്റെയും ഇടയിലുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇലേമി ട്രയാങ്കിൾ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെനിയക്കും സൗത്ത് സുഡാനും ഇടയിൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ടെറിട്ടറിയാണ്. മൻവദാർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇത് എന്തുകൊണ്ട് ഡിസ്പ്യൂട്ടഡ് ആയിട്ട് മാറുന്നു വെച്ച് കഴിഞ്ഞാൽ പണ്ട് ജുനഗഡ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂഡേറ്ററി ആയിരുന്നു ഈ പറയുന്ന മൻവദാർ എന്ന് പറയുന്നത്. ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ അവർ ഈ ജുനഗഡ് ഒക്കെ ചെയ്തതുപോലെ തന്നെ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഇന്ത്യ ഈ ജുനഗഡിനൊക്കെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയതുപോലെ തന്നെ മൻവദാറിനെ ഇന്ത്യയുടെ പാർട്ടായിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ പോഷൻ ഭായ് പദായ് ഭായ് സ്കീം. 3 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇറ്റ് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ദി Ministry of Women and Child Development to focus on early childhood care and education at Anganwadis across the country. Second statement, it aims to create the world's largest universal high-quality preschool network as envisaged by the National Education Policy 2020. Third statement, it provides for instructions in the mother tongue and the different types of teaching learning materials to Anganwadi workers. അപ്പോൾ അതിനകത്ത് എത്ര സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ ബേസിക്കലി ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ കറക്റ്റ് ആണ്. ഈ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാനത്തിൽ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രീ സ്കൂൾ പ്രോഗ്രാമാണ് ബേസിക്കലി ഈ പറയുന്ന പോഷൻ ഭി പദായ് ഭി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫോക്കസ് ചെയ്യുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് അംഗൻവാടി ബേസ് ചെയ്തിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സൽ ഹൈ ക്വാളിറ്റി പ്രീ സ്കൂൾ നെറ്റ്വർക്ക് ആയിട്ട് ഇത് മാറും എന്ന് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് ഈ അംഗൻവാടി ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ അംഗൻവാടി വർക്കേഴ്സിന്
എന്താണ് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ മദർ ടങ്ങിലായിരിക്കും ഇൻസ്ട്രക്ഷൻസ് ഒന്നും പറയുന്നുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ 3 ആണ്, സി ആണ് ആൻസർ. സോ ഇനി കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 99th ക്വസ്റ്റ്യൻ. വിത്ത് റിഗാർഡ് ടു കോമൺവെൽത്ത് ഗെയിംസ് 2022, consider the following statements. First statement, Perry, a bull, was the official mascot of the 2022 Commonwealth Games held in Birmingham, England. Second statement, it became the first ever carbon neutral Commonwealth Games, delivering new conservation initiative. Third statement, India had its best medal tally in 2022 and finished second in the medal table. അപ്പോൾ അതിനകത്ത് എത്ര സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ ഈ കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചാണ്, 2022 കഴിഞ്ഞെങ്കിലും ലാസ്റ്റ് നടന്ന കോമൺവെൽത്ത് ഗെയിംസ് ആണിത്. സോ അതിനകത്ത് 3 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. സോ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പെറി എന്ന് പറയുന്ന ഒരു ബുള്ളായിരുന്നു ഇതിന്റെ ഒഫീഷ്യൽ മാസ്കോട്ട് എന്ന് പറയുന്നത്, ആക്ച്വലി കറക്റ്റ് ആണ്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് എവർ കാർബൺ ന്യൂട്രൽ കോമൺവെൽത്ത് ഗെയിംസ് ഡെലിവറിങ് ന്യൂ കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്സ്. അതും കറക്റ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു. കാരണം ഈ കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി, ഇതിന്റെ അകത്ത് നടക്കുന്ന, ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന എമിഷനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് എ കാർബൺ ന്യൂട്രൽ, ഫസ്റ്റ് എവർ കാർബൺ ന്യൂട്രൽ കോമൺവെൽത്ത് ഗെയിംസ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഹാഡ് ഇറ്റ്സ് ബെസ്റ്റ് ടാലി ഇൻ 2022. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയ, ഏറ്റവും മെഡൽ ടാലി ഉണ്ടായിരുന്നത് ഈ 2022 ഗെയിംസിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനിഷ്ഡ് സെക്കൻഡ്, അതായത് രണ്ടാമതായിട്ടാണ് ഈ മെഡൽ ടേബിളിൽ ഇന്ത്യ ഫിനിഷ് ചെയ്തെന്ന് പറയുന്നുണ്ട്. സോ ഇത് തെറ്റാണ്, 2 കാരണം കൊണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ഹയസ്റ്റ് മെഡൽ ടാലി ഉണ്ടായിരുന്നത് 2010 2010 ഇന്ത്യയിൽ വെച്ച് കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സമയത്തായിരുന്നു ഇന്ത്യയുടെ ഹയസ്റ്റ് എവർ മെഡൽ ടാലി വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഇന്ത്യ ടേബിളിൽ സെക്കൻഡ് ആയിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഇനി ഈ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ സെക്കൻഡ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തതെന്ന് പറയുന്നതും തെറ്റാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 4th ആയിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സി ആണ് ആൻസർ, ഓൺലി 2. സോ ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ. Cash Management Bill, CMB, are short-term debt instruments to meet the temporary mismatches in the cash flow of Government of India. True. Adum ശരിയാണ്. So that's our answer. Now if you want to put this in a timeline, how does it operate? Maturity 91 ദിവസത്തിനേക്കാളും താഴെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ മെച്യൂരിറ്റി 91 ദിവസത്തിന് താഴെയാണെങ്കിൽ അതാണ് ക്യാഷ് മാനേജ്മെന്റ് ബില്ല്. 91 മുതൽ 364 വരെയാണെങ്കിൽ അതാണ് ട്രഷറി ബില്ല്. 364, 365 മുകളിലോട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡേറ്റഡ് G-Secs ഓർ ഡേറ്റഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കാറുള്ളത്. ദിസ് ഈസ് ദ ടൈം ലൈൻ ദാറ്റ് യു നീഡ് ടു കീപ് ഇൻ യുവർ മൈൻഡ്. ദിസ് ഈസ് ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് is something about national income accounting. With reference to national income, consider the following statements. GVA or gross value added will include production, GVA at basic prices, GVA at basic prices will include production taxes and exclude production subsidies. ശരിയാണോ? ശരിയാണ്. So what is GVA at basic price? GVA at basic price is GVA at factor cost plus net production taxes. ഈ നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ടാക്സസ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡീസ്. വെനെവർ ഐ യൂസ് ദ ടേം ഓർ യൂസേജ് PDN, PDN എന്ന് പറയുമ്പോൾ ഐ എം റെഫറിങ് ടു പ്രൊഡക്ഷൻ, PDT എന്ന് പറയുമ്പോൾ ഐ എം റെഫറിങ് ടു പ്രൊഡക്റ്റ്. ഓക്കെ, നൗ ശരിയാണോ? യെസ്, ശരിയാണ്. GDP at market prices will include both production and product taxes and exclude both production and product subsidies. ശരിയാണോ? ശരിയാണ്. ഈ GVA at basic price ഇതാണ് നമുക്ക് കിട്ടിയില്ലേ. ഇനി to this GVA at basic price you add what? Your net product taxes, which is the difference between your product tax and product subsidies. You get എന്താ കിട്ടുക? GVA
at market price. ഇത് തന്നെയല്ലേ നമ്മുടെ GDP എന്ന് പറയുന്നത്. GV at market price is whatever GDP is. So the second statement is also true. What about the third statement? While GV helps to capture or gauge the state of the economic activity from the demand side, GDP gives a picture from the supply side perspective. ഇത് തെറ്റാണ്. കാരണം GVയിൽ you are having a look at the production side of the story. How much is the value addition that is undertaken by each of the producers എന്നുള്ളതാണ് നമ്മൾ GVയിൽ നോക്കുന്നത്. So GVA looks at the supply side, not the demand side. That's wrong. Now what about GDP? See, GDP can give, your NCRT would say, GDP will give you a picture from the supply side perspective, demand perspective or consumers perspective എന്നുള്ളതായിരിക്കും നിങ്ങളുടെ NCRT പറയാം. I would agree on this. Yes, GDP gives you an idea about your demand side perspective. But I will also add, GDP can also give you an idea about the supply side perspective, because you have three methods of GDP calculation. If you are calculating GDP according to expenditure method, what are we doing? You are doing it, you are giving a demand perspective. If you are calculating it using output method, you are using a supply side perspective to it. So the answer here is only two are correct. Answer is option B. Now, I'm sorry, there is something that I need to say. These are to be read, these are not 1, 2, 3, 4. These are to be read as A, B, C, D. Okay. It happened when I copy pasted it on the PowerPoints. Okay. You have to read everything like this. I'm very sorry about that. Now, next question. What are the likely consequences of the Indian economy when the US Federal Reserve decides to hike its interest rate? US Federal Reserve അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയുടെ മുകളിലുള്ള ഇംപ്ലിക്കേഷൻ എന്ത്? So when does the US Federal Reserve thinks about hiking their own exchange rate or interest rate? I'm sorry, not exchange rate, interest rate, when there is higher inflation in the US, right? So when they do that, what happens? This is a chain of events. If you understand the proper chain, you can answer the question cleanly. USലെ interest rate കൂടുമ്പോൾ there will be capital flight from India. US investors in those US investors or foreign investors who has invested their money in India will now start taking their money back, especially foreign portfolio investment that is kept in or happening or put in the stock markets. So there will be capital flight. ഇന്ത്യയിൽ നിന്ന് എന്ത് സംഭവിക്കും? യുഎസിലോട്ട് capital flight ഉണ്ടാവും. The money will start flowing to the US. Okay? When this happens, ഇന്ത്യയിൽ there will be, ഇന്ത്യയിൽ നിന്ന് ഡോളർ പുറത്തോട്ട് പോവല്ലേ? There will be a dollar shortage. Dollar shortage means the demand for dollar increases. Demand for dollar increase ചെയ്ത് കഴിഞ്ഞാൽ price of dollar increases. അതായത് ഡോളറിന്റെ വില കൂടി, ഡോളറിന്റെ മൂല്യം കൂടി, which means the value of rupee reduces. രൂപയുടെ മൂല്യം ഇടിഞ്ഞു. So this will lead to രൂപയുടെ മൂല്യം ഇടിച്ചിൽ, which is depreciation of the Indian rupee, leading to costlier imports. Fair enough. When there is a depreciation, that's going to have a costlier imports. I said in the first question, devaluation will lead to a costlier import. The effect of devaluation and depreciation on imports are going to be same. So ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് എന്താ? Costlier imports. Costlier imports will basically mean ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം profit is revenue minus cost. When your imports becomes costlier, your profits will start coming down. When your profit starts coming down, you will find it difficult to repay loans. Profit കുറഞ്ഞു കഴിഞ്ഞാൽ ലോൺ തിരിച്ചടക്കൽ, ലോൺ സർവീസിങ് ബുദ്ധിമുട്ടാവില്ലേ? So that's the third part of it. So all the three statements are true. Option D is the right answer. So you have to go in this logical chain of events. Why does it happen? Where does this go to? Then you get over here, then you get over here. It's a fairly simple question, straightforward question. Which of the following factors is or are considered in calculating the cost of production while recommending MSP or the minimum support price? Minimum support price calculate ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടുന്ന ഏതൊക്കെയാണ്?
Cost of inputs like seed and fertilizers, yes. Cost of input or hired labor, cost of leased in land. Before that, I'll show you this thing. This is the basic idea. 3 രീതിയിൽ നമുക്ക് MSP കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. A2 plus FL, C2. 3 മെഷർമെന്റ് ടെക്നിക്കുകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സോ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പെയ്ഡ് ഔട്ട് കോസ്റ്റ്, യഥാർത്ഥത്തിൽ എത്രയാണ് ചെലവ് വന്നിട്ടുള്ളത്. A2 plus FL എന്ന് പറയുമ്പോൾ ടു ദ ആക്ച്വൽ പെയ്ഡ് ഔട്ട് കോസ്റ്റ് യു ആഡ് ദ ഇംപ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫാമിലി ലേബർ. അതായത് ആ വീട്ടിലെ ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സാലറി മേടിക്കുന്നില്ല, വേജ് മേടിക്കുന്നില്ല, അപ്പം അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഈ പറയുന്ന FL എന്ന് പറയുന്ന കമ്പോണന്റ്. ഇതിനപ്പുറത്തോട്ട് ഇംപ്യൂട്ടഡ് റെന്റും ഇംപ്യൂട്ടഡ് ഇൻട്രസ്റ്റും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് C2. ഐ ഹോപ്പ് യു മസ്റ്റ് ബി നോയിങ് ദീസ് തിങ്സ്. ഐ എം നോട്ട് ഗോയിങ് ടു ടീച്ച് ദി ഐഡിയ ഓഫ് ഇംപ്യൂട്ടഡ് റെന്റ് ആൻഡ് ഇംപ്യൂട്ടഡ് interest, which is not the objective of this session. So you have A2 plus FL and C2. ഇന്ത്യയിൽ നമ്മൾ MSP കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കാൽക്കുലേഷൻ എല്ലാത്തിൻ്റെ മുകളിലും ചെയ്യുന്നുണ്ട്, ബട്ട് ഗവൺമെന്റ് MSP കൊടുക്കാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് A2 plus FL. MS സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് യു ഷുഡ് ഗീവ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് C2 എന്നുള്ളതാണ്, ബട്ട് ഗവൺമെന്റ് ഈസ് സ്റ്റിൽ ഡൂയിങ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് A2 plus FL. നൗ ഇതിൽ ഏതൊക്കെയാണ് A2 plus FL ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കോസ്റ്റ് ഓഫ് ഇൻപുട്ട് A2 ഉള്ളതാണ്, കോസ്റ്റ് ഓഫ് ഹയർഡ് ലേബർ A2 ഉള്ളതാണ്, കോസ്റ്റ് ഓഫ് ലീസ്ഡ് ഇൻ ലാൻഡ് A2 ഉള്ളതാണ്, ഇംപ്യൂട്ടഡ് വാല്യൂ ഓഫ് അൺപെയ്ഡ് ഫാമിലി ലേബറോ FL ഉള്ളതാണ്. സോ ഓൾ ദീസ് തിങ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ A2 plus FL, which means 1, 2, 3, 4. Option D is your right answer. Clear? So next is a question regarding patents. With reference to Indian patent regime, consider the following statement. India is a signatory towards the agreement on TRIPS, the trade related intellectual property rights, which sets global standards for intellectual property protection. Yes, true. ശരിയാണ്. ഇന്ത്യ ട്രിപ്സ് എന്ന് പറയുന്ന WTOയുടെ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. Fair enough. I hope all of you must be knowing this. Now comes the second part of it. The Indian Patent Office, responsible for the administration of patent related matters, comes under Ministry of Consumer Affairs. Now let's assume you don't know anything about this. I want you to apply your logic. Think about Ministry of Consumer Affairs. എന്താണ് Ministry of Consumer Affairsന്റെ പണി? Ministry of Consumer Affairsന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺസ്യൂമർ വെൽഫെയർ. ഉദാഹരണത്തിന് നമ്മൾ ഈ ജാഗോ ഗ്രാഹക് ജാഗോ എന്നൊക്കെ പറയുന്ന പരസ്യങ്ങൾ ഉണ്ടാവില്ലേ, കൺസ്യൂമർ അവയർനെസ് ബിൽഡിങ്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം പ്രകാരം ഫുഡ് ഗ്രെയിനുകൾ കിട്ടുന്നുണ്ട് ഉറപ്പുവരുത്തുക. ഇറ്റ്സ് എ കൺസ്യൂമേഴ്സ് പെർസ്പെക്റ്റീവ്. പക്ഷെ പേറ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊഡ്യൂസേഴ്സ് പെർസ്പെക്റ്റീവ്. പേറ്റന്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും പേറ്റന്റുകൾ കൊടുക്കുന്നതും പ്രൊഡ്യൂസേഴ്സിനെ ഇൻസെന്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇന്നോവേഷനെ ഇൻസെന്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So do you think something like that should ever be in Ministry of Consumer Affairs? Absolutely not. This comes under the Ministry of Commerce and Industries. Clear? Not this. So how do you do this kind of mapping? എല്ലാ സ്കീമുകളും അതുപോലെ തന്നെ എല്ലാ ഓഫീസുകളും ഏത് മിനിസ്ട്രിയുടെയോ ഡിപ്പാർട്ട്മെന്റിന്റെയോ അണ്ടറിലാണെന്ന് പഠിക്കുക എന്നുള്ളത്, ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ സാധ്യമായിട്ടുള്ള മറ്റൊരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും അല്ലെങ്കിൽ മിനിസ്ട്രികളുടെയും വെബ്സൈറ്റുകളിലോട്ടൊന്ന് പോവുക. അവരുടെ അബൌട്ട് അസ് പേജിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് എൻ ഐഡിയ അബൌട്ട് എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്കൊരു സ്കീം കാണുമ്പോൾ, ഒരു ഓഫീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും, ശരിക്കും ഇത് തന്നെയാണോ ഇവരുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഇഫ് യു ഹാവ് എൻ ഇന്ത്യ ഇയർ ബുക്ക്, ഇറ്റ്സ് എ വെരി ഫാറ്റ് ബുക്ക്. ഐ വിൽ നോട്ട് റെക്കമെൻഡ് യു ടു റീഡ് ദി എൻറ്റയർ പാർട്ട് ഓഫ് ദി ഇന്ത്യ ഇയർ ബുക്ക്. ഇന്ത്യ ഇയർ ബുക്കിൽ ഓരോ മിനിസ്ട്രിക്കും ഒരു ചാപ്റ്റർ ഉണ്ടാവും. ആ മിനിസ്ട്രിയുടെ ചാപ്റ്റർ ഫസ്റ്റ് പേജ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആ മിനിസ്ട്രിയുടെ ലാർജർ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബിഫോർ ഗോയിങ് ടു പ്രിലിംസ് എക്സാമിനേഷൻ ഹാൾ, മേക്ക് ഷുവർ യു ഡു ദിസ് തിങ്. സോ ദിസ് ഈസ് റോങ്. ഇൻ ഇന്ത്യ കമ്പൽസറി ലൈസൻസിങ് ഈസ് അലൗഡ് ഓൺലി വെൻ ദ പേറ്റന്റ് ഈസ് നോട്ട് അവൈലബിൾ ടു ദി പബ്ലിക് അറ്റ് എ റീസണബിൾ പ്രൈസ്. ഇത് മാത്രമല്ല, ഇത് ശരിയാണ്, കമ്പൽസറി ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ക്ലോസ് ആണ്. ബട്ട് ഈ ഒള്ളി എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. വേറെയും കേസുകളിൽ, ഹെൽത്ത് എമർജൻസിയുടെ കേസുകളിലും ഗവൺമെന്റിന് അണ്ടർ പെർട്ടിക്കുലർ കണ്ടീഷൻസിനൊക്കെ കമ്പൽസറി ലൈസൻസിങ് എനേബിൾ ചെയ്യാൻ പറ്റും. സോ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. സോ only one will be our answer. Option A, only one will be our answer.
next is about type of ATMs. We have different kinds of ATMs. Very straightforward question. ATMs owned and operated by non-bank entities and engaged in outsourcing and not engaged in outsourcing contracts from a particular bank are known as white label ATMs. All those ATMs like the IndiCash ATM, first case of this ആണ്. ഇത് ബാങ്ക് എ ടി എമ്മുകളല്ല. നമ്മൾ സാധാരണ പല രീതിയിലുള്ള എ ടി എമ്മുകൾ കാണാറുണ്ട്. ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ HDFCയുടെ എ ടി എം ഉണ്ടാവും. ദാറ്റ്സ് എ ബാങ്ക് ഓൺഡ് എ ടി എം. അതല്ലാത്ത എ ടി എമ്മുകൾ ഉണ്ടാവും. ബാങ്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ബാങ്ക് ഈ പറയുന്ന എ ടി എം നടത്തുക എന്നുള്ള ഫംഗ്ഷൻ മറ്റാർക്കെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്നതാവും. അത് ബ്രൗൺ ലേബിൾ എ ടി എം ആണ്. എന്നാൽ അതേസമയം ഇതൊന്നും അല്ലാതെ ഈ പറയുന്ന എ ടി എംസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ നോൺ ബാങ്ക് എൻറ്റിറ്റീസിനെയാണ് നമ്മൾ വൈറ്റ് ലേബൽ എ ടി എംസ് എന്ന് പറയുന്നത്. ഇൻ ഹിയർ വി ഹാവ് ഗിവൺ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ what all this kind of white label ATM owned and operated by non-banking entity. ക്യാഷ് കൊടുക്കുന്നത് ആരാ? സ്പോൺസേഡ് ബാങ്ക്. ഇപ്പോൾ HDFCയുടെ വൈറ്റ് ലേബൽ എ ടി എം ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുമാവട്ടെ പല ബാങ്കുകളാണ് പൈസ കൊടുക്കുന്നത്. ബ്രൗൺ ലേബൽ എ ടി എം ആണെന്നുണ്ടെങ്കിൽ എൻ്റെയർ ആക്ടിവിറ്റി ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ദെൻ യു ഓൾസോ ഹാവ് ഗ്രീൻ ലേബൽ എ ടി എം, ഓറഞ്ച് ലേബൽ എ ടി എം. ഓൾ ദീസ് തിങ്സ് യു ക്യാൻ ഹാവ് എ ലുക്ക് ഇൻ ടു വൺസ് യു ഗെറ്റ് യുവർ ഡിസ്കഷൻസ്. Now, it's a question regarding agriculture, the impact of fertilizer subsidies. Statement 1. Providing subsidies on fertilizers helps promote agricultural productivity and food security. ശരിയാണോ തെറ്റാണോ? ഫെർട്ടിലൈസർ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടാം. Agricultural productivity, farmers will be able to use more fertilizers even at a cheaper price. That might possibly improve your agricultural productivity. What about food security? Fertilizer subsidy കൊടുക്കുമ്പോൾ farmersന്റെ cost of production കുറയും. It's more possible they undertake a larger amount of production and thus food security. Fair enough. Statement 2. Fertilizer subsidy reduces the financial burden on farmers. True. Making fertilizers more affordable and encouraging their widespread use. True. Ultimately leading to an increased crop yield. Mostly yes. So if you are using more fertilizers in a scientific fashion, crop in the yield കൂടണം. Crop in the yield എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ലാൻഡ്. ഒരു ഹെക്ടർ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഏക്കർ ഭൂമിയിൽ നിന്ന് എത്ര ടൺ ഔട്ട് കിട്ടുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ yield എന്ന് പറയുന്നത്. ഓക്കെ, നൗ we said this and we said this. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഇനി ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. See, it's not the correct explanation. Why? കാരണം yield കൂടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ you will have more amount of food grains now. That doesn't necessarily mean to food security. Food security എന്ന് പറയുന്നത് there is a production side to it, there is also a supply side to it. നമ്മുടെ ഡിസ്ട്രിബ്യൂഷണൽ നെറ്റ്വർക്കുകൾ പ്രോപ്പർ ആണെങ്കിൽ ആളുകൾക്ക് ഫുഡ് എത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. So increased crop yield might not necessarily lead to food security. That's one part of it. There's another part of it. Agricultural productivity പല രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. One way of looking at agricultural productivity is output in terms of land. Other way, output in terms of water used. Output in terms of amount of fertilizer used. അപ്പോൾ yield കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it doesn't necessarily mean agricultural productivity in terms of labor, in terms of water, in terms of other inputs might be increasing. So this necessarily doesn't mean an increase in the overall agricultural productivity. Clear? So that's why this is not a correct explanation എന്നുള്ളതാണ്. So the statement answer is option B. Now, okay, it's about the external debt of India. With reference to the present state of Indian economy, consider the following statements. India's external debt is dominated by short-term debt. No. ഇന്ത്യയുടെ ടോട്ടൽ ഡെപ്റ്റുകളിൽ എക്സ്റ്റേണൽ ഡെപ്റ്റിൽ ഷോർട്ട് ടേം ഡെപ്റ്റ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ലാർജ്ലി ഡൊമിനേറ്റഡ് ബൈ ലോങ് ടേം ഡെപ്റ്റ്. A rise in NRI deposits will lead to a reduction of India's external debt. That's also wrong. Why? NRI ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡെപ്റ്റിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. ഇപ്പം NRI ഡെപ്പോസിറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡെപ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾസോ റോങ്.
As far as the currency composition of external debt is concerned, US dollar denominated debt remains the largest component of India's external debt. Fair enough. We live in a dollarized world. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും നമ്മുടെ എക്സ്റ്റേണൽ ഡെപ്റ്റിന്റെ സബ്സ്റ്റാൻഷ്യൽ കമ്പോണന്റ് വരുന്നത് എവിടെ നിന്നാണ്? From here, where it's denominated in dollars. Denominated എന്ന് പറഞ്ഞാൽ necessarily US ൽ നിന്ന് റേസ് ചെയ്തതാവണമെന്നില്ല, but it is largely raised from different parts of the world, largely in US. So that's true. So the answer is only one. Okay, option A, only one. So this will give you an idea about how much of our external debt is in what currencies. Around 54% of our external debt is in US dollars. Around 30% in Indian rupees. You must have heard about this masala bond kind of things. Then you have other aspects of it as well. Now, this will give you an idea about external debt in the split up. എവിടെ നിന്നൊക്കെയാണ് നമ്മൾ external ഡെപ്റ്റുകൾ വരുന്നത്? How much have we taken from multilateral agencies? How much has we taken from commercial lenders? And how much of it is short term? From here you can see only 20% of it is short term, which means the remaining 80% or almost more than 79% എന്താണ്? Long term debt ആണ്. So this will also give you an idea about the very different possible classifications of our external debt. നമ്മുടെ external debt sector അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോവറിൻ ഡെപ്റ്റ് എന്താണ്? ഗവൺമെന്റിന്റെ എക്സ്റ്റേണൽ ഡെപ്റ്റ്. നോൺ സോവറിൻ ഡെപ്റ്റ് എന്താണ്? പ്രൈവറ്റ് സെക്ടറിന്റെ എക്സ്റ്റേണൽ ഡെപ്റ്റ്. ഇൻസ്ട്രുമെന്റുകൾക്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ NRI ഡെപ്പോസിറ്റുകളാവാം, ട്രേഡ് ക്രെഡിറ്റുകളാവാം, ലോണുകളും ബോണ്ടുകളും ആവാം. In terms of currency composition also, you can classify this. US dollars, SDRs, Indian rupees. In terms of debitor, in terms of creditors, also can you go for a reasonable classification of things. Next is a question about the principles of taxation. Consider the following statements regarding the principles of taxation and fiscal policy. Tax elasticity explains the relationship between changes in the government's tax revenue and changes in tax GDP. No. Tax elasticity എന്ന് പറയുന്നത് it is percentage change in tax revenue divided by percentage change in tax rate ആണ്, not GDP. So that's wrong. Tax buoyancy refers to changes in tax revenue in response to changes in tax rate. That's also wrong. Tax buoyancy എന്ന് പറയുന്നത് എന്താണ്? Numerator remains the same, that is percentage change in tax revenue divided by percentage change in GDP. അത് growth ആവാം, contraction ആവാം, and you multiply it into 100 to get it this in percentage terms. Okay, this is the idea of tax elasticity and tax buoyancy. Both statements are wrong. Answer is neither 1 nor D. Answer D. Next is a very fairly simple question. Recently, India improved its rank to 38 in LPA, or the Logistics Performance Index 2023. Which of the following agencies releases LPA? WTO, World Bank. The answer is World Bank. So in here you can have a look into LPA എന്ന് പറയുന്ന ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 6 കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് 6 കാറ്റഗറികളിലായിട്ട് പല ഇൻഡിക്കേറ്റേഴ്സിനെയുമാണ് മെഷർ ചെയ്യുന്നത്. So you have customs related indicators, infrastructure related indicators, service quality related indicators, timeliness, international shipments, how well you can track and trace the shipments. ഇതൊക്കെയാണ് broader idea. Just ഒരു 2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക, so that you can get into an idea about what this all about. Okay, next is a question regarding the agricultural exports. India's agricultural export has seen a consistent decline in the last 5 years. Wrong. You do not have a consistent trend in our agricultural exports. Consistent increase ulla, consistent decrease ulla. Oil seeds account for the largest share of agricultural product exported from India. No. Oil seeds, it's in the case, we are a net importer, not a net exporter. In 2019 prelims, UPSC asked a question, which among the following products India is the largest agricultural importer? Adinte answer aanu ee parayna oil seeds ennu parayunnathu. Okay, that's also wrong. Agri exports policy 2018 aims to double India's share in world agri exports. Fair enough, ശരിയാണ്.
So statement 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. So the answer is option A, only 1. So this is from our economic survey. Every year economic survey comes with this kind of graphs. So agricultural export in the data നോക്കുന്ന സമയത്ത് you do not have any clear cut trends. You see this increasing, then it coming down, then it increasing, then it coming down, then it increasing. No clear cut trends. What are our top 10 agricultural export products? ഇതിൽ ഒരു 5 എണ്ണം ഒന്ന് നോക്കി വെക്കണം. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരുന്നത് മെറൈൻ പ്രൊഡക്റ്റുകളാണ്. പിന്നെ റൈസ്, നോൺ ബസ്മതി റൈസ്. റൈസിന്റെ കേസിൽ ബസ്മതി ആൻഡ് നോൺ ബസ്മതി വി ട്രീറ്റ് ഇറ്റ് ആസ് സെപ്പറേറ്റ് കാറ്റഗറീസ്. ഓക്കെ, ബിക്കോസ് ബസ്മതി is high value, the other one is low value. Then you have spices, sugar, buffalo meat. Then comes basmati rice. Okay, next is a question about ONDC, Open Network for Digital Commerce. This is very much in news. What are the questions about statements? ONDC was launched by DPIIT, Department for the Promotion of Industry and Internal Trade, Ministry of Commerce and Industry, to control digital monopoly. Fair enough, it's true, because it has been launched by this particular ministry, because some alla annundengil chela companigalku they have an undue advantage. Why? Just because they can create a platform ennallathukondu. ONDC is a government regulatory body. No, it is an open source idea where everyone can come and pull in their scheme of things. ONDC does not require the use of the same platform application by buyer and seller to do a business transaction. This is also does not require same application avadamennu nirbandhamilla. That's true. Now ONDC is expected to bring huge benefits to consumers in addition to providing a level playing field for small retailers. True. This is the whole objective of it. Level playing field. ഇപ്പോൾ ചെറിയ എല്ലാവർക്കും ആമസോണുമായിട്ടോ സൊമാറ്റോ ആയിട്ടോ സ്വിഗ്ഗി ആയിട്ടോ മുട്ടി നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. സോ ദി ആൻസർ ടു ദിസ് ഈസ് ഓപ്ഷൻ സി, വിച്ച് ഈസ് ഓൺലി 3. ദിസ് 1, 3 and 4 are true, whereas 2 is not true. Okay, next is a question about EPCG. It's a government's export promotion of capital goods scheme. So the basic idea of this scheme എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, in order for any production to happen in India, you need a lot of capital goods. For example, let's take this digital board. This is an example of a consumer good. But to produce this digital board, you need a whole lot of capital goods. But if those capital goods are expensive, what will happen? This board will also become expensive, and thus the production of the board will come down. So you subsidize the production of capital goods. That's the whole idea of it. It allows for duty free import. Capital goods in import ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി ഒന്നും ചാർജ് ചെയ്യുന്നില്ല. Why? So that you can support export oriented production. അപ്പോൾ ഇൻപുട്ടുകളെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിന് നമ്മൾ ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നില്ല. പക്ഷേ ഇതേ പ്രൊഡക്റ്റ് ഡിജിറ്റൽ ബോർഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന ക്യാപിറ്റൽ ഗുഡ്സ് വരുമ്പോൾ നമ്മൾ ഡ്യൂട്ടി ചാർജ് ചെയ്യില്ല. പക്ഷേ ഡിജിറ്റൽ ബോർഡ് വരുമ്പോൾ നമ്മൾ ഡ്യൂട്ടി ചാർജ് ചെയ്യും. അതാണ് EPCGയുടെ ഒക്കെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്, ഡ്യൂട്ടി സ്ട്രക്ചർ മാനിപ്പുലേഷൻ. It is a trade promotion scheme implemented by the government of India. True. EPCG is compatible with WTO trade agreements. Alla. WTO is not very happy with this. Why? They say that this is against the principles of free trade. But whether this is against the principles of free trade is actually a controversial question, because it has a lot to do with the politics of WTO rather than about the principles of free trade. So WTO says this is not in line with our principles. The scheme is administered by DG Free Trade. ഇങ്ങനെ ഒരു DG നമുക്കുണ്ടോ? ഇല്ല. This is administered by Director General of Foreign Trade. So this is wrong. This is wrong. Sorry, this answer is option B. Okay, only 2. 1 and 2 are right. The answer is only 2. Next, we have a question about de-dollarization. What is dollarization or a dollarized world? Dollarized world എന്ന് പറയുന്ന ഒരു ഐഡിയ ഈ ഡോളർ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഡോളർ പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയനെയാണ് നമ്മൾ ഡോളറൈസ്ഡ് വേൾഡ് എന്ന് പറയുന്നത്. Now in the context of de-dollarization എന്ന് പറയുന്നത് ഡോളർ ഡിപ്പെൻഡൻസി കുറക്കുക, മറ്റ് ഡൊമസ്റ്റിക് കറൻസികൾ റുപ്പി പോലെയുള്ള yen പോലെയുള്ള റിൻമിൻബി പോലെയുള്ള കറൻസികളുടെ പ്രൊമോഷനുള്ള ഐഡിയ ആണ് de-dollarization എന്ന് പറയുന്നത്.
About 60% of the forex reserves of the central bank and 70% of the global trade are conducted in US dollars. ശരിയാണ്. Multi-currency forex reserve reduces the pressure on external sectors. That's also true. അതായത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ഡോളറിൽ മാത്രം ഫോറിൻ കറൻസി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ if something goes wrong with dollar, you're going to suffer. So instead of that, if you keep a bunch of currencies, if you're trying to keep a multi-currency foreign exchange reserve, what happens? You can make sure the pressure on this is relatively reduced. So that's good. That's the basic economic principle. Never put all your eggs in one basket. The economic principle മാത്രമല്ല ജീവിതത്തിലും അപ്ലൈ ചെയ്യാനുള്ള principle ആണ്. So never put all your forex reserve in one currency, but instead go for multi-currency. Trading in local currencies allows exporters and importers to balance risk, have more option to invest, and more certainty about the revenue and sales. See, domestic currency ലാവുന്ന സമയത്ത് you're reducing your dependency on the dollar, which brings in more certainty. കാരണം foreign currency ആവുമ്പോൾ you need one more additional variable. You have one more additional variable to deal with. എന്താ? എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. എക്സ്ചേഞ്ച് റേറ്റിന് നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡൊമസ്റ്റിക് കറൻസിയിലാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം കൂടി സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് അലോസ് ദം ടു ബാലൻസ് ദെയർ റിസ്ക്, ഹാവ് മോർ ഓപ്ഷൻസ് ടു ഇൻവെസ്റ്റ്. ഹൗ റുപ്പിയിലും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഡോളർ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഓൾസോ യു ഹാവ് മോർ സെർട്ടൻറ്റി എന്നുള്ളതാണ്. സോ this is true, this is true, this is true. So the answer is option D, 1, 2 and 3. So by that, we come to the end of our discussion of the economy part of the self-assessment test. Thank you.